Praise the Lord. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ಕರಗಳನ್ನೆತ್ತಿ ಕರ್ತನ ಸ್ತೋತ್ರ ಮಾಡುವ. നമ്മുടെ കർത്താവ് നല്ല ദൈവമാണ്. ನಮ್ಮ ದೇವರು ಒಳ್ಳೆಯವನಾಗಿದ್ದಾನೆ. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ದಾನಿಯೇಲನ ಪ್ರವಾದನೆ ಗ್ರಂಥ 10ನೇ ಅಧ್ಯಾಯದ 10ಾಮത്തെ ವಚനം 6ನೇ ಅಧ್ಯಾಯದ 10ನೇ ವಾಕ್ಯಕ್ಕೆ ನಿಮ್ಮ ಗಮನವನ್ನು ಹರಿಸುವಂತೆ ನಾನು ಕೇಳಿಕೊಳ್ಳುತ್ತೇನೆ. ഒരാൾക്ക് ശബ്ദമെത്തി വായിക്കാമോ? ಒಬ್ಬರಿಗೆ ಸ್ವರವೆತ್ತಿ ಓದಿಕೊಳ್ಳಬಹುದಾ? നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ ನಾವು ಒಂದು ನಿಮಿಷ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವ. Hallelujah. Hallelujah. Jesus Lord. Thank you Jesus. എല്ലാവരും വായികളെ തുറന്ന് അല്പസമയം കർത്താവിനെ സ്തോത്രം ചെയ്താണ്. Thank you Jesus. എല്ലാവരും വായികളെ തുറന്ന് അല്പസമയം കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ಸ್ತೋತ್ರ. ನಾವು ಬಾಯಿಗಳನ್ನು ತೆರೆದು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವವರಾಗಿರುವ. Hallelujah. ಸ್ತೋತ್ರ. Thank you Jesus. Thank you Jesus. Hallelujah. 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 Jesus Lord. Hallelujah. Hallelujah. Thank you Lord. We worship you Lord. Hallelujah. Churabara shamanadaram dharadhararchare. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് ಎಲ್ಲ ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ശബ്ദമുയർത്തി എല്ലാവരും ಸ್ವರವನ್ನು ಎತ್ತಿ ನಾವು ಒಟ್ಟಾಗಿ എത്ര ശബ്ദമുണ്ട് അത്രയും ശബ്ദമുയർത്തി ಎಷ್ಟು ಶಬ್ದವಿದೆಯೋ ಅಷ್ಟು ಸ್ವರವನ್ನು ಎತ್ತಿ ಕರ್ತನನ್ನು ഭാഷകളിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ಅನ್ಯ ಭಾಷೆಗಳಿಂದ ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವ. പകലിൽ ആത്മാവിന്റെ ചലനം നമ്മൾ അനുഭവിക്കുകയാണ്. ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಆತ್ಮನ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸ್ತಾ ಇದ್ದೇವೆ. വിശിഷ്ടമായ അഭിഷേകത്തിന്റെ പകർച്ച കർത്താവ് നമ്മുടെ മേൽ പകരാൻ പോകുകയാണ്. ವಿಶೇಷವಾದ ಅಭಿಷೇಕವನ್ನು ನಮ್ಮ ಮೇಲೆ ಸುರಿಯ ಮಾಡಲಿಕ್ಕಿದ್ದಾನೆ. ഇന്ന് പകൽക്കാലം ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ചിലരുടെ മേൽ വ്യാപരിക്കുകയാണ്. ಈ ಹಗಲು ವೇಳೆಯಲ್ಲಿ ಕೆಲವರ ಮೇಲೆ ದೇವರ ಸಾನ್ನಿಧ್ಯವು ಚಲಿಸುತ್ತಾ ಇದೆ. ഇന്ന് പകലിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കെട്ടുകളെല്ലാം പൊട്ടിമാറട്ടെ. ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. കരങ്ങളെ ഉയർത്തി പിടിച്ച് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ಎಲ್ಲರೂ ಸೇರಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ಎಲ್ಲರೂ ಸೇರಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವ. മോശയുടെ കരം ഉയർന്നിരുന്നപ്പോൾ അവിടെ യുദ്ധം ജയിച്ചു. ಮೋಶೆಯ ಕರ ಎತ್ತಲ್ಪಟ್ಟಿರುವಾಗ ಯುದ್ಧದಲ್ಲಿ ಅವರು ಜಯ ಹೊಂದಿದರು. പകൽക്കാലം ചില പൈശാചിക ശക്തികളുടെ മേൽ അവൻ നമുക്ക് ജയം കൽപ്പിക്കാൻ പോകുകയാണ്. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಸೈತಾನನ ಕಟ್ಟುಗಳಿಂದ ನಮಗೆ ಜಯವನ್ನು ಕೊಡುವ ദൈവത്തിന്റെ നീതി കർത്താവ് നമ്മുടെ മേൽ അയക്കാൻ പോകുകയാണ്. ದೇವರ ನೀತಿಯನ್ನು ನಮಗೆ ಕಳುಹಿಸಿ ಕೊಡುವ പകൽക്കാലം വരൾച്ച ഉണ്ടാക്കുന്ന എല്ലാ പോരാട്ടങ്ങളും കർത്താവ് തകർക്കാൻ പോകുകയാണ്. ಬರಡುತನವನ್ನು ಉಂಟು ಮಾಡುವಂತ ಎಲ್ಲ ಹೋರಾಟಗಳನ್ನ ಆತನು ಸದೆ ಬಡಿಯುವನಾಗಿದ್ದಾನೆ.
ದೇವನಾಗಿದ್ದಾನೆ. എല്ലാവരും ಬಾಯಿകളെ തുറന്ന് ಎಲ್ಲರೂ ಬಾಯಿಗಳು ತೆರೆದು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. ರಿಬಾಲವನ ಜರಂ ಧರಾಧರ ಜೀಸಸ್ ಹಲ್ಲೆಲೂಯಾ. ಚೂರಬಲಂ ಧರಾಧರ ಅರ್ಥಂ ಧನಾಧರ ರಿಬನಾಧರ ಚೂರಬರಬರಬರ ಶಗಲಧರಂ ಧರಾಧರ ರಿಮಾನ ಹಂಸರಾಧರ ರಿಬನಾಧರ ಚೂರಬರಬರಬರ ಶಬಲಧರಂ ಧರಾಧರ ಅರ್ಥರೇ ರಗಂಭರಾಧರ ರಿಬನಾಧರ. ಓ ಲಾರ್ಡ್ ಜೀಸಸ್ Hallelujah. Hallelujah. സ്വർഗത്തിലെ അഭിഷേകത്തിന് ശക്തി ഞങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം അങ്ങ് പകരുന്ന കൃപയ്ക്കായി സ്തോത്രം. ಪರಲೋಕದಿಂದ ಅಭಿಷೇಕವನ್ನು ನಮ್ಮ ಮೇಲೆ ಸುರಿಯ ಮಾಡುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ഇന്ന് പകൽക്കാലം ആത്മാവ് ഞങ്ങളോട് ഇടപെടുന്ന കൃപയ്ക്കായി സ്തോത്രം. ಆತ್ಮನಿಂದ ನಮ್ಮೊಂದಿಗೆ ಮಾತನಾಡುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಂದೆ. ആമേൻ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. Hallelujah. ಹಲ್ಲೆಲೂಯಾ. സ്തോത്രം. ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് സംബന്ധിപ്പാൻ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ വിശിഷ്ട അനുഗ്രഹങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ಈ ಕೂಟಕ್ಕೆ ನಿಮ್ಮೊಂದಿಗೆ ಆಗಿರುವುದಕ್ಕೆ ದೇವರು ಕೊಟ್ಟಂತ ಮಹಾ ಕೃಪೆಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. ദൈവത്തിന്റെ വചനം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സന്തോഷ് അവർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന്മാരുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ಭಾಷಾಂತರ ಮಾಡಲು ಬಂದಂತ ಸೇವಕರಿಗೂ ಈ ಒಂದು ಕೂಟಕ್ಕೋಸ್ಕರವಾಗಿ ನಮ್ಮನ್ನು ಬರಮಾಡಿಕೊಂಡದ ಸೇವಕರಿಗೂ ಸಭೆಗೂ ನಮ್ಮ ವಂದನೆಯನ್ನು ತಿಳಿಸುವನಾಗಿದ್ದೇನೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ഇന്ന് ഈ നാളുകളിൽ നമ്മൾ വളരെയധികം നാശനഷ്ടങ്ങൾ നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും നാശനഷ്ടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ ആവർത്തിച്ച ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ಈ ದಿನಗಳಲ್ಲಿ ಕರ್ನಾಟಕ, ಕೇರಳದಾದ್ಯಂತ ಪ್ರಕೃತಿ ವಿಕೋಪಗಳಿಂದ ಮತ್ತೆ ಮತ್ತೆ ಮರುಕಳಿಸಿ ಬರುವಂಥ ಅನಾಹುತಗಳಿಂದ ನಾವೆಲ್ಲರೂ ಆಮೇಲೆ ಅದನ್ನು ದರ್ಶಿಸ್ತಾ ಇದ್ದೇವೆ, ಕಾಣ್ತಾ ಇದ್ದೇವೆ, ಅನುಭವಿಸ್ತಾ ಇದ್ದೇವೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. നമ്മുടെ ഇടയിൽ സഭകൾക്ക് കുറവില്ല, വിശ്വാസികൾക്ക് കുറവില്ല, ദൈവദാസന്മാർക്ക് കുറവില്ല. പക്ഷെ എന്താണ് ചുറ്റും സംഭവിക്കുന്നതെന്ന് നമുക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ನಮ್ಮ ಸುತ್ತಮುತ್ತಲು ಸಭೆಗಳಿಗೆ ಕಡಿಮೆ ಇಲ್ಲ, ಸೇವಕರಿಗೆ ಕಡಿಮೆ ಇಲ್ಲ, ವಿಶ್ವಾಸಿಗಳು ಕಡಿಮೆ ಇಲ್ಲ. ಆದರೆ ಇಂತಹ ദുർഘടനಗಳು ಯಾಕೆ സംഭവിಸುತ್ತದೆ ಎಂಬುದಾಗಿ ನಮಗೆ ಗೊತ್ತಿಲ್ಲ. Praise the Lord. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവത്തിങ്കിലേക്ക് ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമെന്നുള്ള ആ ബോധ്യമാണ്, ആ ഒരു തിരിച്ചറിവാണ് എനിക്ക് വ്യക്തിപരമായി അനുഭവിപ്പാൻ എനിക്കിടവന്നത്. ಈ ಎಲ್ಲ ಪರಿಸ್ಥಿತಿಗಳಲ್ಲಿ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಹಿಂತಿರುಗಿ ಬರುವಂತ ಒಂದು ಅನುಭವವನ್ನು ನಾನು ವೈಯಕ್ತಿಕವಾಗಿ ಅದನ್ನು ತಿಳಿದುಕೊಂಡವನಾಗಿದ್ದೇನೆ. എവിടെയൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമോ അവിടെയെല്ലാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ള ഒരു അവസരമെന്ന് പഴയ നിയമത്തിൽ നമുക്ക് വായിക്കുമ്പോൾ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയും. ಹಳೆ ಒಡಂಬಡಿಕೆಯನ್ನು ಧ್ಯಾನಿಸುವಾಗ ಎಲ್ಲೆಲ್ಲಿ ದುರ್ಘಟನೆಗಳು ಸಂಭವಿಸಿತೋ ಅಲ್ಲೆಲ್ಲ ಜನರು ಮಾನಸಾಂತರ ಪಟ್ಟು ಹಿಂತಿರುಗಿ ಬರುವಂತ ಅನುಭವವನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം. ಕರಗಳ ಮೇಲಕ್ಕೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. സ്തോത്രം. ഈ തുടർന്നുള്ള ചില ദിവസങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം ദൈവവചനം സംസാരിക്കാൻ ഉണ്ടായിരിക്കുന്നതാണ്. ಮುಂದಿನ ಕೆಲವು ದಿನಗಳು ನಾನು ನಿಮ್ಮ ಸಂಗಡ ಸೇವೆಯಲ್ಲಿ ನಿರತನಾಗಿರುತ್ತೇನೆ. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ದೇವರಲ್ಲಿ ಭರವಸೆ ಬಿಟ್ಟು ಪ್ರಾರ್ಥನೆಯ ವಿಷಯದಲ್ಲಿ ನಾವು ಧ್ಯಾನಿಸುವವರಾಗಿರುವರ. നിങ്ങൾ നൂറുകണക്കിന് പ്രസംഗങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. ನೀವು 100ರಷ್ಟು ಸಂದೇಶಗಳನ್ನು ಪ್ರಾರ್ಥನೆಯ ಕುರಿತಾಗಿ ಕೇಳಿರಬಹುದು. പക്ഷേ ദൈവത്തിന്റെ സന്ധിയിൽ ദൈവം ഈ ദിവസങ്ങളിൽ പുതിയ ചില ആലോചനകൾ പ്രാർത്ഥനയെക്കുറിച്ച് നൽകാൻ പോകുന്നു. ಆದರೆ ಹೊಸ ಹೊಸ ಆಲೋಚನೆಗಳನ್ನು ಈ ದಿನಗಳಲ್ಲಿ ದೇವರು ನಮಗೆ ಈ ಪ್ರಾರ್ಥನೆಯ ಕುರಿತಾಗಿ ನೀಡಲಿಕ್ಕಿದ್ದಾನೆ. Praise the Lord. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ಕರಗಳ ಮೇಲಕ್ಕೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ബൈബിൾ ഭൂരിഭാഗം അടങ്ങുന്നത് പ്രവചന പുസ്തകങ്ങളിലാണ്. ಸತ್ಯವೇದವು ಆಧಾರಗೊಂಡಿರುವಂಥದ್ದು ಹೆಚ್ಚಿನ ಪಾಲು ಪ್ರವಾದನೆ ಗ್ರಂಥಗಳಾಗಿದೆ. പ്രവാചകന്മാരുടെ പുസ്തകത്തെ വലിയ പ്രവാചകന്മാരുടെ പുസ്തകമെന്നും ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകമെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ಪ್ರವಾದನ ಗ್ರಂಥಗಳನ್ನು ಚಿಕ್ಕ ಪ್ರವಾದಿಗಳು ಮತ್ತು ದೊಡ್ಡ ಪ್ರವಾದಿಗಳೆಂಬುದಾಗಿ ವಿಂಗಡಿಸಲಾಗಿದೆ. യെശയ്യാവിന്റെ പുസ്തകം, യെരമ്യാവിന്റെ പുസ്തകം, യെഹെസ്കേലിന്റെ പുസ്തകം, ദാനിയേലിന്റെ പുസ്തകം, ഈ 4 പുസ്തകങ്ങളാണ് വലിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്നത്. ಯೆಶಯ, ಯೆರೆಮೀಯ, ಎಸ್ಕೇಲ, ದಾನಿಯೇಲ ಈ ಪುಸ್ತಕಗಳನ್ನು
ದೊಡ್ಡ ಪ್ರವಾದಿಗಳ ಪುಸ್ತಕ ಎಂಬುದಾಗಿ ವಿಂಗಡಿಸಿದೆ. യഹൂദന്മാരുടെ കാനോനീകരണത്തിൽ ദാനിയേൽ പ്രവചനം ഒരു പ്രവചന പുസ്തകമല്ല, ഇതൊരു ചരിത്ര പുസ്തകമാണ്. ಯಹೂದ್ಯರ ಸಮಯದಲ್ಲಿ ಒಂದು ಚರಿತ್ರೆ ಪುಸ್ತಕವಾಗಿತ್ತು ಈ ಪುಸ್ತಕಗಳು. Praise the Lord. ಕರಗಳು ಎತ್ತಿ ಕರ್ತಾವಿന്റെ ಸ್ತೋತ್ರ. ಕರಗಳ ಮೇಲೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. അപ്പോൾ ഈ ദാനിയേൽ പ്രവചനം ഈ വലിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിലെ ഏറ്റവും ചെറിയ പ്രവചന പുസ്തകമാണ്. ಈ ದಾನಿಯೇಲ್ ಪ್ರವಾದನೆ ಗ್ರಂಥವು ದೊಡ್ಡ ಪ್ರವಾದಿಗಳ ಪುಸ್ತಕದಲ್ಲಿ ಅತಿ ಚಿಕ್ಕದಾದ ಪುಸ್ತಕವಾಗಿದೆ. അപ്പോൾ തന്നെ ഇതിന്റെ പ്രാധാന്യം ഒട്ടും ദൈവവചനത്തിൽ കുറഞ്ഞു പോകുന്നില്ല. ಹಾಗಿರುವಾಗಲೇ ಅದರ ಪ್ರಾಮುಖ್ಯತೆ ಸ್ವಲ್ಪವೂ ಕಡಿಮೆ ಅಲ್ಲ. നീ ചിലപ്പോൾ നിന്റെ ഭവനത്തിൽ കുടുംബത്തിൽ ചെറിയവനെന്ന് നിനക്ക് തോന്നിയിരിക്കാം. ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാധാന്യം എന്തെന്ന് ദൈവം ദേശത്തെ കാണിക്കാൻ പോകുകയാണ്. ನೀನು ನಿನ್ನ ಕುಟುಂಬದಲ್ಲಿ ಅಲ್ಪನಾಗಿರುವಂತಹ ವ್ಯಕ್ತಿಯಾಗಿರಬಹುದು, ಆದರೆ ನಿನ್ನ ಮೂಲಕವಾಗಿ ದೇವರು ಮಹಿಮೆಯ ಕಾರ್ಯವನ್ನು ಮಾಡುತ್ತಾನೆ. Praise the Lord. Hallelujah. കരങ്ങളെ അടിച്ച് എല്ലാവരും ಕರಗಳು ತಟ್ಟಿ ದೇವರನ್ನು ಸ್ತೋತ್ರ ಮಾಡುವ. Praise the Lord. Praise the Lord. നമ്മുടെ കർത്താവ് വലിയ ദൈവമാണ്. ನಮ್ಮ ದೇವರು ದೊಡ್ಡವನಾಗಿದ್ದಾನೆ. Praise the Lord. Hallelujah. നിന്റെ വീടിന്റെ വലിപ്പമോ നിന്റെ വിദ്യാഭ്യാസമോ അല്ല, നിന്റെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന വിളിയാണ് നിന്നെ നീയാക്കി മാറ്റുന്നത്. ನಿನ್ನ ಮನೆಯ ವಿಶಾಲತೆ, ನಿನ್ನ ವಿದ್ಯಾಭ್ಯಾಸದ ಶ್ರೇಷ್ಠತೆ ಅಲ್ಲ, ಆಮೇಲೆ ದೇವರಲ್ಲಿರುವಂತಹ ಆ ಪ್ರೀತಿಯೇ ನಿನ್ನನ್ನು ದೊಡ್ಡವನಾಗಿ ಮಾಡುವಂತದ್ದು. Praise the Lord. Hallelujah. 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 ഈ തുടർമാനമായി നടക്കുന്ന ഈ യോഗങ്ങളിൽ ആമേൻ, ഈ യോഗങ്ങൾ ഒരു വൃഥാവായിട്ട് തീരുകയില്ല. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ಮುಂದುವರಿಯುತ್ತಿದ್ದ ಈ ಕೂಟಗಳು ಯಾವುದು ವ್ಯರ್ಥವಾಗುವುದಿಲ್ಲ, ಅದು ದೇವರ ಕಾರ್ಯಕ್ಕೆ ಒಂದು ಅನುಕೂಲವಾಗಿ ಮಾಡುವಂತದ್ದಾಗಿದೆ. Praise the Lord. Hallelujah. 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 ദാനിയേൽ എന്ന് പറയുന്ന വിശിഷ്ടനായ മനുഷ്യൻ ദൈവത്തിന്റെ വേല ചെയ്യുന്ന ഒരു പ്രവാചകനാണ്, അല്ലെങ്കിൽ ഒരു ദൈവദാസനാണ്. ದಾನಿಯೇಲನೆಂಬ ಶ್ರೇಷ್ಠ ಗಣ್ಯ ವ್ಯಕ್ತಿಯು ದೇವರ ಸೇವೆಯನ್ನು ಮಾಡುವಂತ ಒಬ್ಬ ಶ್ರೇಷ್ಠ ಸೇವಕನಾಗಿದ್ದ. പല നിലകളിലാണ് മനുഷ്യരെ അല്ലെങ്കിൽ വ്യക്തികളെ കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ಅನೇಕ ಸನ್ನಿವೇಶಗಳಲ್ಲಿ ತನ್ನ ಸೇವೆಗೋಸ್ಕರ ದೇವರು ಜನರನ್ನು ಕರೆಯುತ್ತಾನೆ. ദാനിയേൽ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രവാചകനായിരുന്നു. ದಾನಿಯೇಲನು ಅರಮನೆಯಲ್ಲಿ ಒಬ್ಬ ಉದ್ಯೋಗಸ್ಥನಾಗಿರುವಾಗಲೇ ದೇವರ ಒಬ್ಬ ಸೇವಕನಾಗಿದ್ದ. ചിലരെ കർത്താവ് അങ്ങനെ വിളിക്കാറുണ്ട്. ഒരു ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ, ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കർത്താവ് കൃപ, ആമേൻ, അങ്ങനെയുള്ള വിളി ചിലരെ കർത്താവ് നിറയ്ക്കാറുണ്ട്. ಕೆಲವರನ್ನು ದೇವರು ಉದ್ಯೋಗದಲ್ಲಿರುವಾಗಲೇ ಉದ್ಯೋಗದೊಂದಿಗೆ ಸೇವೆ ಮಾಡುವಂತಕ್ಕಾಗಿ ದೇವರು ಕರೆದಿದ್ದಾನೆ. ദൈവം നിങ്ങളെ എങ്ങനെ വിളിച്ചുവോ ആ വിളിക്കൊത്തവണ്ണം നിന്നാൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. ದೇವರು ನಮ್ಮನ್ನು ಯಾವ ರೀತಿಯಲ್ಲಿ ಕರೆದಿದ್ದಾನೋ ಆ ಕರೆಗೆ ಯೋಗ್ಯವಾಗಿ ನೀವಿರುವುದಾದರೆ ನೀವು ಲಜ್ಜೆಗೊಳಪಡುವುದಿಲ್ಲ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ಕರಗಳ ಮೇಲೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. Praise the Lord. Hallelujah. 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 ഒരു വിശ്വാസി ആയിരുന്നു കൊണ്ട് തന്നെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആമേൻ ദൈവദാസനോടൊപ്പം നിനക്ക് നിന്നാൽ സ്തോത്രം, അങ്ങനെയാണ് ദൈവം നിന്നെ വിളിച്ചതെങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ ദൈവിക പ്രവർത്തികളെ നിനക്ക് കാണാൻ കഴിയും. ಕೇವಲ ಒಬ್ಬ ವಿಶ್ವಾಸಿ ಆಗಿರುವಾಗಲೇ ಸಭಾಪಾಲಕರೊಂದಿಗೆ ಸೇರಿ ಸೇವೆಯಲ್ಲಿ ನಿಮಗೆ ಸಹಾಯವಾಗಿ ನಿಲ್ಲಬಹುದು. Praise the Lord. Hallelujah. 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 സ്തോത്രം. അപ്പോൾ ഈ ദാനിയേൽ പ്രവാചകൻ പഴയ നിയമത്തിൽ ആമേൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ. അതുപോലെ തന്നെ ദാനിയേൽ പ്രവചന പുസ്തകം പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പുസ്തകമാണ്. ಈ ದಾನಿಯೇಲನ ಪ್ರವಾದನೆ ಗ್ರಂಥವು ಅತಿ ಸಣ್ಣ ಪ್ರವಾದನೆ ಗ್ರಂಥವಾಗಿದೆ. ಹಾಗಿರುವಾಗಲೇ ಹೊಸ ಒಡಂಬಡಿಕೆಯ ಪ್ರಕಟಣೆಯ ಪುಸ್ತಕದೊಂದಿಗೆ ಸಾಮ್ಯವನ್ನು ಪಡೆದಿರುವಂತದ್ದಾಗಿದೆ. ಕರಗಳ ಮೇಲೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ. Praise the Lord. Hallelujah. Praise the Lord. ഈ ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ದಾನಿಯೇಲನ ಪ್ರವಾದನೆ ಗ್ರಂಥ 6ನೇ ಅಧ್ಯಾಯಕ್ಕೆ ನಾವು ಬರುವಾಗ ദാനിയേലിനോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നി ദാനിയേലിന് വിരുദ്ധമായി ഒരു രേഖ, ഒരു നിയമം എഴുതപ്പെടുന്നത് അല്ലെങ്കിൽ പാസ്സാക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ದಾನಿಯೇಲನು ಆತನು ಬೆಳೆದು ಬರುವಾಗಲೇ ಆತನ ಮೇಲೆ ಹೊಟ್ಟೆ ಕಿಚ್ಚು ಪಡುವಂತ ಜನರು ಆತನಿಗೆ ವಿರುದ್ಧವಾಗಿ ನಿಯಮಗಳನ್ನು ಬರೀತಾ ಇದ್ದಾರೆ. ദാനിയേലിലൂടെ ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തി വെളിപ്പെടുന്നതിനൊരു കാരണമായി തീർന്നു. ದಾನಿಯೇಲನ ಜೀವಿತದ ಮೂಲಕವಾಗಿ ದೇವರ ಅಸಾಧಾರಣವರ ಕಾರ್ಯಕ್ಕೆ ಒಂದು ಮುಖಾಂತರವಾಗಿ ಆತನು ಮಾರ್ಪಟ್ಟನು. എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും പരാജയങ്ങളും എതിർപ്പുകളും ഉണ്ടാകുന്നത്, അവിടെയാണ് ദൈവം നമ്മളെ വെളിപ്പാട് നൽകി ഉറപ്പിക്കുന്നത്. ಯಾವಾಗೆಲ್ಲ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಹೋರಾಟಗಳು ವಿರೋಧತೆಗಳು ಹೆಚ್ಚುತ್ತದೋ ಆ ಸನ್ನಿವೇಶಗಳಲ್ಲೆಲ್ಲ ದೇವರು ನಮ್ಮನ್ನು ಉಪಯೋಗಿಸಲಿಕ್ಕೆ ಶಕ್ತನಾಗಿದ್ದಾನೆ. ദാനിയേൽ ഒരു സാധാരണ ഉദ്യോഗസ്ഥനായി ബാബിലോണിയൻ കൊട്ടാരത്തിൽ ഉയർന്നു വരുമ്പോൾ
അവൻ്റെ കഴിവും മികവും കൊണ്ട് അവൻ അസാധാരണമായി പല തസ്തികകളിൽ നിന്നും പ്രമോഷൻ ലഭിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ಆ ದಾನಿಯೇಲನು ಆ ಬಾಬೆಲಿನ ಅರಮನೆಯಲ್ಲಿ ಆತನು ಸೇವೆ ಮಾಡುತ್ತಾ ಇರುವಾಗಲೇ ಅನೇಕ ಕ್ಷೇತ್ರಗಳಲ್ಲಿ ಆತನು ತೇರ್ಗಡೆ ಹೊಂದುತ್ತಾ ಬೆಳವಣಿಗೆಯನ್ನು ಹೊಂದಿದನು ಎಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. ഇവൻ വളരുന്തോറും ഉയരുന്തോറും എതിർപ്പുകൾ വർദ്ധിച്ചു വന്നിരുന്നു. ಆತನು ಬೆಳೆಯುತ್ತಾ ಬರುವಾಗಲೇ ವಿರೋಧತೆಗಳು ಆತನಿಗೆ ಹೆಚ್ಚಿದವು. ശത്രുക്കൾ ഇവനെ നോക്കി ഇവന്റെ കുറ്റം കണ്ടുപിടിക്കാനായി ശ്രമിച്ചു. ಅವನ ವೈರಿಗಳು ಅವನಲ್ಲಿರುವಂತ ತಪ್ಪನ್ನು ಹಿಡಿಯುವುದಕ್ಕೆ ಪ್ರಯತ್ನಿಸಿದರು. ദാനിയേലിന്റെ ഒരു കുറ്റവും കണ്ടുപിടിക്കാനായിട്ട് കൂടെ ഉള്ളവർക്ക് കഴിഞ്ഞില്ല. ದಾನಿಯೇಲನ ಜೀವಿತದ ಯಾವ ಒಂದು ತಪ್ಪನ್ನು ಅವರಿಗೆ ಕಂಡುಹಿಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗಲಿಲ್ಲ. തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ കൃതാർത്ഥനും കഴിവുള്ളവനുമായിരുന്നു ദാനിയേൽ. ತನ್ನನ್ನು ನೇಮಿಸಿದ ಕೆಲಸದಲ್ಲಿ ಆತನು ಕೃತಾರ್ಥನು ಸಾಮರ್ಥ್ಯವುಳ್ಳವನಾಗಿದ್ದನು. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ಕರಗಳ ಮೇಲೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. Praise the Lord. Praise the Lord. ഈ വിശ്വസ്തനായ മനുഷ്യനെതിരായിട്ട് ഒരു രേഖ എഴുതപ്പെടുകയാണ്. ಈ ನಂಬಿಗಸ್ತನಾದ ಸೇವಕನಿಗೆ ವಿರುದ್ಧವಾಗಿ ಒಂದು ನಿಯಮವನ್ನು ಹೊರಡಿಸುತ್ತಾರೆ. അതാണ് 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തനിക്ക് വിരുദ്ധമായി ഈ രേഖ എഴുതപ്പെട്ടെന്നറിഞ്ഞപ്പോൾ യെരൂശലേമിനെതിരായി കിളിവാതിൽ തുറന്നിട്ട് താൻ മുൻപേ ചെയ്തു വന്നതുപോലെ, പതിവായി ചെയ്തു വന്നതുപോലെ താൻ പ്രാർത്ഥിപ്പാനായി ആരംഭിച്ചു. ಅಲ್ಲಿ 6ನೇ ಅಧ್ಯಾಯ 10ನೇ ವಾಕ್ಯದಲ್ಲಿ ನೋಡುತ್ತೇವೆ, ಶಾಸನಕ್ಕೆ ರುಜುವಾದದ್ದು ದಾನಿಯೇಲನಿಗೆ ತಿಳಿದಾಗ ಅವನು ತನ್ನ ಮನೆಗೆ ಹೋಗಿ ಯೆರೂಸಲೇಮಿನ ಕಡೆಗೆ ಕದವಿಲ್ಲದ ಕಿಟಿಗುಳ್ಳ ತನ್ನ ಮಗಡಿಯ ಕೋಣೆಯಲ್ಲಿ ಯಥಾ ಪ್ರಕಾರ ದಿನಕ್ಕೆ 3 ಆವರ್ತಿ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸುತ್ತಾನೆ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല ഒരു പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉടമയായി മാറ്റപ്പെടണമെന്നുള്ളതാണ്. ಈ ಹಗಲಿನಲ್ಲಿ ದೇವರು ನಮ್ಮಲ್ಲಿ ಬಯಸುವಂತ ಕಾರ್ಯ ನಾವು ಪ್ರಾರ್ಥನಾ ವೀರರಾಗಿ ಮಾರ್ಪಡಬೇಕೆಂಬುದಾಗಿದೆ. Praise the Lord. Hallelujah. ഒന്നാമത്തെ എന്റെ ചോദ്യം ഇതാണ്, ಒಂದನೆಯ ಪ್ರಶ್ನೆ ಇದಾಗಿದೆ, എന്താണ് പ്രാർത്ഥന? ಏನಾಗಿದೆ ಪ್ರಾರ್ಥನೆ? മനുഷ്യൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. ಮನುಷ್ಯನು ದೇವರೊಂದಿಗೆ ವಿಜ್ಞಾಪನೆ ಮಾಡುವಂತದೇ ಪ್ರಾರ್ಥನೆಯಾಗಿದೆ. മനുഷ്യൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. ಮನುಷ್ಯನು ದೇವರೊಂದಿಗೆ ವಿಜ್ಞಾಪಿಸುವುದೇ ಪ್ರಾರ್ಥನೆಯಾಗಿದೆ. ഒരിക്കൽ കൂടെ പറയട്ടെ, മനുഷ്യൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. ಇನ್ನೊಂದು ಆವರ್ತಿ ಹೇಳುತ್ತೇನೆ, ಮನುಷ್ಯನು ದೇವರೊಂದಿಗೆ ವಿಜ್ಞಾಪಿಸುವಂತದೇ ಪ್ರಾರ್ಥನೆ. നമ്മൾ എന്ത് ദൈവത്തോട് പറഞ്ഞാലും അതിന്റെ പേരാണ് പ്രാർത്ഥന. ನಾವು ಏನನ್ನು ದೇವರಲ್ಲಿ ಕೇಳಿಕೊಳ್ಳುತ್ತೇವೋ ಅದರ ಹೆಸರೇ ಪ್ರಾರ್ಥನೆ. അങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ಹಾಗೆ ചെയ്യുന്നു. ದೇವರಲ್ಲಿ ಮಾತನಾಡುವಂತ ಪ್ರಾರ್ಥಿಸುವಂತ ದೇವರ ಮಕ್ಕಳಿಗಾಗಿ ಸ್ತೋತ್ರ. എത്രത്തോളം സംസാരിക്കാൻ കഴിയും അത്രത്തോളം സംസാരിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ಎಷ್ಟು ಮಾತ್ರಕ್ಕೂ ಅದರಲ್ಲಿ ನಾವು ಮಾತಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು ಅಷ್ಟು ಮಾತ್ರಕ್ಕೂ ನಾವು ಆತನೊಂದಿಗೆ ಮಾತನಾಡಬೇಕು. എത്രത്തോളം നമ്മളും നമ്മുടെ ദൈവവും തമ്മിലുള്ള ബന്ധം ദൃഢമായിരിക്കുമോ അത്രത്തോളം നമ്മുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ಎಷ್ಟರ ಮಟ್ಟಿಗೆ ನಾವು ಆತನೊಂದಿಗೆ ಸಂಬಂಧವನ್ನು ಬೆಳೆಸಿಕೊಳ್ಳುತ್ತೇವೋ ಅಷ್ಟೊಂದು ಆಳವಾಗಿರುತ್ತದೆ ನಮ್ಮ ಪ್ರಾರ್ಥನೆ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ಕರಗಳ ಮೇಲೆಗೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡು. ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ಯಾರೊಂದಿಗೆ ಆಗಿರಬೇಕು ನಮ್ಮ ಪ್ರಾರ್ಥನೆ? സ്തോത്രം. ദൈവത്തോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ದೇವರೊಂದಿಗೆ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. നമ്മുടെ പ്രാർത്ഥന മനുഷ്യരോടാകരുത്. ನಮ್ಮ ಪ್ರಾರ್ಥನೆಯು ಮನುಷ್ಯರ ಸಂಗಡವಲ್ಲ. നമ്മുടെ പ്രാർത്ഥന എപ്പോഴെങ്കിലും മനുഷ്യരോടാകുന്നെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന എപ്പോഴെങ്കിലും മറ്റ് ദൈവങ്ങളെന്ന് പറയുന്നവരോടാകുന്നെങ്കിൽ ചിലപ്പോഴെല്ലാം 100% നമ്മുടെ ജീവിതത്തിൽ പരാജയം തന്നെ ഉണ്ടാകും. ನಮ್ಮ ಪ್ರಾರ್ಥನೆಯು ಮನುಷ್ಯರ ಸಂಗಡವಾಗಿರುವುದಾದರೆ, ನಮ್ಮ ಪ್ರಾರ್ಥನೆ ಇತರ ದೇವರುಗಳನ್ನು ಅವಲಂಬಿಸಿರುವುದಾದರೆ ಆ ಪ್ರಾರ್ಥನೆಯು പൂർണ്ണವಾಗಿ ಅಪಜಯಗೊಳ್ಳುತ್ತದೆ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പത്രോസിനു വേണ്ടി ദൈവസഭ ശക്തിയോടെ പ്രാർത്ഥിക്കുകയാണ്. ಅಪೊಸ್ತಲ ಕೃತ್ಯ 12ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಬಂಧನಕ್ಕೆ ಒಳಪಟ್ಟಂತ ಪೇತ್ರನಿಗೋಸ್ಕರ ಸಭೆ ಶ್ರದ್ಧೆಯಿಂದ ಪ್ರಾರ್ಥಿಸುವುದನ್ನು ಗಮನಿಸಬಹುದು. സ്തോത്രം. ಸ್ತೋತ್ರ. ആ കാലഘട്ടങ്ങളിൽ ഹൗസ് ചർച്ചകളായിരുന്നു. ಅಂತ ಸಮಯಗಳಲ್ಲಿ ಮನೆಯಲ್ಲಿ ಅವರು ಒಂದುಗೂಡುತ್ತಾ ಇದ್ದರು. ഭവനങ്ങളിലാണ് അവർ ഒരുമിച്ച് കൂടിയിരുന്നത്. ಮನೆಯ ಸಭೆಗಳಲ್ಲಿ ಅವರು ನೆರೆದು ಬರ್ತಾ ಇದ್ದರು. ഭവനങ്ങളിൽ അവർ ഒരുമിച്ച് കൂടുന്ന ആ വേളകളിൽ സ്തോത്രം അവർ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തിരുന്നു. ಅವರು ಮನೆಗಳಲ್ಲಿ ಒಂದು ಸೇರುವಾಗ ದೇವರನ್ನು ಆರಾಧಿಸುವುದು, ಪ್ರಾರ್ಥಿಸುವುದು, ದೇವರನ್ನು ಮಹಿಮೆಪಡಿಸುವುದು ಆಗಿತ್ತು ಅವರ ಕೃತ್ಯ. സുവിശേഷം നിമിത്തം പത്രോസ് കാരാഗ്രഹത്തിലായപ്പോൾ, ಸುವಾರ್ತೆ ನಿಮಿತ್ತವಾಗಿ
ಸೌಲನು ಬಂಧನಕ್ಕೊಳಗಾದಾಗ ദൈവസഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ದೇವರ ಸಭೆಯು ಪೇತ್ರನಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಿತು. നോക്കണം, ഒരു വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മറ്റെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ദൈവത്തോട് അപേക്ഷിക്കാനുണ്ടായ ഒരു ഒരുക്കമെന്ന് പറയുന്നത് ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകതയാണ്. ಗಮನಿಸಿರಿ, ಆಮೇಲೆ ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ ಒಂದು ವಿಷಯವು ಬಂದಾಗ, ಇಕ್ಕಟ್ಟಿನಲ್ಲಿ ಆತನು ಸಿಲುಕಿಕೊಂಡಾಗ ಸಭೆಯು ಒಂದು ಸೇರಿ ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸುವುದಕ್ಕೆ ಮನಸ್ಸು ಮಾಡುವಂತ ಒಂದು ಅನುಭವವಾಗಿತ್ತು ಹಳೆಯ ಕಾಲಗಳಲ್ಲಿ ದೇವರ ಸಭೆಯು. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിരുന്നാൽ ചില സമയങ്ങൾ കഴിയുമ്പോൾ നമുക്ക് പോകേണ്ട സമയം, അല്ലെങ്കിൽ നമ്മുടെ ബസ്സിൻ്റെ സമയം, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യത്തിന് പോകണം, നമ്മൾ ഇട്ടേച്ച് പോകും. പക്ഷേ ആദിമ നൂറ്റാണ്ടിലെ സഭ അങ്ങനെയല്ല. പ്രാർത്ഥനയ്ക്കിരുന്നാൽ മറുപടി കണ്ടിട്ടേ അവരെഴുന്നേറ്റിട്ടുള്ളൂ. ನಾವು ಪ್ರಾರ್ಥನೆಗೆ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಕುಳಿತುಕೊಳ್ಳುವಾಗ ಈ ತರ ಅನೇಕ ವಿಧವಾದ ಒತ್ತಡಗಳ ನಿಮಿತ್ತವಾಗಿ ನಮ್ಮ ಪ್ರಾರ್ಥನೆಯನ್ನು ಮುಂದುವರಿಸೋದಕ್ಕೆ ಆಗದೆ ಆ ಪ್ರಾರ್ಥನೆಯನ್ನು ನಾವು ಆಮೇಲೆ ಕೊನೆಗೊಳಿಸಿ ನಾವು ಇತರ ಸಂಗತಿಗಳಿಗೆ ಹೋಗುತ್ತೇವೆ. ಆದರೆ ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಆ ಹಳೆಯ ಸಭೆಗಳಲ್ಲಿ ಆಗಿರಲಿಲ್ಲ. അപ്പോസ്തല പ്രവൃത്തിയിലെ മൊത്തം പ്രാർത്ഥനകൾ അങ്ങനെ തന്നെയാണ്. ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳಲ್ಲಿ ನಿರಂತರವಾದ ಪ್ರಾರ್ಥನೆ ನೋಡುತ್ತೇವೆ. എവിടെ അവര് പ്രാർത്ഥിക്കാനിരുന്നോ അവരുടെ മറുപടി അവർ കണ്ടിട്ടേ പ്രാർത്ഥന നിർത്തിയിട്ടുള്ളൂ. ಯಾವಾಗೆಲ್ಲ ಅವರು ಪ್ರಾರ್ಥನೆಗೋಸ್ಕರ ಸಮಯವನ್ನು ಬೇರ್ಪಡಿಸಿದರೋ ಅವರು ಉತ್ತರವನ್ನು ಕಂಡುಕೊಂಡವರಾಗಿ ಆ ಪ್ರಾರ್ಥನೆಯನ್ನು ಮುಕ್ತಾಯಗೊಳಿಸಿದರು. ദൈവകൃപ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആവശ്യമുണ്ട്? ಅಂತ ಒಂದು ದೇವರ ಕೃಪೆ ಎಷ್ಟು ಮಂದಿಗೆ ಬೇಕಾಗಿದೆ? ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയെ കുറിച്ച് കേൾക്കുകയല്ല, ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരാൻ പോകുകയാണ്. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಕುರಿತಾಗಿ ತಿಳುಕೊಳ್ಳುವಂತದಲ್ಲ, ಪ್ರಾರ್ಥನೆಯ ಆತ್ಮನನ್ನು ನಿಮ್ಮ ಮೇಲೆ ಆತನು ಸುರಿಸುವಾತನಾಗಿದೆ. കരങ്ങൾ രണ്ടും ചേർത്തടിച്ച് ಕರಗಳು ತಟ್ಟಿ ದೇವರನ್ನು ಮಹಿಮೆಪಡಿಸುವ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനത്തിലായിരിക്കുന്ന പത്രോസിനു വേണ്ടി ദൈവസഭ ഒരു കൂട്ടം സഹോദരിമാർ അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ಬಂಧಿಸಲ್ಪಟ್ಟಂತ ಪೇತ್ರನಿಗೋಸ್ಕರ ಒಂದು ಗುಂಪು ಸಹೋದರಿಯರು ಅವರು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസികൾ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ കുറവാണ്. ಈ ಸನ್ನಿವೇಶಗಳಲ್ಲಿ ವಿಶ್ವಾಸಿಗಳು ದೇವ ಸೇವಕರಿಗೋಸ್ಕರ സഭാപാലಕರಿಗೋಸ್ಕರ പ്രാർത്ഥನೆ ಮಾಡುವುದು ಬಹಳ ವಿರಳವಾಗಿದೆ. എത്രയോ പോരാട്ടങ്ങൾ, എത്രയോ പ്രതിസന്ധികൾ, എത്രയോ കഷ്ടപ്പാടുകൾ, എത്രയോ വിലകൊടുപ്പുകൾ കൊണ്ടാണ് ദൈവത്തിന്റെ വേലയിൽ ഇന്ന് ലക്ഷക്കണക്കിന് ദൈവദാസന്മാർ നിലനിൽക്കുന്നത്. ಎಷ್ಟೊಂದು ಪ್ರಯಾಸಗಳು, ಕಾಠಿಣ್ಯತೆಗಳು, ಇಕ್ಕಟ್ಟುಗಳು ಅವರು ಎದುರಿಸಿ ಸೇವಕರುಗಳು ಸೇವೆಯನ್ನು ಬೆಲೆ ಕೊಟ್ಟು ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. നിങ്ങൾക്കറിയാമോ, പാശ്ചാത്യ രാജ്യങ്ങളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ദൈവദാസന്മാരാണ് ഓരോ മാസവും ദൈവത്തിന്റെ വേല അല്ലെങ്കിൽ ശുശ്രൂഷ നിർത്തി അവർ ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ಪಾಶ್ಚಾತ್ಯ ರಾಜ್ಯಗಳಲ್ಲಿ 100ಕ್ಕಿಂತಲೂ ಹೆಚ್ಚು ಸೇವಕರುಗಳು ತಮ್ಮ ಸೇವೆಯನ್ನು ಮಾಡುತ್ತಿದ್ದವರು ಅವರು ತಮ್ಮ ಸೇವೆಯನ್ನು ಕೊನೆಗೊಳಿಸಿ ಇತರ ಕೆಲಸಗಳಿಗೋಸ್ಕರವಾಗಿ ಅವರು ತಮ್ಮನ್ನು ತೊಡಗಿಸಿಕೊಳ್ತಾ ಇದ್ದಾರೆ. നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിൽ അങ്ങനെയുള്ള വാർത്തകളൊക്കെ അതുപോലെയൊക്കെ ഒന്നുമില്ല, വളരെ കുറവാണ്. ಆದರೆ ಭಾರತದಂತಹ ದೇಶದಲ್ಲಿ ಅಂತಹ ಒಂದು ಸನ್ನಿವೇಶಗಳು ಯಾರಿಗೂ ಇಲ್ಲ, ಬಹಳ ವಿರಳವಾಗಿದೆ. എത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ച്, എത്രയോ ദാരിദ്ര്യങ്ങൾ, എത്രയോ ശത്രുത്വങ്ങൾ, എത്രയോ മാനസിക വിധകൾ സഹിച്ചാണ് ഓരോ ദൈവദാസന്മാരും ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ಎಷ್ಟೊಂದು ಕಷ್ಟ, ವಿರೋಧತ್ವ, ಒಂಟಿತನ ಇವುಗಳನ್ನೆಲ್ಲ ಅನುಭವಿಸಿಕೊಂಡು ಸೇವಕರುಗಳು ತಮ್ಮ ಸೇವೆಯನ್ನು ಮುಂದುವರಿಸ್ತಾ ಇದ್ದಾರೆ. ഇന്ന് പകൽക്കാലം ഓരോ ദൈവ പൈതലിന്റെയും ഉത്തരവാദിത്തമാണ് ഈ തലമുറയിൽ പ്രയോജനപ്പെടുന്ന എല്ലാ ദൈവദാസന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നുള്ളത്. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಒಬ್ಬೊಬ್ಬ ವಿಶ್ವಾಸಿಗಳ ದೇವಜನರ ಜವಾಬ್ದಾರಿಯಾಗಿದೆ ಈ ತಲೆಮಾರಲ್ಲಿ ಸೇವೆ ಮಾಡುವಂತಹ ಸೇವಕರುಗಳಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುವುದು. എത്രയോ കിലോമീറ്ററുകളാണ് ഓരോ ദൈവദാസന്മാർ ഓരോ ദിവസങ്ങളും യാത്ര ചെയ്യുന്നത്. ಎಷ್ಟು മൈലുಗಟ್ಟಲೆ ಸಂಚಾರ ಮಾಡಿ ಸೇವೆ ಮಾಡುವಂತ ಸೇವಕರಿದ್ದಾರೆ. എത്രയോ പൈശാചിക പോരാട്ടങ്ങളാണ് ഓരോ ദിവസവും ദൈവത്തിന്റെ ദാസന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ಎಷ್ಟೊಂದು ಸೈತಾನನ ವಿರೋಧಗಳು, ಹೋರಾಟಗಳನ್ನು ಅವರು ಎದುರಿಸ್ತಾ ಇದ್ದಾರೆ. ഇത്രയും പ്രശ്നങ്ങളും ഉത്തരവാദിത്വങ്ങളുള്ളപ്പോൾ വളരെ ധീരതയോടെ ദൈവത്തിന്റെ വേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, അവരുടെ ആയുസ്സിന് വേണ്ടി, അവരുടെ കുടുംബജീവിതത്തിന് വേണ്ടി, അവരുടെ നന്മകൾക്ക് വേണ്ടി, അവരുടെ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ദൈവസഭയുടെ ദൈവമക്കളുടെ ഉത്തരവാദിത്വമാണ്. ಇಷ್ಟೆಲ್ಲ ಸೇವೆಯ ಜವಾಬ್ದಾರಿಯನ್ನು ಹೊತ್ತುಕೊಂಡವರಂತ ಜೀವಿತದಲ್ಲಿ ಹೋರಾಟಗಳು
ಅವರು ಒಂದಾಗಿ ಅವರು ಅನುಭವಿಸುವಾಗ ಎಷ್ಟೋ ಮಂದಿ ಶಾರೀರಿಕವಾಗಿ, ಮಾನಸಿಕವಾಗಿ, ಆರ್ಥಿಕವಾಗಿ ಸೇವೆಯಲ್ಲಿ കഷ്ടವನ್ನು അനുഭവിಸುವಾಗ അവരിಗೋಸ್ಕರ പ്രാർത്ഥിಸುವಂತ ജവാബ്ദാരിಯನ್ನು ഒത്തുಕೊಳ್ಳೋರಾಗಿ ഇന്ന് പകൽക്കാലം നിങ്ങളൊരു തീരുമാനത്തിലേക്ക് കടന്നു വരിക. ഞാൻ എന്നെ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ സുവിശേഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ പ്രവാചകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി ഇടവിൽ നിൽക്കുന്ന എൻ്റെ ദൈവദാസന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ദിവസവും ഞാൻ സമയങ്ങൾ അതിനു വേണ്ടി വേർതിരിക്കും എന്ന് തീരുമാനമെടുക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഇവിടെയുണ്ട്. ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ പകരപ്പെടുകയാണ്. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಒಂದು ತೀರ್ಮಾನಕ್ಕೆ ನಾವು ಬರುವ. ಅಪೊಸ್ತಲರಿಗೋಸ್ಕರವಾಗಿ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತೇನೆ, ಪ್ರವಾದಿಗಳಿಗೋಸ್ಕರವಾಗಿ ನಾನು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ, ಸುವಾರ್ತಿಕಗೊಳಿಸುವಂತವರಿಗಾಗಿ ನಾನು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ, ನನಗೋಸ್ಕರವಾಗಿ ಸಭೆಯಲ್ಲಿ ಪಾಲನೆ ಮಾಡುವಂತ ಸಭಾ ಪಾಲಕರಿಗೋಸ್ಕರ ನಾನು ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸುತ್ತೇನೆ ಎಂಬ ತೀರ್ಮಾನಕ್ಕೆ ನಾವು ಬರುವುದಾದರೆ ಪವಿತ್ರಾತ್ಮ ನಮ್ಮಲ್ಲಿ ಕಾರ್ಯ ಮಾಡುತ್ತಾನೆ. Praise the Lord. Praise the Lord. ഇടിവിൽ നിൽക്കുന്ന ദൈവജനം ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ. മധ്യസ്ഥിಕೆ ವಹಿಸುವಂತ ಜನರು ಇಲ್ಲಿ ಎದ್ದೇಳಲಿ. നിന്റെ പ്രാർത്ഥന ശക്തിപ്പെടുമ്പോറും ദൈവരാജ്യത്തിന്റെ വ്യാപ്തി നിന്റെ കണ്ണുകൾ കൊണ്ട് നിനക്ക് കാണുവാൻ കഴിയും. ನಿನ್ನ ಪ್ರಾರ್ಥನೆಯು ಬಲ ಹೊಂದುವಾಗ ದೇವರ ರಾಜ್ಯದ ವಿಸ್ತಾರವು ಅದು ಇನ್ನೂ ವಿಸ್ತರಿಸಪಡುವಂತದಾಗಿದೆ. Praise the Lord. Hallelujah. ദൈവസഭ പത്രോസിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ದೇವರ ಸಭೆಯು ಪೇತ್ರನಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದೆ. പത്രോസ് ബന്ധനത്തിലായിരുന്നപ്പോൾ അവൻ അത് നല്ലതാണ്, ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് പറഞ്ഞ് ആരും മാറി നിന്നില്ല. ಪೇತ್ರನು ಸೆರೆಮನೆಗೆ ಹಾಕಲ್ಪಟ್ಟಾಗ ಅದು ಒಳ್ಳೆಯದು, ದೇವರು ಕೊಟ್ಟ ಶಿಕ್ಷೆ ಎಂಬುದಾಗಿ ಹೇಳಿ ಯಾರು ದೂರವಾಗಲಿಲ್ಲ. ഒരു ദൈവദാസനോ ഒരു കൂട്ടുവിശ്വാസിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ എന്താണ്? ಒಬ್ಬ ಸೇವಕರಿಗೆ ಅಥವಾ ವಿಶ್ವಾಸಿಗೆ ನಡೆಯುವಂತ ಘಟನೆಗಳಲ್ಲಿ ನಾವು ಎಷ್ಟೆಲ್ಲ ಅಭಿಪ್ರಾಯಗಳನ್ನು ಹೇಳುತ್ತೇವೆ. ಸ್ತೋತ್രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. Praise the Lord. Praise the Lord. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കരಗಳ മേലെത്തി ഹല്ലേലൂയ ಹೇಳುವ. എന്തൊക്കെ അഭിപ്രായങ്ങളാണ് നമ്മുടെ നാവിൽ നിന്ന് വെളിപ്പെടുന്നത്? ಎಂತೆಲ್ಲ ಅಭಿಪ್ರಾಯಗಳನ್ನು ನಾವು ಹೇಳಿಕೊಳ್ಳುತ್ತೇವೆ. പക്ഷെ കഷ്ടം അനുഭവിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു പ്രാർത്ഥനയുടെ ദാഹം നമുക്ക് ഇന്ന് പകലിൽ ഉണ്ടാകണം. ಆದರೆ ಕಷ್ಟವನ್ನು ಅನುಭವಿಸುವಂತವರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುವಂತ ಪ್ರಾರ್ಥನೆಯ ಆತ್ಮವು ನಾವು ಹೊಂದಿಕೊಳ್ಳಬೇಕು. ദൈവസഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാരാഗ്രഹത്തിൽ ദൈവത്തിന് ദൂതൻ ഇറങ്ങിയെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. ದೇವರ ಸಭೆಯು ಪೇತ್ರನಿಗೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದಾಗ ಸೆರೆಮನೆಯಲ್ಲಿ ದೇವದೂತನು ಇಳಿದು ಬಂದನೆಂಬುದಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. പ്രാർത്ഥന വർദ്ധിക്കുമ്പോൾ ദൂതന്മാരുടെ ശുശ്രൂഷ വർദ്ധിക്കും. ನಿನ್ನ ಪ್ರಾರ್ಥನೆ ಹೆಚ್ಚುವಾಗ ದೇವದೂತರ ಸೇವೆ ಕೂಡ ಹೆಚ್ಚುತ್ತದೆ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. ആമേൻ. അവൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ಅಪೊಸ್ತಲ ಕೃತ್ಯ 10ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಕೊರ್ನೇಲಿನ ಮನೆಯಲ್ಲಿ ಆ ದೇವದೂತನು ಇಳಿದು ಬಂದನು. ಕಾರಣ ಅವನು ಪ್ರಾರ್ಥಿಸುವ ವ್ಯಕ್ತಿಯಾಗಿದ್ದನು. ദൈവസഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി ഉറങ്ങിക്കിടക്കുന്ന പത്രോസിനെ തട്ടി ഉണർത്തി 1-ാം കാവലും 2-ാം കാവലും ഒക്കെ ഭേദിച്ച് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. ದೇವರ ಸಭೆಯು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದಾಗ ದೇವದೂತನು ಪೇತ್ರನು ಇದ್ದಂತ ಸೆರೆಮನೆಯಲ್ಲಿ ಇಳಿದು ಆತನನ್ನು ನಿದ್ರೆಯಿಂದ ಎಚ್ಚೆತ್ತುಗೊಳಿಸಿ ಆಮೇಲೆ ನಾವು ನೋಡುತ್ತಾ ಇದ್ದೇವೆ 1ನೇ ಬಾಗಿಲು 2ನೇ ಬಾಗಿಲನ್ನು ಭೇದಿಸಿ ಅವನನ್ನು ದೇವದೂತನು ಹೊರಗೆ ತರುತ್ತಾ ಇದ್ದಾನೆ. എന്റെ ചോദ്യം ഇതാണ്, ഉറങ്ങിക്കിടക്കുന്ന പത്രോസ് നോട് എനിക്കൊരു ചോദ്യമുണ്ട്. പത്രോസേ, നിന്നെ ചില ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത ദിവസം കൊല്ലാൻ പോകുകയാണ്, നിന്റെ ജീവിതം തീരാൻ പോകുകയാണ്, എങ്ങനെ നിനക്ക് ഉറങ്ങാൻ പറ്റി? ನಿದ್ದೆ ಮಾಡುತ್ತಿದ್ದಂತ ಪೇತ್ರನಲ್ಲಿ ನನ್ನ ಒಂದು ಪ್ರಶ್ನೆ ಇದೆ. ಪೇತ್ರನೇ, ನಾಳೆ ವಧೆಗೆ ಒಳಪಡಿಸುವಂತ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಇವತ್ತು ಹೇಗೆ ನಿದ್ರಿಸ್ತಾ ಇದ್ದೀಯಾ? സ്തോത്രം. പത്രോസ് പറഞ്ഞിട്ടില്ലെങ്കിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ಪೇತ್ರನು ಹೇಳದಿದ್ದರು, ಪೌಲನು ಹೇಳಿದಾನೆ, ಜೀವಿಸುವುದಾದರೆ ಕ್ರಿಸ್ತನು, ಸಾಯುವುದು ನನಗೆ ಲಾಭ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. ദൈവ പൈതന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന സമാധാനം അതാണ്. ಒಬ್ಬ ದೇವರ ಮಗುವಿನ ಜೀವಿತದಲ್ಲಿ ಆ ಕಾರ್ಯ ಮಾಡುವಂತದ್ದು ದೇವರ ಸಮಾಧಾನವಾಗಿದೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಹಲ್ಲೆಲೂಯಾ. നമ്മുടെ കർത്താവ് സമാധാന പ്രഭുവാണ്. ನಮ್ಮ ದೇವರು ಸಮಾಧಾನ ಪ್ರಭುವಾಗಿದ್ದಾನೆ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആഴത്തിന്റെ ആഴത്തിൽ
അവൻ ശരിക്കും സമാധാനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉണ്ടോ? ನಾನು ನಿಮ್ಮಲ್ಲಿ ಪ್ರಶ್ನೆ ಕೇಳುತ್ತಾ ಇದ್ದೇನೆ, ನಿಮ್ಮ ಅಂತರಂಗದಲ್ಲಿ ನಿಜವಾದ ಸಮಾಧಾನವನ್ನು ನೀವು ಅನುಭವಿಸ್ತಾ ಇದ್ದೀರಾ? ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്ക്, ശരിക്കും ഒരു സമാധാനം നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ಯಾವ ಸಮಸ್ಯೆ ಇಲ್ಲ ಎಂಬುದಾಗಿ ನೀವು ಹೇಳುತ್ತಿದ್ದರೂ ನಿಜವಾದ ಸಮಾಧಾನವನ್ನು ನೀವು ಅನುಭವಿಸ್ತಾ ಇದ್ದೀರಾ? Praise the Lord. Praise the Lord. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಕರಗಳನ್ನು ಮೇಲೆ ಕೆತ್ತಿ ಹಲ್ಲೆಲೂಯ ಹೇಳುವ. Praise the Lord. Praise the Lord. ആമേൻ. പത്രോസിന്റെ മേൽ വ്യാപരിച്ച സമാധാനം എന്ന് പറയുന്നത് ദൈവത്താൽ തനിക്ക് ലഭ്യമായ സമാധാനമാണ്. ಪೇತ್ರನು ಅನುಭವಿಸಿದ ಸಮಾಧಾನವೆಂದರೆ ದೇವರಿಂದ ಹೊಂದಿದ ಸಮಾಧಾನವಾಗಿತ್ತು. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. പത്രോസിന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ സ്തോത്രം എന്തെല്ലാം പരിപാടി നമ്മൾ ഒപ്പിച്ചേനെ. ಪೇತ್ರನ ಸ್ಥಾನದಲ್ಲಿ ನಾವು ಅಥವಾ ನೀವುಗಳು ಆಗಿದ್ರೆ ಏನೇನೋ ಘಟನೆಗಳು ನಡೆಯುತ್ತಿತ್ತು. അറിയാവുന്ന എല്ലാ സഭകളിലും അറിയിക്കും, ഇന്ന ദൈവദാസൻ ജയിലിലാണ്, നാളെ ചിരച്ഛേദം ചെയ്ത് കൊല്ലാൻ പോകുകയാണ്. ദൈവസഭകളെല്ലാം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ನಮಗೆ ಪರಿಚಯ ಇರುವ ಸಭೆಗಳಿಗೆಲ್ಲ ಸಂದೇಶವನ್ನು ರವಾನಿಸ್ತೇವೆ, ನಾಳೆ ಸೇವಕರ ವಧೆ ಶಿಕ್ಷೆಯಾಗಿದೆ, ಆದ್ದರಿಂದ ದೇವರ ಸಭೆಗಳೆಲ್ಲರೂ ನೀವು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. പറ്റുന്നവർക്കെല്ലാം വാട്സപ്പ് ചെയ്യും, പറ്റുന്നവർക്കെല്ലാം മെസ്സേജുകൾ അയക്കും. സ്തോത്രം. ഫേസ്ബുക്കിലിടും. ആമൻ. എന്തൊക്കെ ഏതൊക്കെ രീതികളിൽ മറ്റുള്ളവരെ പ്രാർത്ഥന അപേക്ഷിക്കാൻ പറ്റുമോ അതൊക്കെ അപേക്ഷിച്ചിട്ട് എനിക്കൊരു സമാധാനവും അനുഭവിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും പത്രോസ് സുന്ദരമായി കിടന്നു ഉറങ്ങി എന്ന് പറഞ്ഞാൽ അവൻ പത്രോസിന്റെ മേൽ വ്യാപരിച്ച സമാധാനം എത്രയോ വലുതാണ്. ನಾವಾದರೆ ಮಾಧ್ಯಮಗಳಲ್ಲಿ ಹರಡಿ ಪ್ರಾರ್ಥನೆಗೋಸ್ಕರವಾಗಿ ಬೇಡಿಕೆಯನ್ನು ವ್ಯಕ್ತಪಡಿಸುತ್ತೇವೆ. ಆದರೆ ಪೇತ್ರನ ಕಾಲದಲ್ಲಿ ಇಂಥ ವ್ಯವಸ್ಥೆಗಳು ಇಲ್ಲದಿದ್ದರೂ ಆತನು ಹಾಯಾಗಿ ಮಲಗಿ ನಿದ್ದೆ ಮಾಡುತ್ತಾ ಇದ್ದಾನೆ, ಯಾಕಂದರೆ ಆತನಲ್ಲಿ ಕಾರ್ಯ ಮಾಡುವಂತ ಪವಿತ್ರಾತ್ಮನ ಶಕ್ತಿಯಾಗಿತ್ತು. ഉറങ്ങിക്കിടന്ന പത്രോസിനെ തട്ടി ഉണർത്തി പുറത്തു കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ പത്രോസിന്റെ ചിന്ത ഇതാണ്, എവിടെയാണ് പോകേണ്ടത്? ನಿದ್ದೆ ಮಾಡುತ್ತಿದ್ದಂತ ಪೇತ್ರನನ್ನು ಎಬ್ಬಿಸಿ ಹೊರಗೆ ತಂದಾಗ ತನ್ನ ನಂತರದ ಆಲೋಚನೆ, ಎಲ್ಲಿಗೆ ನಾನು ಹೋಗಬೇಕು, എവിടെയാണ് പോകേണ്ടത്, ಎಲ್ಲಿಗೆ ಹೊರಟು ಹೋಗಬೇಕು? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഇന്റർനെറ്റ് സംവിധാനമോ ഫോൺ സംവിധാനമോ ഒന്നുമില്ലെങ്കിലും പത്രോസിന്റെ ഉള്ളിൽ തോന്നി ഇന്ന സ്ഥലത്ത് പോകണം. സ്തോത്രം. ഇന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഏതാണ്? പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച സ്ഥലത്ത്. സ്തോത്രം. ಹೀಗಿರುವಂತ ಯಾವ ಒಂದು ಸಲಹೆ ಸೂಚನೆಗಳು ಅವತ್ತು ಇಲ್ಲದಿದ್ದರೂ ಮೊಬೈಲ್ ನಂತ ಅಥವಾ ಅಂತರ್ಜಾಲಗಳು ಇಲ್ಲದಂತ ಸಮಯದಲ್ಲಿ ಪೇತ್ರನ ಒಳಗೆ ದೇವರಾತ್ಮನು ಇಂಥ ಕಡೆಗೆ ಹೋಗು ಎಂಬುದಾಗಿ ನಿರ್ದೇಶನವನ್ನು ಕೊಡುತ್ತಾನೆ. ഇന്ന് പകൽക്കാലം ഈ സഭയെ നോക്കി ആത്മാവ് പ്രവചിച്ചു പറയട്ടെ. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಸಭೆಯನ್ನು ನೋಡಿ ದೇವರಾತ್ಮನು ഈ ಹೇಳುವುದೇನೆಂದರೆ, സഭയ്ക്കകത്തിരുന്ന് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന വ്യക്തികൾ ഇനിയും എഴുന്നേൽക്കുമെങ്കിൽ ആമേൻ, ദേശത്തിലെ ഒരു കൂട്ടം പേർ ഇതിനകത്ത് കടന്നു വരാൻ പോകുന്നു. നോട്ടീസ് വേണ്ട, പോസ്റ്റർ വേണ്ട, മറ്റൊരു സംവിധാനം ഇല്ലെങ്കിൽ പോലും അതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതില്ലെങ്കിൽ പോലും ആമേൻ, ദൈവം ചിലർക്ക് വെളിപ്പാട് കൊടുത്ത് ഇതിനകത്ത് ചിലരെ അയക്കാൻ പോകുകയാണ്. ದೇವರ ಸಭೆಯು ಒಟ್ಟಾಗಿ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ನಿರತರಾಗುವುದಾದರೆ, ದೇಶಕ್ಕೋಸ್ಕರವಾಗಿ ಮಧ್ಯಸ್ಥಿಕೆಯನ್ನು ವಹಿಸುವುದಕ್ಕೆ ತಯಾರಾಗುವುದಾದರೆ, ಅನೇಕ ಶ್ರೇಷ್ಠರಾದ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳನ್ನು ಅನೇಕರನ್ನು ಈ ಸಭೆಗೆ ಒಳಗೆ ತರುತ್ತಾನೆ. ಅದಕ್ಕೆ ಯಾವುದೇ ಒಂದು ಅಡ್ವರ್ಟೈಸ್ಮೆಂಟ್ಗಳು ಬೇಕಾಗಿಲ್ಲ. Hallelujah. 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 പത്രോസ് നടന്നു, മാർച്ച് ചെയ്തു പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച സ്ഥലത്തേക്ക്. ಪೇತ್ರನು ನಡೆದಾಡಿದನು. ಎಲ್ಲಿಗೆ? ಪೇತ್ರನಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸಿದ ಸ್ಥಳಕ್ಕೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പത്രോസ് അറിഞ്ഞില്ല. പക്ഷേ ആത്മാവ് അവനെ അങ്ങോട്ട് പോകാൻ പ്രേരിപ്പിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ ചെന്ന ഭവനത്തിന്റെ വാതിലിൽ തട്ടി. സ്തോത്രം. ಪೇತ್ರನಿಗೋಸ್ಕರ ಒಂದು ಗುಂಪು ಜನರು ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದಾರೆ ಎಂಬುದಾಗಿ ಪೇತ್ರನಿಗೆ ತಿಳಿದು ಬಂದಿಲ್ಲ. ಆದರೆ ದೇವರಾತ್ಮನು ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದವರ ಮಧ್ಯದಲ್ಲಿ ಹೋಗುವಂತೆ ನಿರ್ದೇಶನವನ್ನು ಕೊಡುತ್ತಾನೆ. നീ ഒരു പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉടമയാണെങ്കിൽ ആമേൻ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കൺമുൻപിൽ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ನೀನೊಬ್ಬ ಪ್ರಾರ್ಥನೆಯ ವೀರಳಾಗಿರುವುದಾದರೆ ನಿನ್ನ ಬಳಿಗೆ ನಿನ್ನ ಪ್ರಾರ್ಥನಾ ವಿಷಯವನ್ನು ದೇವರು ನಿನ್ನ ಕಣ್ಣ ಮುಂದೆ ತರುತ್ತಾನೆ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ಕರಗಳ ಮೇಲಕ್ಕೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസഭ ജീവിക്കുന്ന ദൈവത്തെ നോക്കി
പ്രാർത്ഥിച്ചപ്പോൾ അവൻ പത്രോസിനെ അവൻ കാരാഗ്രഹത്തിൽ ബന്ധിച്ച് കൊല്ലാനായി ശ്രമിച്ച ആ വലിയ നുകത്തിൽ നിന്നും ആ അഭിഷക്തനെ വിടുവിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം എത്രയോ അഭിഷക്തന്മാർ വെല്ലുവിളികളിലൂടെ കടന്നു വെക്കൊണ്ടിരിക്കുമ്പോൾ, എത്രയോ ദൈവദാസന്മാർ പോരാട്ടങ്ങളിലൂടെ കടന്നു വെക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, അവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥന ദൈവസഭയ്ക്കകത്ത് നിന്ന് വെളിപ്പെടട്ടെ. ದೇವರ ಸಭೆಯು ಜೀವಿಸುವ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದಾಗ ಪೇತ್ರನನ್ನು ಸವಾಲುಗಳಿಂದ ಅಥವಾ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ವಧೆಗೆ ಒಳಪಡಿಸಲಿಕ್ಕಿರುವಂತಹ ಪೇತ್ರನನ್ನು ದೇವರು ಹೊರಗೆ ತಂದಿರುವುದಾದರೆ ಇಂಥ ಈ ದಿನಗಳಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಕಷ್ಟವನ್ನು ಅನುಭವಿಸುವ ಸೇವಕರುಗಳು ಎಷ್ಟೋ ಮಂದಿ ಇದ್ದಾರೆ. ಅವರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ದೇವರು ಅವರನ್ನು ಹೊರಗೆ ತರುವಾತನಾಗಿರುತ್ತಾನೆ. നമ്മുടെ പ്രാർത്ഥന വർദ്ധിക്കുന്തോറും ശക്തരായ ദൈവത്തിന്റെ ദാസന്മാരെ കർത്താവ് ദേശത്തിൽ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കും. ನಮ್ಮ ಪ್ರಾರ್ಥನೆಯು ದಿನದಿಂದ ದಿನಕ್ಕೆ ಹೆಚ್ಚಾಗುವಾಗ ಅನೇಕ ಶಕ್ತರಾದ ದೇವ ಸೇವಕರು ದೇವರು ಎಬ್ಬಿಸುವಾತನಾಗಿರುತ್ತಾನೆ. നമ്മുടെ ബൈബിൾ കോളേജുകളുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല. ಸತ್ಯವೇದ ಪಾಠಶಾಲೆಗಳಿಗೆ ಯಾವ ಕಡಿಮೆ ಇಲ್ಲ. സ്തോത്രം. ലീഡേഴ്സ് ട്രെയിനിങ്ങിന് ഒരു കുറവുമില്ല. ನಾಯಕತ್ವ ತರಬೇತಿಗಳಿಗೆ ಯಾವ ಕೊರತೆಯೂ ಇಲ್ಲ. പവർ കോൺഫറൻസുകൾക്ക് ഒരു കുറവുമില്ല. ಪವರ್ ಕಾನ್ಫರೆನ್ಸ್ ಅಂತ ಕೂಟಗಳಿಗೆ ಯಾವ ಕಡಿಮೆ ಇಲ್ಲ. പക്ഷേ പ്രാർത്ഥന ഉണ്ടെങ്കിലേ ശക്തരായ അഭിഷക്തന്മാർ ദേശത്തിന്റെ മധ്യത്തിൽ നിന്ന് പുറത്തു വരുമെന്നുള്ള വെളിപ്പാടിന്ന് പകൽക്കാലം പ്രാപിക്കുന്ന ദൈവജനം ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ തയ്യാറാകട്ടെ. ಇದೆಲ್ಲ ಇದ್ದರೂ ಪ್ರಾರ್ಥಿಸುವ ದೇವಜನರು ಇರುವುದಾದರೆ ಶಕ್ತರಾದ ಸೇವಕರನ್ನು ದೇವರು ಎಬ್ಬಿಸ್ತಾನೆ ಎಂಬ ಪ್ರಕಟಣೆಯನ್ನು ಹೊಂದಿ ಇರಬೇಕು. രണ്ട് കരങ്ങളും അടിച്ച് ಕರಗಳನ್ನು ತಟ್ಟಿ ಅನ್ಯ ಭಾಷೆಗಳಿಂದ ചില മിനിറ്റുകൾ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡು. നിന്റെ ഭവനത്തിൽ നിന്ന് അഭിഷക്തന്മാർ എഴുന്നേൽക്കാൻ പോകുന്നു. ಮನೆಯಿಂದಲೇ ದೇವರ ಅಭಿಷಕ್ತರನ್ನು ಎಬ್ಬಿಸ್ತಾನೆ. സ്തോത്രം. തള്ളപ്പെട്ട കല്ലിനെ ദൈവം മൂലക്കല്ലാക്കാൻ പോകുന്നു. ತಳ್ಳಲ್ಪಟ್ಟ ಕಲ್ಲನ್ನು ಮೂಲೆಗಲ್ಲಾಗಿ ದೇವರು ನೇಮಿಸಿರುವುದಾದರೆ ഇന്ന് പകൽക്കാല അഭിഷക്തന്മാരുടെ കൃപകളെ ദൈവം വർദ്ധിപ്പിക്കട്ടെ. ಈ ದಿನಗಳಲ್ಲಿ ದೇವರು ಅಭಿಷಕ್ತರಲ್ಲಿರುವಂತಹ ಕೃಪಾವರಗಳನ್ನು ದೇವರು ಹೆಚ್ಚಿಸ್ತಾನೆ. ഈ ദിവസങ്ങളിൽ അഭിഷക്തന്മാരുടെ മേൽ അഭിഷേകം ഇരട്ടിയായി ജ്വലിക്കട്ടെ. ಈ ದಿನಗಳಲ್ಲಿ ಅಭಿಷಕ್ತರ ಮೇಲಿರುವಂತಹ ಅಭಿಷೇಕವು ಎರಡರಷ್ಟಾಗಿ ಹಿಮ್ಮಡಿಯಾಗಿ ಆಶೀರ್ವದಿಸಲ್ಪಡಲಿ. ഇരട്ടിയായി കൃപാവരങ്ങൾ അവരിലൂടെ ഒഴുകട്ടെ. ಎರಡರಷ್ಟು ಪಾಲು ಅಭಿಷೇಕ ಅವರಿಂದ ಪ್ರಕಟವಾಗಲಿ. അവർ കരം വയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. ಅವರು ಕರವನ್ನು ಚಾಚುವಾಗ ರೋಗಿಗಳು ಸ್ವಸ್ಥರಾಗಲಿ. അതിനാവശ്യം നമ്മുടെ വിലപ്പെട്ട പ്രാർത്ഥനയാണ്. ಅದಕ್ಕೆ ಅತಿ ಪ್ರಾಮುಖ್ಯತೆ ನಮ್ಮ ಎಲ್ಲರ ಪ್ರಾರ್ಥನೆಯಾಗಿದೆ. രണ്ട് കരങ്ങളും അടിച്ചു ശക്തിയോടെ പ്രാർത്ഥിച്ചാൽ, ಎರಡು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಲ್ಲಿ ಶಕ್ತವಾಗಿ പകൽക്കാലം ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു അഭിഷേകം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಕೆಲರನ್ನು ಹೊರಗೆ ತರುವುದಕ್ಕೆ ಬೇಕಾದ ಅಭಿಷೇಕವಿಲ್ಲಿ ವ್ಯಾಪಿಸ್ತಾ ಇದೆ. ഇന്ന് പകൽക്കാലം മണ്ണിട്ട് മൂടിക്കളഞ്ഞ ചിലതിനെ ഇന്ന് പകൽക്കാലം ആത്മാവ് പുറത്തു കൊണ്ടുവരുകയാണ്. ಮಣ್ಣಿನಲ್ಲಿ ಊತುವಾಕಿರುವಂತಹ ಕೆಲವು ವಿಷಯಗಳನ್ನು ದೇವರಾತ್ಮನು ಹೊರಗೆ ತರುತ್ತಾನೆ. ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ സ്വർഗം പ്രാർത്ഥനയുടെ ആത്മാവിനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ಕೆಲವರ ಮೇಲೆ പ്രാർത്ഥನೆ ಆತ್ಮವನ್ನು ದೇವರು ಸುರಿಸ್ತಾ ಇದ್ದಾನೆ. രണ്ട് കരങ്ങൾ ഉച്ചത്തിൽ ചേർത്തടിച്ച് അന്യഭാഷകൾ ദൈവത്തിന് ಕರಗಳು ಜೋರಾಗಿ ತಟ್ಟಿ ಅನ್ಯ ಭಾಷೆಗಳು ದೇವರಿಗೆ ಮಹಿಮೆಯನ್ನು ಸಲ್ಲಿಸುವ. ഉച്ചത്തിൽ കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത അസാധാരണ ദൈവശക്തി ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ಅಸಾಧಾರಣವಾದ ದೇವರಾತ್ಮನ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಚಲಿಸ್ತಾ ಇದೆ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അവൻ ആരോട് പ്രാർത്ഥിക്കണമെന്നാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത്. ಯಾರೊಂದಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು ಎಂಬುದಾಗಿ ಇವತ್ತು ನಾವು ಕಲಿತಿದ್ದೇವೆ. അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രാർത്ഥനയുടെ സമയമാണ്. ಇನ್ನು ನಾವು ಧ್ಯಾನಿಸಲಿಕ್ಕಿರುವುದು ಪ್ರಾರ್ಥನೆಯ ಸಮಯ. പ്രാർത്ഥനയെ കുറിച്ച് വ്യത്യസ്ത സമയങ്ങൾ ബൈബിളിനകത്തുണ്ട്. ಪ್ರಾರ್ಥನೆ ಕುರಿತಾಗಿ ವ್ಯತ್ಯಸ್ತವಾದ ಸಮಯಗಳನ್ನು ಸತ್ಯವೇದದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. 55 സങ്കീർത്തനം അതിന്റെ 17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സ്തോത്രം, വൈകുന്നേരത്തും രാവിലെയും ഉച്ചയ്ക്കും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും എന്ന് നമുക്ക് കാണുകയാണ്. 55ನೇ ಕೀರ್ತನೆಯ 10ನೇ ವಾಕ್ಯದಲ್ಲಿ ನೋಡುತ್ತೇವೆ, ಮುಂಜಾನೆಯು ಮಧ್ಯಾಹ್ನವೂ ಸಂಜೆಯು ಯಾವಾಗಲೂ ನನ್ನನ್ನು ನಿನ್ನಲ್ಲಿ ಪ್ರಾರ್ಥಿಸ್ತೇನೆ ಎಂಬುದಾಗಿ. സ്തോത്രം. വൈകുന്നേരത്ത് രാവിലെ ഉച്ചയ്ക്ക്. ಮುಂಜಾನೆ
ಮಧ್ಯಾಹ್ನ ಸಂಜೆ. യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഒരു ദിവസം തുടങ്ങുന്നത് നമ്മുടെ വൈകുന്നേരം 6 മണിക്കാണ്. ಯಹೂದ್ಯರ ಪದ್ಧತಿಯ ಪ್ರಕಾರ ಅವರಿಗೆ ದಿನವು ಆರಂಭವಾಗುವುದು ನಮ್ಮ ಸಾಯಂಕಾಲ 6 ಗಂಟೆಯಿಂದ. അപ്പോൾ അതുകൊണ്ടാണ് വൈകുന്നേരത്തും രാവിലെയും ഉച്ചയ്ക്കും അവിടെ പറയുന്നത്. ಅದಕ್ಕೆ ಅಲ್ಲಿ ನಾವು ನೋಡ್ತೇವೆ ಸಂಜೆಯು ಬೆಳಿಗ್ಗೆಯು ಮಧ್ಯಾಹ್ನವು ಎಂಬುದಾಗಿ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് 3 നേരം പ്രാർത്ഥിക്കുന്നു എന്നാണ്. ಇಲ್ಲಿ ನಾವು ನೋಡುದು 3 ಆವರ್ತಿ ಪ್ರಾರ್ಥಿಸುವುದನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. സ്തോത്രം. നമ്മൾ 3 നേരം ഒരു ദിവസം ചെയ്യുന്ന പരിപാടി എന്താണ്? ನಾವು 3 ಆವರ್ತಿ ಮಾಡುವಂತ ಕಾರ್ಯವೈಖರಿ ಏನಾಗಿದೆ? സ്തോത്രം. സ്തോത്രം പറഞ്ഞേ. ಸ್ತೋತ್ರ ಹೇಳಿ. സ്തോത്രം പറഞ്ഞേ. ಸ್ತೋತ್ರ ಹೇಳಿ. നമ്മൾ 3 ദിവസം 3 പ്രാവശ്യം ഒരു ദിവസം ചെയ്യുന്ന കാര്യം എന്താണ്? ನಾವು 3 ಹೊತ್ತು 3 ಸಲ ಮಾಡುವಂತ ಕಾರ್ಯ ಯಾವುದು? സ്തോത്രം. ಸ್ತೋತ್ರ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಒಂದು ಹಲ್ಲೆಲೂಯ ಹೇಳಿ. നന്നായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಒಳ್ಳೆದಾಗಿ ಒಂದು ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മൾ 3 പ്രാവശ്യം ഒരു ദിവസം ചെയ്യുന്നത് കഴിക്കുകയാണ്. സ്തോത്രം. കഴിക്കരുതെന്നല്ല. 3 ആവർത്തി ಮಾಡುವಂತ ಕಾರ್ಯ ಊಟ ಮಾಡುವಂತದಾಗಿದೆ. ആമേൻ. കഴിക്കരുതെന്ന നന്നായിട്ട് കഴിച്ചോ, നന്നായിട്ട് ആരോഗ്യത്തോടെ ജീവിച്ചോ. പക്ഷേ ഇവിടെ പറയുന്നു, ഭക്തൻ പറയുകയാണ്, ഞാൻ 3 നേരം ഒരു ദിവസം പ്രാർത്ഥിക്കുമെന്ന്. ಭೋಜನ ಮಾಡುವುದಕ್ಕೆ ಅಡ್ಡಿ ಇಲ್ಲ, ಚೆನ್ನಾಗಿ ಭೋಜನ ಮಾಡಬೇಕು, ಚೆನ್ನಾಗಿ ಆರೋಗ್ಯದಲ್ಲಿ ದೇವರ ಮಕ್ಕಳು ಬೆಳೆಯಬೇಕು. ಆದರೆ ಇಲ್ಲಿ ಹೇಳುವಂತ ಸಂಗತಿ 3 ಆವರ್ತಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವ ವಿಷಯವಾಗಿದೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ಅಪೊಸ್ತಲ ಕೃತ್ಯ 16ನೇ ಅಧ್ಯಾಯದ 25ನೇ ವಾಕ್ಯವನ್ನು ಓದುವಾಗ, അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ಮಧ್ಯರಾತ್ರಿಯಲ್ಲಿ ಅವರು ದೇವರನ್ನು ಸ್ತುತಿ ಮಾಡಿದರು ಎಂಬುದಾಗಿ. അർദ്ധരാത്രിയിൽ. സ്തോത്രം. ಮಧ್ಯರಾತ್ರಿಯಲ್ಲಿ ಪೌಲೋಸ್ಯರು ಪ್ರಾರ್ಥನೆ ಮಾಡುವವರಾಗಿದ್ದರು. എല്ലാവരും ശാന്തമായിരിക്കുന്ന സമയം, ಎಲ್ಲವೂ ಶಾಂತವಾಗಿರುವ ಸಮಯ. സ്തോത്രം. എല്ലാവരും വിശ്രമിക്കുന്ന സമയം, ಎಲ್ಲರೂ ವಿಶ್ರಾಂತಿಗೆ ಹೋಗುವಂತ ಸಮಯ. നീ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നിന്നെ നോക്കി ഇന്ന് പകൽക്കാലം പറയുകയാണ്. ನೀನು ಎಚ್ಚೆತ್ತು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕೆಂಬುದಾಗಿ ದೇವರಾತ್ಮನು ನಿನ್ನೊಂದಿಗೆ ಮಾತನಾಡುತ್ತಾನೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ಮಲಯಾಳದಲ್ಲಿ ಹೀಗೆ ಹೇಳ್ತೇವೆ, രാത്രി കിടക്കുമ്പോൾ ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോഴും ರಾತ್ರಿ ಮಲಗುವಾಗ ಜನರು ಪ್ರಾರ್ಥನೆ ಮಾಡುದು, കർത്താവേ നീയെല്ലാം അറിയുന്നു, ഞാനിതാ മറിയുന്നു. സ്തോത്രം. ಕರ್ತನೇ ನೀನೆಲ್ಲ ತಿಳ್ಕೊಂಡಿದಿ, ನಾನೀಗ ಬೀಳುತ್ತೇನೆ ಎಂಬುದಾಗಿ. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. ഞാൻ രാവിലെ തൊട്ട് അവിടെ പോയി ഇവിടെ പോയി ഒത്തിരി കഷ്ടം സഹിച്ചു, ഒത്തിരി ക്ഷീണമാണ് കർത്താവേ, നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ട്, ഒത്തിരി പ്രയാസമാണ്, അതുകൊണ്ട് നീ എല്ലാം അറിയുന്നു, ഞാനിതാ മറിയുന്നു. സ്തോത്രം. ನಾನು ಬೆಳಗಿನಿಂದ ಅಲ್ಲಿಗೆ ಹೋದೆ, ಇಲ್ಲಿಗೆ ಬಂದೆ, ತುಂಬಾ ಬಲಹೀನತೆ ನನ್ನಲ್ಲಿ ಉಂಟು, ತುಂಬಾ ತಲೆನೋವು ಅನುಭವ ಆಗ್ತಾ ಇದೆ, ನಾನು ಆಮೇಲೆ ಮಲಗಿಕೊಳ್ಳುತ್ತೇನೆ ಎಂಬುದಾಗಿ. നിന്റെ ശരീരം അത്ര ക്ഷീണിച്ചിരുന്നാലും ഒരു അഭിഷേകത്തിന് ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ನಿನ್ನ ಶರೀರವು ಎಷ್ಟು ಬಲಹೀನವಾಗಿದ್ದರೂ ನಿನ್ನ ಮೇಲೆ ಆ ಅಭಿಷೇಕವು ಕಾರ್ಯ ಮಾಡುತ್ತಾ ಇರುವುದಾದರೆ ನಿನಗೆ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಉಂಟು. എനിക്കൊത്തിരി ദൈവദാസന്മാരെ കുറിച്ചറിയാം. അവരുടെ ശുശ്രൂഷയിലെ അർദ്ധരാത്രികളിലുള്ള പ്രാർത്ഥനയാണ് ജയത്തെ കൊണ്ടുവന്നത്. ನನಗೆ ಅನೇಕ ಸೇವಕರುಗಳ ಪರಿಚಯ ಇದೆ. ಅವರ ಸೇವೆಯ ಮುನ್ನಡೆ ಎಂದರೆ ಮಧ್ಯರಾತ್ರಿಯಲ್ಲಿ ಎದ್ದು ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತ ಅನುಭವ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿ. ചിലര് പറയാറുണ്ട്, പാസ്റ്ററെ ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ കൂടെ ആരോ ചങ്ങല കൊണ്ട് വലിക്കുന്നു, കതവിൽ ആരോ വന്ന് തട്ടുന്നു, പിന്നെ ടെറസിൽ ആരോ വന്ന് ഇടിക്കുന്നു, ഭയങ്കര സൗണ്ടാണ്, രാത്രിയിൽ ഭയങ്കര പോരാട്ടമാണ്. സ്തോത്രം. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, സ്തോത്രം, നിന്റെ വീട്ടിൽ സ്തോത്രം പൈശാചിക ശക്തികളല്ല കടന്നു വരാൻ പോകുന്നത്, നിന്റെ വീട്ടിനകത്ത് ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു വരും. ಕೆಲವರು ಹೇಳುವುದುಂಟು, ಪಾಸ್ಟ್ರೇ ನನ್ನ ಮನೆಯಲ್ಲಿ ಮಧ್ಯರಾತ್ರಿಯಲ್ಲಿ ಸಂಕೋಲೆಯ ಶಬ್ದ ಕೇಳುತ್ತದೆ, ಬಾಗಿಲನ್ನು ತಟ್ಟುವ ಶಬ್ದ ಕೇಳುತ್ತದೆ, ಮನೆಯನ್ನು ತಟ್ಟುವಂತ ಶಬ್ದ ಕೇಳುತ್ತದೆ, ಆದರೆ ಪ್ರಾರ್ಥಿಸುವಂತ ವ್ಯಕ್ತಿ ಆಮೇಲೆ ನೀನಾಗಿರುವುದಾದರೆ ನಿನ್ನ ಮನೆಯಲ್ಲಿ ಕೇಳುವಂತ ಸ್ವರವು ದೇವರ ಸ್ವರವಾಗಿರುತ್ತದೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. രാത്രികളിലാണ് തിന്മ കൂടുതൽ നടക്കുന്നത്. ರಾತ್ರಿಗಳಲ್ಲಿ ಅನೇಕ ಅನಾನುಕೂಲತೆಗಳು ಸಂಭವಿಸುತ್ತದೆ. രാത്രിയിലാണ് കൂടുതൽ മ്ലേച്ഛതകൾ നടക്കുന്നത്. ರಾತ್ರಿಯ ಜಾವಗಳಲ್ಲಿ ಕತ್ತಲೆಯ ಕೃತ್ಯಗಳು ನಡೆಯುತ್ತದೆ. ഇരുട്ടിന്റെ മധ്യത്തിലാണ് പല അധർമ്മങ്ങളും നടത്തുന്നത്. ಕತ್ತಲೆಯ ಕೃತ್ಯಗಳು ಅಧರ್ಮಗಳು ನಡೆಯುವಂತದ್ದು ರಾತ್ರಿಯಲ್ಲೇ ಆಗಿದೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. പിശാചിന്റെ തന്ത്രങ്ങളും പിശാചിന്റെ നെറ്റ്വർക്കുകളും പിശാചിന്റെ നിഗൂഢതകളും അവന്റെ വ്യാപാരങ്ങളും അവൻ കൂടുതൽ ചെയ്യുന്നത് രാത്രികളിലാണ്. ಸೈತಾನ್ನ ತಂತ್ರೋಪಾಯಗಳು ಆತನ ಕಾರ್ಯವೈಖರಿಗಳನ್ನು ಮಾಡುವಂತದ್ದು ರಾತ್ರಿಯ ಸಮಯಗಳಲ್ಲಿ ಆಗಿದೆ. അവൻ കള വിതയ്ക്കുന്നത് ഉറക്കത്തിലാണ്. ಆತನು ಕಳೆಯನ್ನು ಬಿತ್ತುವಂತದ್ದು ರಾತ್ರಿಗಳಲ್ಲೇ ಆಗಿದೆ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, രാത്രിയുടെ യാമങ്ങളിൽ നീ എഴുന്നേറ്റ്
പ്രാർത്ഥിക്കുമ്പോൾ അതൊരു സാധാരണ പ്രാർത്ഥനയല്ല, അതൊരു യുദ്ധത്തിന്റെ പ്രാർത്ഥനയാണ്. അതൊരു യുദ്ധത്തിന്റെ പ്രാർത്ഥനയാണ്. അത്തരത്തിലൊരു ദൈവകൃപ ഇന്ന് പകൽക്കാലം ഈ ദൈവസഭയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ പകരപ്പെടട്ടെ. ಈ ಹಗಲ ವೇಳೆಯಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ಬಯಸುವಂತ ರಾತ್ರಿಯ ಪ್ರಾರ್ಥನೆಯು ಅದು ಸಾಧಾರಣವಾದ ಪ್ರಾರ್ಥನೆ ಅಲ್ಲ, ಹೋರಾಟದ ಪ್ರಾರ್ಥನೆಯಾಗಿದೆ. ರಣರಂಗದಲ್ಲಿ ಇದ್ದುಕೊಂಡು ಯುದ್ಧ ಮಾಡುವಂತ ಪ್ರಾರ್ಥನೆಯಾಗಿದೆ. ಅಂತ ಪ್ರಾರ್ಥನೆಯನ್ನು ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಈ ಸಭೆಯಲ್ಲಿ ದೇವರು ನೀಡುವಂತೆ ನಾನು ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. ಸ್ತೋತ್ರಂ പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ಕರಗಳ ಮೇಲೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. ഒരിക്കൽ ഞാനൊരു ഭവനത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. ನಾನು ಒಂದು ಮನೆಯಲ್ಲಿ ಭೇಟಿ ನೀಡಿ ಅವರಿಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಹೋಗಿದ್ದೆ. ആ ഭവനത്തിലെ ഭർത്താവ് സ്തോത്രം ഇടയ്ക്കിടയ്ക്കൊക്കെ ചർച്ചിൽ വരുന്നയാളാണ്. സ്തോത്രം. ಆ ಮನೆಯ ಯಜಮಾನರು ಕೆಲವು ಸಮಯಗಳಲ್ಲಿ ಸಭೆಗೆ ಆರಾಧನೆಗೆ ಬರ್ತಾರೆ. പക്ഷേ ഭാര്യ മക്കൾ ഒക്കെ കൃത്യമായി എല്ലാ ആരാധനയ്ക്കും കടന്നു വരുന്നവരാണ്. ಆದರೆ ಹೆಂಡತಿ ಮಕ್ಕಳು ಯಾವಾಗಲೂ ಆರಾಧನೆಗೆ ಬರುವವರಾಗಿರ್ತಾರೆ. എല്ലാ ആരാധനയും കൃത്യമായിട്ട് വരുന്നവരാണ്. ಎಲ್ಲ ಆರಾಧನೆಗೆ ಪಾಲ್ಗೊಳ್ಳುವವರಾಗಿರ್ತಾರೆ. അപ്പോൾ ഒരിക്കൽ ഈ ഭർത്താവ് ഭാര്യയെ കുറിച്ച് ഒരു പരാതി പറയുകയാണ്. ಆಗ ಒಂದು ದಿನ ಈ ಗಂಡನು ಹೆಂಡತಿಯ ಕುರಿತಾಗಿ ಒಂದು ದೂರನ್ನು ಹೇಳ್ತಾನೆ. പാസ്റ്റർ, എൻ്റെ ഭാര്യയോടൊന്ന് നിങ്ങൾ സംസാരിക്കണം, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവളെ ബോധ്യമാക്കണം. ಸಭಾಪಾಲಕರೇ, ನನ್ನ ಹೆಂಡತಿಯೊಂದಿಗೆ ನೀವು ಮಾತಾಡಿ ಒಂದು ಕಾರ್ಯವನ್ನು ನೀವು ಸರಿಪಡಿಸಬೇಕು ಎಂಬುದಾಗಿ ಹೇಳಿದೆ. ഞാൻ ചോദിച്ചു, എന്താ സിസ്റ്റർ, എന്താ പ്രശ്നം? ನಾನು ಕೇಳಿದೆ, ಸಿಸ್ಟರ್ ನಿಮಗೇನು ಸಮಸ್ಯೆ? രാത്രി 12 മണി കഴിയുമ്പോൾ എഴുന്നേറ്റിരുന്ന് കരയുകയും പിന്നെ കണ്ണുനീർ ഒലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല. ഇവളുടെ എല്ലാ ആവശ്യം, വസ്ത്രത്തിന് വസ്ത്രം ചോദിക്കുന്നതിന് അപ്പുറമായി ഞാൻ വാങ്ങിക്കൊടുക്കുകയും അവളെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവൾ ചെയ്യുന്നതിൻ്റെ അർത്ഥം എനിക്ക് പിടികിട്ടുന്നില്ല. സ്തോത്രം. ನಾನು ಇವಳನ್ನು ಯಥಾರ್ಥವಾಗಿ ಪ್ರೀತಿಸಿ ಅವಳಿಗೆ ಬೇಕಾದ ಎಲ್ಲ ಬೇಡಿಕೆಗಳನ್ನು ಒದಗಿಸ್ತಾ ಇದ್ದೇನೆ. ಆದರೆ ರಾತ್ರಿ ಜಾವ ಒಂದು 12 ಗಂಟೆ ಆಗುವಾಗ ಇವಳು ಅಳುತ್ತಾ ಆಮೇಲೆ ಏನೇನೋ ಮಾತನಾಡುವಂತ ಒಂದು ಸಂಗತಿ ಇದೆ. ಅದು ಏನಂತ ಗಂಡನಾದ ನನಗೆ ಅರ್ಥ ಆಗ್ತಾ ಇಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳ್ತಾನೆ. എനിക്ക് മനസ്സിലായി, ഭാര്യയ്ക്കല്ല കൗൺസിലിംഗിന്റെ ആവശ്യം, ഭർത്താവിനാണ് കൗൺസിലിംഗിന്റെ ആവശ്യം. ನನಗೆ ತಿಳಿದು ಬಂತು, ಹೆಂಡತಿಗೆಲ್ಲ ಕೌನ್ಸಿಲಿಂಗ್ ಬೇಕಾದದು, ಗಂಡನಿಗೆ ಕೌನ್ಸಿಲಿಂಗ್ ಕೊಡಬೇಕು. ഞാൻ പറഞ്ഞു, നിങ്ങൾ 10 വർഷത്തിന് മുമ്പുള്ള നിങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ನಾನು ಕೇಳಿದೆ, 10 ವರ್ಷದ ಹಿಂದಿನ ಅನುಭವವನ್ನು ನೀವು ಒಮ್ಮೆ ಆಲೋಚಿಸಿ ನೋಡಿರಿ. അപ്പോൾ ഇന്ന് അവസ്ഥയ്ക്കൊക്കെ കർത്താവ് ഒത്തിരി മാറ്റം തന്നില്ലേ? ಇವತ್ತು ನಿಮ್ಮ ಸ್ಥಿತಿಯನ್ನು ದೇವರು ಬದಲಾಯಿಸಲಿಲ್ಲವೇ? അങ്ങനെ മാറ്റം തന്നെങ്കിൽ സഹോദരിയുടെ പ്രാർത്ഥന ആരംഭിച്ചതിന് ശേഷമല്ലേ? ಹಾಗೆ ಬದಲಾವಣೆಯು ಇದ್ದರೆ ಸಹೋದರಿಯ ಪ್ರಾರ್ಥನೆಯಿಂದಲೇ ಅಲ್ಲವೇ? ഞാൻ പറഞ്ഞു, രാത്രിയുടെ യാമത്തിൽ പ്രിയ സഹോദരി എഴുന്നേറ്റിരുന്ന് കരയുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊരു ദോഷവും പറ്റാതെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഇന്നയോളം നിങ്ങളെ കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ನಾನು ಸಲಹೆ ನೀಡಿದೆ, ರಾತ್ರಿ ಜಾವಗಳಲ್ಲಿ ನಿಮ್ಮ ಹೆಂಡತಿಯು ಪ್ರಾರ್ಥನೆ ಮಾಡುವುದರಿಂದ ನಿಮಗೆ ಯಾವ ವಿಪತ್ತುಗಳು ಸಂಭವಿಸದೆ ഇതുവರೆಗೂ ನೀವು ಜೀವದಿಂದ ಇದ್ದೀರಿ. ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം ഞാനൊരു ആത്മാർത്ഥമായിട്ടൊരു ദൂത് പറയട്ടെ. രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ ചിലരെ കർത്താവ് ഇതിനകത്ത് നിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಒಂದು ಆಲೋಚನೆ ನಿಮಗೆ ಹೇಳುವನಾಗಿದ್ದಾನೆ. ರಾತ್ರಿಯ ಜಾವಗಳಲ್ಲಿ ಎದ್ದು ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕೆ ಕೆಲವರನ್ನು ದೇವರು ಎಬ್ಬಿಸುವನಾಗಿದ್ದಾನೆ. രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു ദൈവകൃപ ആവശ്യം. ആമേൻ. അർദ്ധരാത്രികൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു ദൈവകൃപ ആവശ്യമെന്ന് പറയുന്നവർ 2 കരങ്ങളും അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ರಾತ್ರಿಯ ಜಾವಗಳಲ್ಲಿ ಎದ್ದು ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕೆ ಒಂದು ದೇವರ ಕೃಪೆ ನನಗೆ ಬೇಕು ಎಂಬುದಾಗಿ ಹೇಳುವವರು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರನ್ನು ಸ್ತೋತ್ರ ಮಾಡುವ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയുടെ മാതൃക എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ನಮ್ಮ ಕರ್ತನ ಪ್ರಾರ್ಥನೆಯ ಮಾದರಿಯು ಅದು ದೊಡ್ಡ ಭಯಂಕರವಾದ ಸಂಗತಿಯಾಗಿದೆ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ನಾನು ಒಂದು ಪ್ರಶ್ನೆ ಕೇಳ್ತಾ ಇದ್ದೇನೆ, ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ ಪ್ರಾರ್ಥಿಸುವ ಅವಶ್ಯಕತೆ ಇತ್ತೋ? യേശു ദൈവമല്ലേ? ಯೇಸು ದೇವರಾಗಿದ್ದಾನಲ್ಲ, എന്തിനാ യേശു പ്രാർത്ഥിച്ചേ? ಯಾಕೆ ಯೇಸು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾನೆ? എന്തിനാ യേശു പ്രാർത്ഥിച്ചേ? ಯಾತಕ್ಕೋಸ್ಕರ ಯೇಸು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾನೆ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ನೀವು ಆಲೋಚಿಸಿದ್ದೀರಾ? ആകാശവും ഭൂമിയും എല്ലാം ദൈവം യേശു കർത്താവ് സൃഷ്ടിച്ചതല്ലേ? ಆಕಾಶವನ್ನು ಭೂಮಿಯನ್ನು ಆತನೇ ಎಲ್ಲ ಸೃಷ್ಟಿ ಮಾಡಿರುವುದು. ആ കർത്താവ് മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്നപ്പോൾ ആ കർത്താവിന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ಆ ಕರ್ತನು ಈ ಮನುಷ್ಯಾವತಾರವನ್ನು ತಾಳಿದಾಗ ಆ ದೇವರಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡುವ ಅಗತ್ಯತೆ ಇತ್ತು. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ನೀವು ಆಲೋಚಿಸ್ತೀರಾ? പ്രാർത്ഥിക്കേണ്ട വല്ലതും ആവശ്യമുണ്ടോ? ಪ್ರಾರ್ಥಿಸೋದಕ್ಕೆ ಏನಾದರೂ ಅಗತ್ಯ ಇತ್ತಾ? എന്തിനാണ് യേശു പ്രാർത്ഥിച്ചത്? ಯಾತಕ್ಕೋಸ್ಕರ ಪ್ರಾರ್ಥಿಸ್ತಾನೆ? സ്തോത്രം പറഞ്ഞാട്ടെ.
ಸ್ತೋತ್ರ ಹೇಳಿರಿ, സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. യേശു ക്രിസ്തു എന്തിനാ സ്നാനപ്പെട്ടത്? ಯೇಸು ಕ್ರಿಸ್ತನು ಯಾಕೆ ದೀಕ್ಷಾಸ್ನಾನವನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತಾನೆ? നമുക്ക് മാതൃകയായിരിക്കാൻ വേണ്ടി. ನಮಗೆ ಮಾದರಿಯಾಗಿರೋದಕ್ಕೋಸ್ಕರ. Praise the Lord. Praise the Lord. ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ಸತ್ಯವೇದ ಹೇಳುತ್ತದೆ ಯೇಸು ರಾತ್ರಿ ಎಲ್ಲಾ ಪ್ರಾರ್ಥನೆ ಮಾಡಿದನು. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ಲೂಕ 6:12 ನಾವು ಓದುವಾಗ അവൻ രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ കഴിച്ചു എന്നാണ്. ರಾತ್ರಿ ಎಲ್ಲ ಆತನು ಪ್ರಾರ್ಥನೆಯಲ್ಲೇ ಕಳೆದನು ಎಂಬುದಾಗಿ. അവൻ പകൽ മുഴുവനും ശുശ്രൂഷിച്ചു, ಹಗಲೆಲ್ಲ ಸೇವೆ ಮಾಡಿ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു, ರಾತ್ರಿ ಎಲ್ಲ ಪ್ರಾರ್ಥಿಸಿದನು. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿ. പാമ്പുകൾക്ക് മാളമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ലെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. ಹಾವುಗಳಿಗೆ ಹುತ್ತ ಇದೆ, ಆದರೆ ಮನುಷ್ಯ ಕುಮಾರನಿಗೆ ತಲೆ ಇಡುವಷ್ಟು ಜಾಗ ಇಲ್ಲ ಎಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ. നമുക്ക് നല്ല വീടുണ്ട്, നല്ല കട്ടിലുണ്ട്, നല്ല മെത്തയുണ്ട്, സ്തോത്രം, കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങാനുള്ള സംവിധാനങ്ങളുണ്ട്, നമുക്ക് പ്രാർത്ഥനയുമില്ല. സ്തോത്രം. ನಮಗೆ ಒಳ್ಳೆಯ ಮನೆ ಇದೆ, ಹಾಸಿಗೆ ಇದೆ, ಮಂಚ ಇದೆ, ನಮಗೆ ಮಲಗುವುದಕ್ಕೆ ಎಲ್ಲಾ ಅನುಕೂಲತೆಗಳು ಇದೆ, ಆದರೆ ನಮಗೆ ಪ್ರಾರ್ಥನೆ ಇಲ್ಲ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ, സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. യേശു ക്രിസ്തു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു, പകൽ മുഴുവനും ശുശ്രൂഷിച്ചു. ಯೇಸು ಕ್ರಿಸ್ತನು ರಾತ್ರಿ ಎಲ್ಲ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಹಗಲೆಲ್ಲ ಸೇವೆ ಮಾಡಿದನು. അപ്പോ യേശു ക്രിസ്തു പിന്നെ BMW-ലല്ല യാത്ര ചെയ്ത് ശുശ്രൂഷിച്ചത്. ಯೇಸು ಕ್ರಿಸ್ತನು BMW ಅಲ್ಲೆಲ್ಲ ಪ್ರಯಾಣ ಮಾಡಿ ಸೇವೆ ಮಾಡಿದ್ದು. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ, സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. സ്തോത്രം. ಸ್ತೋತ್ರ. BMW-ൽ യാത്ര ചെയ്യരുതെന്നല്ല, ദൈവമക്കൾ എല്ലാവരും നല്ല വണ്ടി തന്നെ വാങ്ങണം, നല്ല വണ്ടിയിൽ യാത്ര ചെയ്യണം. BMW-ಯಲ್ಲಿ ಪ್ರಯಾಣ ಮಾಡಬಾರ್ದಂತಲ್ಲ, ಅದರ ಅರ್ಥ ಎಲ್ಲ ದೇವರ ಮಕ್ಕಳು ಆಶೀರ್ವದಿಸಲ್ಪಡಬೇಕು, ಒಳ್ಳೆಯ ವಾಹನದಲ್ಲಿ ಸಂಚಾರ ಮಾಡಬೇಕು. സ്തോത്രം. ഞാൻ വിമർശിച്ച് പറയുകയല്ല, ഞാൻ ആത്മീയ അർത്ഥം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി തെളിയിച്ചു പറയുകയാണ്. ನಾನು ವಿಮರ್ಶನೆ ಮಾಡುವುದಲ್ಲ, ಆತ್ಮಿಕ ಸಂಗತಿಯನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು. ഒരു സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത സമയത്ത് ആ പാലസ്തീനിൽ, സ്തോത്രം, അല്ലെങ്കിൽ ആ യെരുശലേം തെരുവീതികളിലൂടെ യേശു ക്രിസ്തു കാലുകൊണ്ട് നടന്ന് ആമേൻ ശുശ്രൂഷിച്ചു. സ്തോത്രം. ആ ചൂടിൽ, ആ മണലാരണ്യത്തിൽ, സ്തോത്രം, പകൽ മുഴുവനും ആ വെയിൽ കൊണ്ട് യേശു ക്രിസ്തു നടന്ന് ശുശ്രൂഷിച്ചിട്ട് യേശു ക്രിസ്തു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. സ്തോത്രം. ಆ ಅವತ್ತಿನ ದಿನಗಳಲ್ಲಿ ಪ್ಯಾಲೆಸ್ತೀನಲ್ಲಿ ಸಂಚಾರದ ವ್ಯವಸ್ಥೆ ಇರಲಿಲ್ಲ. ಆತನು ಸ್ವಂತ ಕಾಲಿನಲ್ಲಿ ನಡಿಗೆಯನ್ನು ಮಾಡುತ್ತಾ, ಆ ಬಿಸಿಲಿನ ತಾಪವನ್ನು ಅನುಭವಿಸುತ್ತಾ, ಹಗಲೆಲ್ಲ ಸಂಚಾರ ಮಾಡುತ್ತಾ ಸೇವೆ ಮಾಡಿ ರಾತ್ರಿ ಎಲ್ಲ ಆತನು ಪ್ರಾರ್ಥನೆ ಮಾಡಿದನು. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ, സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കലൊരു സൺഡേ സ്കൂൾ പഠിക്കുന്ന ഒരു കുഞ്ഞ് അവിടുത്തെ സഭയിലെ ദൈവദാസനോട് ഒന്ന് ചോദിച്ചു, എനിക്ക് സഭയിൽ പ്രസംഗിക്കാൻ ഒരു അവസരം തരുമോ? ಒಂದು ದಿನ ಒಂದು ಸಂಡೇ ಸ್ಕೂಲ್ ವಿದ್ಯಾರ್ಥಿ ಸಭಾಪಾಲಕರ ಹತ್ರ ಬಂದು ಒಂದು ಬೇಡಿಕೆಯನ್ನು ಇಡುತ್ತಾನೆ, ನನಗೆ ಇವತ್ತು ಸಂದೇಶ ಸಾರುವುದಕ್ಕೆ ಒಂದು ಅವಕಾಶ ಕಲ್ಪಿಸಿಕೊಡಬೇಕೆಂಬುದಾಗಿ. അങ്ങനെ ഒരു ചെറിയൊരു കൂട്ടായ്മയിൽ കുറച്ച് സമയം ദൈവവചനം പറയാൻ ഈ പാസ്റ്റർ ഈ കുഞ്ഞിനൊരു കൊച്ചു അവസരം കൊടുത്തു. ಹಾಗೆ ಒಂದು ಸಣ್ಣ ಕೂಟದಲ್ಲಿ ಸ್ವಲ್ಪ ಸಮಯ ದೇವರ ವಾಕ್ಯವನ್ನು ಸಾರುವುದಕ್ಕೆ ಅವಕಾಶವನ್ನು ಆ ಮಗುವಿಗೆ ಕಲ್ಪಿಸಿಕೊಟ್ಟನು. കുഞ്ഞല്ലേ, ഒരു അവസരം ചോദിച്ചതല്ലേ എന്നുള്ള സന്തോഷത്തിൽ കൊടുത്തതാണ്. ಮಗುವಲ್ಲ, ಸಣ್ಣ ಹುಡುಗ ಅಲ್ಲ, ಆತನಿಗೊಂದು ಅವಕಾಶ ಕಲ್ಪಿಸಿಕೊಡುವ ಎಂಬ ನಿಟ್ಟಿನಲ್ಲಿ അങ്ങനെ അവസരം കൊടുത്തപ്പോൾ ഈ കുഞ്ഞ് ദൈവത്തിന്റെ വചനം ഭയങ്കര ശക്തിയോടെ പ്രസംഗിച്ചു. ಹಾಗೆ ಅವಕಾಶವನ್ನು ಕಲ್ಪಿಸಿಕೊಟ್ಟಾಗ ದೇವರ ವಾಕ್ಯವನ್ನು ಬಹಳ ಶಕ್ತಿಯುತವಾಗಿ ಮಾತನಾಡಿದನು. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ജനം ആത്മാവിൽ നിറഞ്ഞു. ആൾക്കാരൊക്കെ ചിലർ കരയുന്നു, ചിലർ ആമേൻ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അങ്ങനെയുള്ള ആത്മസാന്നിധ്യം ആലയത്തിന്റെ അകത്ത് വ്യാപരിച്ചു. ಕೆಲವು ನಿಮಿಷಗಳ ನಂತರ ದೇವರ ಜನರು ಆತ್ಮದಿಂದ ತುಂಬಲ್ಪಟ್ಟವರಾಗಿ ಕೆಲವರು ಅಳುತ್ತಾ ಇದ್ದಾರೆ, ಕೆಲವರು ದೇವರ ಆತ್ಮನಿಂದ ತುಂಬಲ್ಪಟ್ಟವರು ಸ್ತುತಿಸ್ತಾ ಇದ್ದಾರೆ ಅಂತ ಒಂದು ಸನ್ನಿವೇಶ ಉಂಟಾಯಿತು. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿ. ഈ പ്രസംഗം കഴിഞ്ഞ് എല്ലാ വിശ്വാസികളും എല്ലാവരും വന്ന് ചോദിച്ചു, കുഞ്ഞെ നിനക്കിത് എങ്ങനെ പറ്റി എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ ഒരേ ഒരു മറുപടി, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. ಈ ಸಂದೇಶವನ್ನು ಮುಕ್ತಾಯಗೊಳಿಸಿದ ನಂತರ ವಿಶ್ವಾಸಿಗಳು ಬಂದು ಆ ಮಗುವಿನಲ್ಲಿ ಕೇಳ್ತಾ ಇದ್ದಾರೆ, ಇದು ಹೇಗೆ ಸಾಧ್ಯವಾಯಿತು ಎಂಬುದಾಗಿ ಕೇಳಿದಾಗ ಆ ಮಗುವಿನ ಉತ್ತರ ಇದಾಗಿತ್ತು, ರಾತ್ರಿ ನಾನು ನಿದ್ದೆ ಮಾಡಲಿಲ್ಲ ಎಂಬುದಾಗಿ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿ. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಹೇಳುತ್ತದೆ, ರಾತ್ರಿಯ ಜಾವಗಳಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕೆ ನಾವು ತಯಾರಾಗಬೇಕು. എല്ലാ ദിനങ്ങളിലും നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. ಎಲ್ಲಾ ದಿನಗಳಲ್ಲಿಯೂ
ಸಾಧ್ಯವಾಗುತ್ತದೆ ಎಂಬುದಾಗಿ ಅಲ್ಲ. എല്ലാ അവസ്ഥകളിൽ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. ಎಲ್ಲ ಸನ್ನಿವೇಶಗಳಲ್ಲಿ ಸಾಧ್ಯವಾಗಬಹುದು ಎಂಬುದಾಗಿ ಅಲ್ಲ. പക്ഷെ പരമാവധി നമ്മൾ അങ്ങനെ ശീലിച്ചാൽ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ശുശ്രൂഷകൾക്ക് ഒരു വലിയ മാറ്റത്തെ കർത്താവ് അയക്കും. ಆದರೆ ಹೆಚ್ಚಿನ ಮಟ್ಟಿನಲ್ಲಿ ನಾವು ಹಾಗೆ ಅಭ್ಯಾಸ ಮಾಡಿಕೊಳ್ಳುವುದಾದರೆ ನಮ್ಮ ಪ್ರಾರ್ಥನೆಯು ಮುಂದುವರಿಯುತ್ತದೆ. വിലാപങ്ങളുടെ പുസ്തകം ആമേൻ 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ಪ್ರಲಾಪಗಳ ಪುಸ್ತಕ 2ನೇ ಅಧ್ಯಾಯ 18 ಮತ್ತು 19ನೇ ವಾಕ್ಯ ಓದುವಾಗ സ്തോത്രം, അവിടെ നമ്മൾ കാണുന്നത് യാമത്തിന്റെ ആരംഭത്തിൽ പ്രാർത്ഥിച്ചു. ನಾವು ನೋಡ್ತೇವೆ ಯಾಮದ ಆರಂಭದಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದರು ಎಂಬುದಾಗಿ. രാത്രികളെ ആമേൻ ചില കാലഘട്ടത്തിൽ 3 യാമമായിട്ടും ചില കാലഘട്ടത്തിൽ 4 യാമമായിട്ടും തിരിച്ചിട്ടുണ്ട്. ಕೆಲವು ಸನ್ನಿವೇಶಗಳಲ್ಲಿ 3 ಜಾವವಾಗಿಯೂ ಕೆಲವು ಸನ್ನಿವೇಶಗಳಲ್ಲಿ 4 ಜಾವವಾಗಿಯೂ ವಿಂಗಡಿಸಿದೆ. 4 യാമങ്ങളുള്ള കാലത്ത് ഓരോ യാമത്തിന് 3 മണിക്കൂർ വീതം ഉണ്ടായിരുന്നു. 4 ಜಾವಗಳಿರುವ ಸಮಯದಲ್ಲಿ ಒಂದೊಂದು ದಿನಕ್ಕೂ ಒಂದೊಂದು ಜಾವಕ್ಕೂ 3 ಗಂಟೆಗಳಾಗಿತ್ತು. 3 യാമങ്ങളുള്ള സമയത്തിന് ഓരോ യാമങ്ങൾക്ക് 4 മണിക്കൂർ വീതം ഉണ്ടായിരുന്നു. 3 ಜಾವಗಳಿರುವಾಗ ಒಂದೊಂದು ಜಾವಕ್ಕೂ 4 ಗಂಟೆಗಳಂತೆ ഇവിടെ ವಿಂಗಡಿಸಲಾಗಿದೆ. ഭക്തൻ പറയുന്നത് ഇങ്ങനെയാണ്, ഓരോ യാമത്തിന്റെ ആമേൻ ആരംഭങ്ങളിലും ഞാൻ എൻ്റെ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുന്നു. ಆಮೇಲೆ ಇಲ್ಲಿ ಭಕ್ತನು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ, ಒಂದೊಂದು ಜಾವಗಳ ಆರಂಭದಲ್ಲಿಯೂ ನಾನು ದೇವರನ್ನು ನೋಡಿ ಭಿನ್ನಹ ಮಾಡುತ್ತಾ ಇದ್ದೇನೆ ಎಂಬುದಾಗಿ. 119-ാം സങ്കീർത്തനം 147-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 119ನೇ ಕೀರ್ತನೆಯ 147ನೇ ವಾಕ್ಯ ಹೀಗೆ ಹೇಳುತ್ತದೆ, ഉദയത്തിന് മുമ്പേ പ്രാർത്ഥിക്കുന്നു. ಆಮೇಲೆ ಮುಂಜಾನೆಯಲ್ಲೇ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. Praise the Lord. Hallelujah. ചില ആൾക്കാരെ സൂര്യൻ ഉദിക്കുന്നത് ഇന്നേ വരെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ಕೆಲವು ಜನರು ಸೂರ್ಯನು ಉದಯಿಸುವುದು ಆಯುಷಲ್ಲಿ ಇವತ್ತಿನವರೆಗೆ ನೋಡಲಿಲ್ಲ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. മനസ്സിലാകുന്നുണ്ടോ? സൂര്യൻ ಅರ್ಥ ഉദിക്കുന്നത്, ಆಗ್ತಾ ಇದೆ ನಿಮಗೆ? സൂര്യൻ ഉദിക്കുന്നത് ഇന്നേ വരെ അവർ ആയുസ്സിൽ കണ്ടിട്ടില്ല. ಸೂರ್ಯ ಉದಯಿಸುವುದನ್ನು ಆಯುಷಲ್ಲಿ ಎಂದೊಮ್ಮೆ ನೋಡ್ಲಿಲ್ಲ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ, ഉദയത്തിന് മുമ്പേ ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. ಆಮೇಲೆ ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, ಸೂರ್ಯನು ಉದಯಗೊಳ್ಳುವ ಮೊದಲೇ ನಾನು ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸ್ತೇನೆ ಎಂಬುದಾಗಿ. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ ആമേൻ നമ്മൾ കാണുന്നു, യേശു അധികാലത്ത് പ്രാർത്ഥിച്ചു. ಆಮೇಲೆ ಮಾರ್ಕನ ಸುವಾರ್ತೆ 1ನೇ ಅಧ್ಯಾಯದ 35ನೇ ವಾಕ್ಯದಲ್ಲಿ ಯೇಸು ಮುಂಜಾನೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದನು. അധികാലത്ത് പ്രാർത്ഥിച്ചു. ಮುಂಜಾನೆಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸ್ತಾನೆ. ബൈബിളിൽ പറയുന്നത് ഇരുട്ടോടെ യേശു ക്രിസ്തു ചെന്ന് അധികാലത്ത് മരുഭൂമിയിൽ ചെന്ന് പ്രാർത്ഥിച്ചെന്ന്. ಆಮೇಲೆ ಮೊಬ್ಬಿರುವಾಗಲೇ ಮುಂಜಾನೆಯಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿ ಮರುಭೂಮಿಯಲ್ಲಿ ಹೋಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾನೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. ഒരു ദിവസത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് പ്രഭാതമാണ്. ಒಂದು ದಿನದ ಆರಂಭ ಎಂದರೆ ಮುಂಜಾನೆಯಾಗಿದೆ. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? ನಾನು ಹೇಳುದು ಸರಿಯೋ ತಪ್ಪೋ? ഒരു ദിവസത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് രാവിലെ അല്ലേ? ಒಂದು ದಿನದ ಆರಂಭ ಎಂದರೆ ಮುಂಜಾನೆ ಅಲ್ಲವೇ? ഒരു ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് എപ്പോഴാണ്? ಒಂದು ದಿನದ ಪ್ರಾಶಸ್ತ್ಯವಿರುವ ಸಮಯ ಯಾವುದಾಗಿದೆ? ഒരു ദിവസത്തിന്റെ പ്രധാനപ്പെട്ട സമയം പ്രഭാതമാണ്. ಪ್ರಾಮುಖ್ಯವಾದ ಸಮಯ ಅದು ಮುಂಜಾನೆಯಾಗಿದೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. രാവിലെ എഴുന്നേറ്റ് ഏറ്റവും വിലപ്പെട്ട സമയം നീ യേശുവിന് കൊടുത്താൽ, ಆಮೇಲೆ ಮುಂಜಾನೆಯಲ್ಲಿ ಎದ್ದು ಆಮೇಲೆ ಶ್ರೇಷ್ಠವಾದ ಸಮಯವನ್ನು ನೀನು ಯೇಸುವಿಗೆ ಕೊಡುವುದಾದರೆ, അന്ന് നീ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം ദൈവശക്തി നിനക്ക് അനുഭവിക്കാൻ പറ്റും. ಅವತ್ತು ನೀನೆಲ್ಲೆಲ್ಲ ಪ್ರಯಾಣ ಬೆಳೆಸಿಕೊಳ್ಳುತ್ತೀಯೋ ಅಲ್ಲೆಲ್ಲ ದೇವರ ಸಾನ್ನಿಧ್ಯವನ್ನು ಅನುಭವಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. ആ ദിവസം മുഴുവനും ദൈവകൃപ നിനക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ಆ ದಿನದಲ್ಲೆಲ್ಲ ದೇವರ ಕೃಪೆಯನ್ನು ನಿನಗೆ ಅನುಭವಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ಮುಂಜಾನೆಯಲ್ಲಿ ಎದ್ದು ಪ್ರಾರ್ಥಿಸುವ ದೇವರ ಮಕ್ಕಳಿಗಾಗಿ ನಾನು ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നെഹമ്യാവ് 3:24. ನೆಹಮಿಯ 3ನೇ ಅಧ್ಯಾಯ 24ನೇ ವಾಕ್ಯಕ್ಕೆ ಬರುವಾಗ, സ്തോത്രം, അവൻ ജോലി ചെയ്യുമ്പോഴും സംഭാഷിക്കുമ്പോഴും പ്രാർത്ഥിക്കുകയാണ്. ಕೆಲಸ ಮಾಡುವಾಗಲೂ ಸಂಭಾಷಿಸುವಾಗಲೂ ಪ್ರಾರ್ಥಿಸುವುದು. ഇവിടെ പ്രാർത്ഥിച്ചെന്ന് അവിടെ എഴുതിയിട്ടില്ല, അത് പ്രാർത്ഥനയായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ಅಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವುದು ಎಂಬುದಾಗಿ ವಿವರಿಸಿಲ್ಲ, ಆದರೆ ಪ್ರಾರ್ಥಿಸುವುದು ಎಂಬುದಾಗಿ വ്യാഖ്യാനವನ್ನು ಕೊಡಲಾಗಿದೆ. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും. ನಮಗೆ ಉದ್ಯೋಗದಲ್ಲಿರುವಾಗಲೂ ಆಮೇಲೆ ನಾವು ಸಂಭಾಷಿಸ್ತಾ ಇರುವಾಗಲೂ ನಮಗೆ ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಉಂಟು. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. എനിക്ക് വേണ്ടപ്പെട്ട അടുത്ത ഒരു ദൈവദാസന്റെ ഒരു ഭവനത്തിൽ ഒരിക്കൽ ഞാൻ ഒരു ആവശ്യവുമായിട്ട് കടന്നു ചെന്നു. ನನಗೆ ಹತ್ತಿರವಿರುವಂತ ಒಂದು ಸೇವಕರ ಮನೆಗೆ ನನ್ನ ಒಂದು ಅಗತ್ಯತೆಯೊಂದಿಗೆ ಆ ಸೇವಕರನ್ನು ಭೇಟಿ ಮಾಡಿದೆನು. ഞാൻ ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ കർത്താവിന്റെ ദാസനില്ല, അവിടുത്തെ
കർത്താവിന്റെ ദാസന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. ನಾನು ಆ ಮನೆಯಲ್ಲಿ ಪ್ರವೇಶಿಸಿದಾಗ ಆ ಮನೆಯ ಆ ಸೇವಕರಲ್ಲಿ ಇರಲಿಲ್ಲ, ಸೇವಕರ ಹೆಂಡತಿ ಮಾತ್ರ ಇದ್ರು. ഞാൻ വീടിന്റെ വെളിയിൽ നിന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ചില സെക്കൻഡുകൾ കഴിഞ്ഞ് ആന്റി അവിടെ വന്നു. ನಾನು ಕಾಲಿಂಗ್ ಬೆಲ್ ಹೊಡೆದ ಮೇಲೆ, ಕರೆಗಂಟೆ ಹೊಡೆದ ಮೇಲೆ ಸ್ವಲ್ಪ ನಿಮಿಷಗಳ ನಂತರ ಅವರು ಬಂದರು. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ സാരിയുടെ അറ്റം എടുത്ത് മുഖത്തിങ്ങനെ തുടയ്ക്കുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ನಾನೀಗ ಗಮನಿಸುವಾಗ ಅವರು ಸೀರೆಯ ತುದಿಯನ್ನು ತೆಗೆದು ಆಮೇಲೆ ಮುಖವನ್ನು ಒರೆಸ್ತಾ ಇದ್ದಾರೆ. തുടയ്ക്കും തോറും വീണ്ടും വീണ്ടും കണ്ണുനീർ ഒഴുകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ಒರೆಸ್ತಾ ಇರುವಾಗಲೇ ಕಣ್ಣೀರು ಧಾರೆ ಸುರಿತಾ ಇದೆ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ആന്റി പ്രശ്നം? ശാരീരികമായിട്ട് എന്തെങ്കിലും ആശ്വസ്തതയുണ്ടോ, അല്ല എന്തെങ്കിലും മറ്റെന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ನಾನು ವಿಚಾರಿಸಿದೆ, ಆಮೇಲೆ ಸೇವಕರೇ ನಿಮಗೇನಾದರೂ ಸಮಸ್ಯೆಗಳು, ಶಾರೀರಿಕವಾದ ತೊಂದರೆಗಳೇನಾದರೂ ಅನುಭವಿಸ್ತಾ ಇದ್ದೀರೋ ಎಂಬುದಾಗಿ ಕೇಳಿದೆ. അപ്പോഴേ അവർ പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ ജോലി ചെയ്യുമ്പോൾ വീട്ടിൽ ഞാൻ എൻ്റെ കിച്ചണിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുന്നത്, ഞാൻ കർത്താവുമായിട്ട് ബന്ധപ്പെടുന്നത് എൻ്റെ ഒരു ശീലമാണ്. ചില സമയത്തിൽ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ನಾನು ಅಡಿಗೆ ಮನೆಯಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಾ ಇರುವಾಗ ನನಗೆ ಒಂದು ಹವ್ಯಾಸವಾಗಿದೆ, ಕೆಲಸ ಮಾಡ್ತಾ ಇರುವಾಗ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವುದು, ಹೀಗೆ ಹಾಳುವಂತ ಒಂದು ಅನುಭವ. സ്തോത്രം പറഞ്ഞാട്ടെ, ಸ್ತೋತ್ರ ಹೇಳಿರಿ, സ്തോത്രം പറഞ്ഞാട്ടെ, ಸ್ತೋತ್ರ ಹೇಳಿರಿ. എല്ലാ ജോലികളിലും അല്ലെങ്കിലും ചില ജോലികൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കർത്താവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. എല്ലാ ವೃತ್ತಿಗಳಲ್ಲಿ ಅಲ್ಲದಿದ್ದರೂ ಕೆಲವೊಂದು ವೃತ್ತಿಯನ್ನು ಮಾಡುವಾಗ ದೇವರೊಂದಿಗೆ ಸಂಬಂಧವನ್ನು ಬೆಳೆಸಿಕೊಳ್ಳಬಹುದು. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും. ನಾವು ಕೆಲಸ ಮಾಡುವ ಸಂದರ್ಭಗಳಲ್ಲಿ ಒಂಟಿತನವನ್ನು ಅನುಭವಿಸಬಹುದು. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് കഴിയും. ಆ ಕ್ಷಣಗಳಲ್ಲಿ ಒಂಟಿತನದಲ್ಲಿರುವಾಗ ಆ ದೇವರೊಂದಿಗೆ ಸಂಬಂಧವನ್ನು ಬೆಳೆಸಿಕೊಳ್ಳಬಹುದು. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ಕರಗಳ ಮೇಲೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. നമുക്ക് ജോലി ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമെന്നുള്ളതിന്റെ 100 ഉദാഹരണങ്ങൾ ഇന്ന് പകൽക്കാലം എനിക്ക് നിരത്താൻ കഴിയും. ಉದ್ಯೋಗದಲ್ಲಿ ನಿರತರಾಗಿರುವಾಗ ದೇವರೊಂದಿಗೆ ಸಂಬಂಧವನ್ನು ಬೆಳೆಸಿಕೊಳ್ಳಬಹುದು ಎಂಬುದಕ್ಕೆ ಅನೇಕ ಉದಾಹರಣೆಗಳನ್ನು ನಿಮ್ಮ ಮುಂದೆ ವಿವರಿಸಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಉಂಟು. ഇന്ന് പകൽക്കാലം സമയത്തിന് വിലയുണ്ടെങ്കിൽ സ്തോത്രം, ഒരു സമയം പോലും പാഴാക്കാതെ ആ ദൈവവുമായിട്ടുള്ള ബന്ധം ഉളവാകുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ಸಮಯಕ್ಕೆ ಬೆಲೆ ಇರುವುದಾದರೆ ಆ ಸಮಯವನ್ನು ವ್ಯರ್ಥವಾಗಿ ಕಳೆಯದೆ ಆ ಸಮಯವನ್ನು ಬೆಲೆಯೆಂದು ಉಳ್ಳದೆಂಬುದಾಗಿ ಎಣಿಸಿಕೊಂಡು ಪ್ರಾರ್ಥಿಸುವಂತ ದೇವ ಜನರಿಗಾಗಿ ದೇವರನಿಗೆ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇನೆ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, യാത്രയ്ക്കായി നീ പുറപ്പെടുമ്പോൾ പ്രാർത്ഥിക്കണം. ಆದಿಕಾಂಡ 28ನೇ ಅಧ್ಯಾಯದ 20ನೇ ವಾಕ್ಯದಿಂದ ಓದುವಾಗ ಪ್ರಯಾಣದಲ್ಲಿ ನೀನು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕೆಂಬುದಾಗಿ ಹೇಳುತ್ತಾನೆ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോತ್ರ ಹೇಳಿರಿ. നിന്റെ ഭവനത്തിൽ നിന്ന് നീ പുറത്തൊരു ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ ആ സമയത്ത് നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ 1-2 മിനിറ്റ് അല്ലെങ്കിൽ ആ സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് യാത്രയെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ദൈവകൃപ നിനക്കുണ്ടാകണം. ಯಾವುದಾದರೂ ಅವಶ್ಯಕತೆಗಳಿಗಾಗಿ ನೀನು ನಿನ್ನ ಮನೆಯಿಂದ ಹೊರಡುವಾಗ ಅದರ ಮೊದಲಾಗಿ ನಿನಗೆ ಲಭ್ಯವಾಗುವಂತ ಸಮಯದಲ್ಲಿ ದೇವರೊಂದಿಗೆ ಪ್ರಾರ್ಥಿಸಿ ಆಲೋಚನೆ ಕೇಳುತ್ತಾ ನೀನು ಹೊರಟು ಹೋಗುವನಾಗಿರಬೇಕು. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിടാൻ നിങ്ങൾക്കൊരു നിയോഗവും താല്പര്യമുണ്ടാകണം. ನಿಮ್ಮ ಮಕ್ಕಳು ಶಾಲೆಗೆ ಕಳುಹಿಸಲ್ಪಡುವಾಗ ಅವರ ಶಿರದಲ್ಲಿ ನಿಮ್ಮ ಹಸ್ತಗಳನ್ನಿಟ್ಟು ಅವರನ್ನು ಪ್ರಾರ್ಥಿಸಿ ಆಶೀರ್ವದಿಸಿ ಕಳುಹಿಸುವಂತ ಒಂದು ಪದ್ಧತಿ ನೀವು ಬೆಳೆಸಿಕೊಳ್ಳಬೇಕು. ഇൻ കേസ് നിങ്ങൾ ഇല്ലാത്ത ഒരു സമയം അവർ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ. ಒಂದು ವೇಳೆ ನಿಮ್ಮ ಅಸಾನ್ನಿಧ್ಯವು ಮನೆಯಲ್ಲಿ ಇರುವಾಗ ನಿಮ್ಮ ಮಕ್ಕಳು ಆ ಪ್ರಾರ್ಥಿಸಿಯೇ ಅವರು ಶಾಲೆಗೆ ಹೋಗುವವರಾಗಿರ್ತಾರೆ. യാത്രയ്ക്ക് മുൻപേ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ಪ್ರಯಾಣದ ಮೊದಲಾಗಿ ಪ್ರಾರ್ಥಿಸುವಂತ ಒಂದು ಅಭ್ಯಾಸ ಯಾಕೋಬನ ಜೀವಿತದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. ആമേൻ. മടങ്ങി വരവിൽ നീ എന്നെ അനുഗ്രഹിക്കണം, യാത്രയിൽ കൂടെ ഇരിക്കണം, ദൈവമേ നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണം, ഞാൻ ശൂന്യനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ മടങ്ങി വരവാണ് ദൈവം യാക്കോബിന് കൽപ്പിച്ചത്. ತಿರುಗಿ ಬರಮಾಡಬೇಕು, ಪ್ರಯಾಣದಲ್ಲಿ ಜೊತೆಯಾಗಿರಬೇಕು ಎಂಬುದಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದಾಗ ಆ ತಿರುಗಿ ಬರೋಣದಲ್ಲಿ ಆ ಶುಭವನ್ನು ಯಾಕೋಬನು ಅನುಭವಿಸ್ತಾನೆ.
കരങ്ങളെ അടിച്ചെല്ലാവരും കർത്താവിനെ സ്തോത്രം ಕರಗಳ ചെയ്യുക. ತಟ್ಟಿ ದೇವರನ್ನು ಘನಪಡಿಸುವ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സഭയിൽ വരുമ്പോൾ മാത്രമല്ല എവിടെ ചെന്നാലും പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്ന ഒരു ശീലം ദൈവജനത്തിനുണ്ടാകട്ടെ. ಸಭೆಯಲ್ಲಿ ಬರುವಾಗ ಮಾತ್ರವಲ್ಲ, ಎಲ್ಲಿಗೆ ಪ್ರಯಾಣ ಬೆಳೆಸಿದರೂ ಪ್ರಾರ್ಥಿಸಿ ಪ್ರಯಾಣ ಬೆಳೆಸುವಂತ ಒಂದು ಗುಣ ಸ್ವಭಾವ ನಾವು ಬೆಳೆಸಿಕೊಳ್ಳಬೇಕು. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 12 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ಆಮೇಲೆ ಆದಿಕಾಂಡ 24ನೇ ಅಧ್ಯಾಯದ 12ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಓದ್ತೇವೆ. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 12 വാക്യം. ಆದಿಕಾಂಡ 24ನೇ ಅಧ್ಯಾಯದ 12ನೇ ವಾಕ್ಯ. അവൻ യാത്രയുടെ മധ്യത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ಪ್ರಯಾಣದ ಮಧ್ಯದಲ್ಲಿ ದೇವರೊಂದಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದಾನೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. ഇവിടെ യജമാനൻ ദാസനോട് പറയുകയാണ്, ಆಮೇಲೆ ದಾರಿಯಲ್ಲಿ ಯಜಮಾನನು ದಾಸನೊಂದಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, നീ എന്റെ മകന് ഒരു യുവതിയെ കണ്ടെത്തണം. ನೀನು ನನ್ನ ಮಗನಿಗೆ ಯೋಗ್ಯವಾದ ಒಂದು ಸಂಗಾತಿಯನ್ನು ಹುಡುಕಬೇಕು. ഒരു കന്യകയെ എന്റെ മകന് വേണ്ടി കണ്ടെത്തണം. ಒಂದು ಕನ್ನಿಕೆಯನ್ನು ಹುಡುಕಬೇಕು. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം യാത്രയുടെ മധ്യത്തിൽ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ದಾರಿಯ ಮಧ್ಯದಲ್ಲಿ ಆತನು ದೇವರೊಂದಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದಾನೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. ഒത്തിരി ദൈവമക്കളുടെ ദൈവദാസന്മാരുടെ അനുഭവം എനിക്കറിയാം. ಅನೇಕ ಸೇವಕರುಗಳ ದೇವರ ಮಕ್ಕಳ ಅನುಭವ ನನಗೆ ಗೊತ್ತಿದೆ. ആമേൻ. കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ, ബൈക്ക് ഓടിക്കുമ്പോൾ, അല്ലെങ്കിൽ ബസ്സിലിരിക്കുമ്പോൾ, ട്രെയിനിലിരിക്കുമ്പോൾ, ഫ്ലൈറ്റിലിരിക്കുമ്പോൾ, സ്തോത്രം, അവർക്ക് ദൈവവുമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ബന്ധപ്പെടാൻ കഴിയുന്ന നല്ല അവസരങ്ങളാണ്. ಬೈಕ್ ಸವಾರಿ ಮಾಡುವಾಗ, ವಾಹನ ಚಲಾಯಿಸುವಾಗ, ವಿಮಾನದಲ್ಲಿ ಪ್ರಯಾಣ ಬೆಳೆಸುವಾಗ, ರೈಲಲ್ಲಿ ಪ್ರಯಾಣ ಬೆಳೆಸುವಾಗ ಅವರ ಜೀವಿತದಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವಂತ ಆ സാധ്യതಗಳನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಆಮೆನ್. ಸ್ತೋತ್ರ ಹೇಳಿರಿ. യാത്ര തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ യാത്ര അവസാനിക്കുമ്പോഴും ദൈവത്തിന് നന്ദി പറയാൻ നിനക്ക് കഴിയണം. ಪ್ರಯಾಣ ಬೆಳೆಸಿಕೊಳ್ಳುವಾಗ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು, ಪ್ರಯಾಣದ ದಾರಿಯ ಮಧ್ಯದಲ್ಲಿ ದೇವರೊಂದಿಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. ಆಗಿರುವುದಾದರೆ ಪ್ರಯಾಣದ ಕೊನೆಯಲ್ಲಿ ಕೂಡ ದೇವರಿಗೆ ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸುವಂತ ಅನುಭವ ಇರಬೇಕು. രണ്ട് കരങ്ങളും അടിച്ചെല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്യുക. ಎರಡು ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರನ್ನು ಘನಪಡಿಸುವ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 3 അധ്യായം 21 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ಲೂಕನ ಸುವಾರ್ತೆ 3ನೇ ಅಧ್ಯಾಯದ 21ನೇ ವಾಕ್ಯ ಈ ರೀತಿಯಾಗಿ ಓದ್ತೇವೆ. സ്നാനം എടുക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ದೀಕ್ಷಾ ಸ್ನಾನ ಮಾಡಿಸಿಕೊಳ್ಳುವಾಗ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದಾನೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿ. സ്നാനപ്പെടുമ്പോൾ പ്രാർത്ഥിക്കണം. ದೀಕ್ಷಾ ಸ್ನಾನ ಮಾಡಿಸಿಕೊಂಡಾಗ ಪ್ರಾರ್ಥಿಸಬೇಕು. സ്തോത്രം. പ്രാർത്ഥിച്ച് സ്നാനമേറ്റു. സ്തോത്രം. ಪ್ರಾರ್ಥಿಸಿ ದೀಕ್ಷಾ ಸ್ನಾನವನ್ನು ಪಡೆದುಕೊಳ್ಳುತ್ತಾನೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അപ്പോൾ സ്നാനപ്പെടുന്ന ഒരു വ്യക്തി പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തി ആയിരിക്കണം. ಆಗಿರುವಾಗ ದೀಕ್ಷಾ ಸ್ನಾನ ಹೊಂದುವಂತ ವ್ಯಕ್ತಿ ಪ್ರಾರ್ಥನೆಯ ವೀರನಾಗಿರಬೇಕು. സ്തോത്രം. ಹಲ್ಲೆಲೂಯಾ. പ്രാർത്ഥനാ ജീവിതമില്ലാത്ത വ്യക്തി സ്നാനപ്പെട്ടാൽ അവൻ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നില്ല. ಪ್ರಾರ್ಥನಾ ಜೀವಿತವಿಲ್ಲದಂತ ವ್ಯಕ್ತಿ ದೀಕ್ಷಾ ಸ್ನಾನವನ್ನು ತೆಗೆದುಕೊಂಡರೆ ಆತನು ಕ್ರೈಸ್ತ ಜೀವಿತದಲ್ಲಿ ನಿಲ್ಲುವುದಕ್ಕೆ ಸಾಧ್ಯತೆ ಕಡಿಮೆ. സ്നാനപ്പെടേണ്ട യോഗ്യതകളിൽ ഒരു യോഗ്യതയാണ് പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉടമയായിരിക്കണം. ದೀಕ್ಷಾ ಸ್ನಾನದ ಯೋಗ್ಯತೆ ಏನೆಂದರೆ ಅದರಲ್ಲಿ ಒಂದನೇ ಯೋಗ್ಯತೆ ಪ್ರಾರ್ಥನೆಯ ಜೀವಿತದ ಒಬ್ಬ ಒಡೆಯನಾಗಿರಬೇಕು ನೀನು. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ಸ್ತೋತ್ರ ಹೇಳುವ. ಸ್ತೋತ್ರ ಹೇಳುವ. അർത്ഥം ഇതാണ്, ദൈവവുമായി ബന്ധപ്പെടാൻ കഴിയാത്തൊരു വ്യക്തി സ്നാനപ്പെടരുത്. ಅದರ ಅರ್ಥ ಇದಾಗಿದೆ, ದೇವರೊಂದಿಗೆ ಸಂಬಂಧ ಬೆಳೆಸಿಕೊಳ್ಳದಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ ದೀಕ್ಷಾ ಸ್ನಾನ ಹೊಂದಬಾರದು. ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത മനുഷ്യൻ സ്നാനപ്പെട്ടാൽ പിന്നെ അവൻ വിശ്വാസത്തിൽ ജീവിക്കുന്നത് അസാധ്യമാണ്. ದೇವರೊಂದಿಗೆ ಸಂಬಂಧವಿಲ್ಲದಂತ ವ್ಯಕ್ತಿ ದೀಕ್ಷಾ ಸ್ನಾನ ಹೊಂದಿದರೆ ಅವನಿಗೆ ಕ್ರೈಸ್ತ ಜೀವಿತದಲ್ಲಿ ಮುಂದುವರಿದು ಕಷ್ಟ ಸಾಧ್ಯವಾಗಿದೆ. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 30 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ಲೂಕನ ಸುವಾರ್ತೆ 24ನೇ ಅಧ್ಯಾಯದ 30ನೇ ವಾಕ್ಯ ಈ ರೀತಿಯಾಗಿ ಓದ್ತೇವೆ. മത്തായി 14:19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ಮತ್ತಾಯ 14:19ನೇ ವಾಕ್ಯ ಈ ರೀತಿಯಾಗಿ ಓದ್ತೇವೆ. ഭക്ഷണത്തിനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ಅವರು ಊಟಕ್ಕೆ ಕೂತುಕೊಂಡಿರುವಾಗ ಪ್ರಾರ್ಥನೆ ಮಾಡಿದರು. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. നല്ല നല്ല ആഹാരം കഴിക്കുമ്പോൾ നീ ആഹാരത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. ಒಳ್ಳೆ ಉತ್ತಮವಾದ ಭೋಜನಗಳನ್ನು ಮಾಡುವಾಗ ಆಹಾರಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಮಾಡಿ ನೀನು ಭೋಜನ ಮಾಡಬೇಕು. ഇന്നും ആഫ്രിക്കയിൽ കളിമണ്ണിനെ ദോശയാക്കി കഴിക്കുന്ന പിന്നെ ആൾക്കാരുണ്ട് പോലും. സ്തോത്രം. ಇವತ್ತು ಆಫ್ರಿಕಾ ಖಂಡಗಳಲ್ಲಿ ಮಣ್ಣನ್ನು ದೋಸೆಯಾಗಿ
ಹಿಟ್ಟಾಗಿ ಮಾಡಿ ದೋಸೆ ಮಾಡಿ ಉಣ್ಣುವಂತ ಜನರಿದ್ದಾರೆ. നിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ആഹാരത്തെ നീ സ്തോത്രത്തോടെ ഭക്ഷിക്കണം. ನಿನ್ನ ಮುಂದೆ ಬರುವಂತ ಆಹಾರವನ್ನು ಸ್ತೋತ್ರ ಮಾಡಿ ನೀನು ಭೋಜನ ಮಾಡಬೇಕು. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ಕರಮೇಲಕ್ಕೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡು. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നീ കഴിക്കുന്ന പാത്രത്തിൽ അല്പം പോലും വേസ്റ്റ് വരാൻ പാടില്ല. ನೀನು ಆಮೆನ್ ಭೋಜನ ಮಾಡುವಂತ ಪಾತ್ರೆಯಲ್ಲಿ ಸ್ವಲ್ಪ ಕೂಡ ಉಳಿಸಿಕೊಳ್ಳಬಾರದು. കാരണം നീ കഴിക്കുന്ന ആഹാരം ദൈവം നിനക്ക് നൽകുന്നതാണ്. ಕಾರಣ ನೀನು ಉಣ್ಣುವಂತ ಆಹಾರ ದೇವರು ನಿನಗೆ ಕೊಟ್ಟಿರುವಂತದ್ದಾಗಿದೆ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ಕರಮೇಲಕ್ಕೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. നീ കഴിക്കുന്ന ആഹാരം നിനക്ക് ഉപകാരപ്രദമാകേണ്ടതിന്, നീ കഴിക്കുന്ന ആഹാരം നിനക്ക് നന്മ ഉണ്ടാകേണ്ടതിന്, നീ കഴിക്കുമ്പോൾ ആരുടെ കുറ്റവും പറയരുത്. കഴിക്കുന്ന സമയത്ത് വീടിനകത്ത് വഴക്കുണ്ടാക്കരുത്. കഴിക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ ദൈവവചനം പറയണം. സ്തോത്രം. ಆಮೇ ನೀನು ಉಣ್ಣುವಂತ ಸಮಯದಲ್ಲಿ ಯಾರ ದೂರನ್ನು ಹೇಳಬಾರದು. ನೀನು ಉಣ್ಣುವಂತ ಆಹಾರ ನಿನಗೆ ಆಶೀರ್ವಾದವಾಗಿರಬೇಕಾದರೆ, ಅದು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಬಲವಾಗಿರಬೇಕಾದರೆ, ಇತರರ ಕುರಿತಾಗಿ ದೂರು ಹೇಳದೆ ಗುಣಗುಟ್ಟದೆ ಭೋಜನದ ಮುಂದೆ ಇರುವಾಗ ದೇವರ ವಾಕ್ಯವನ್ನು ನಿನ್ನ ನೆನಪಿಗೆ ತರಬೇಕು. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಕರಮೇಲಕ್ಕೆ ಹಲ್ಲೆಲೂಯಾ ಹೇಳಿರಿ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ಆಮೆನ್. ಪೌಲನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ಎಲ್ಲವನ್ನು ನಾನು ಅಭ್ಯಾಸ ಮಾಡಿಕೊಂಡಿದ್ದೇನೆ. അപ്പോ അഭിഷേകമുള്ള നമ്മുടെ ശരീരത്തിന് എല്ലാ ഭക്ഷണവും ഒരു ശീലമായി മാറണം. ಆಮೆನ್. ಅಭಿಷೇಕമുള്ള നമ്മുടെ ശരീരത്തിൽ, ಅಭಿಷೇಕವಿರುವಂತ ಶರೀರದಲ್ಲಿ ಎಲ್ಲವನ್ನು ನಾವು ಅಭ್ಯಾಸವಾಗಿ ಬೆಳೆಸಿಕೊಳ್ಳಬೇಕು. സ്തോത്രം പറഞ്ഞാട്ടെ. ಆಮೆನ್. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ಕರಮೇಲಕ್ಕೆ ದೇವರಿಗೆ ಹಲ್ಲೆಲೂಯಾ ಹೇಳುವ. ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിಯಿಂದ ಹಲ್ಲೆಲೂಯಾ ಹೇಳುವ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭക്ഷണമേശയിൽ വഴക്കുണ്ടാകരുത്. ഭക്ഷണമേശയിൽ ആരുടെയും കുറ്റം പറയരുത്. സ്തോത്രം. നല്ല ആരോഗ്യം ചിലപ്പോൾ അത് ഉണ്ടാക്കണമെന്നില്ല. ಔತಣ ಕೂಟಗಳಲ್ಲಿ ಆಮೆನ್ ಗಲಭೆಗಳನ್ನು ಎಬ್ಬಿಸಬಾರದು. ಇತರರ ಕುರಿತಾಗಿ ದೂರು ಹೇಳುವನಾಗಿರಬಾರದು. ಆಗಿರುವುದಾದರೆ ಅದು ನಿನಗೆ ಪ್ರಯೋಜನವಾಗಿರುವುದಿಲ್ಲ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. നിങ്ങൾ വിചാരിക്കും, ഇതെന്താ ഈ പാസ്റ്റർ പറയുന്നത്, ഇതുവരെ ഇങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ನೀವು ಹೀಗೆ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬಹುದು, ಈ ಪಾಸ್ಟರ್ ಯಾಕೆ ಈ ರೀತಿಯಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಇದುವರೆಗೂ ಯಾವ ಸೇವಕರು ಈ ರೀತಿಯಾಗಿ ಮಾತನಾಡಲಿಲ್ಲ. സ്തോത്രം. ಸ್ತೋತ್ರ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് തെളിയിക്കാൻ പോവുകയാണ്. ನಾನೊಂದು ಉದಾಹರಣೆಯನ್ನು ಹೇಳಿ ನಾನು ಅದನ್ನು ವಿವರಿಸ್ತೇನೆ. പ്രൈസ് ദി ലോർഡ്. ಸ್ತೋತ್ರ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ಲೋಕದಲ್ಲಿ ಹೆಚ್ಚು ಆ ಹಾಲನ್ನು ಉತ್ಪಾದನೆ ಮಾಡುವಂತ ದೇಶ ಭಾರತವಾಗಿದೆ. ലോകത്തിലെ ഏറ്റവും പശുക്കൾ ഉള്ള രാജ്യം ഇന്ത്യയാണ്. ಲೋಕದಲ್ಲಿ ಹಸುಗಳು ಹೆಚ್ಚಾಗಿ ಇರುವಂತಹ ದೇಶ ಭಾರತ ದೇಶವಾಗಿದೆ. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കൾ ഉള്ളത് ഇസ്രായേലിലാണ്. ಆದರೆ ಹೆಚ್ಚಾಗಿ ಇಳುವರಿಯನ್ನು ಕೊಡುವಂತ ಹಸುಗಳಿರುವಂತದ್ದು ಆಫ್ರಿಕಾದಲ್ಲೇ ಆಗಿದೆ. ಇಸ್ರಾಯೇಲ್ ಆಗಿದೆ. അപ്പോ ഇസ്രായേലിലെ പശുക്കൾക്ക് എന്താണ് പ്രത്യേകത? ഇസ്രായേലിന ಹಸುಗಳಿಗೆ ಏನು ಪ್ರತ್ಯೇಕತೆ? അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞ യഹൂദന്മാരുടെ പശുക്കൾക്ക് എന്താണ് പ്രത്യേകത? ಯಹೂದ್ಯರ ಹಸುಗಳಿಗೆ ಏನು ಪ್ರತ್ಯೇಕತೆ? എല്ലാ ലോകരാജ്യങ്ങളും ചെന്ന് യഹൂദന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ പശുക്കൾക്ക് എന്താണ് ഇത്രയും നന്നായിട്ട് പാല് തരാൻ പറ്റുന്ന, നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്? എല്ലാ ರಾಜ್ಯಗಳಲ್ಲಿರುವವರು ಯಹೂದ್ಯರ ಹತ್ರ ಬಂದು ಕೇಳ್ತಾರೆ, ನಿಮ್ಮ ಹಸುಗಳಿಗೆ ಈ ರೀತಿ ಏನು ಇದರ ಎಷ್ಟು ವಿಶೇಷತೆ ಎಂಬುದಾಗಿ. എന്താണ് ഇതിന്റെ പ്രത്യേകത, എന്താണ് നിങ്ങളുടെ രഹസ്യം? ಇದೇನು ಇದರ ವಿಶೇಷತೆ, ಇದರ ರಹಸ್ಯ? അപ്പോൾ ഇസ്രായേലിലെ യഹൂദന്മാര് പറഞ്ഞു, ഞങ്ങളുടെ പശുക്കൾ ഭയങ്കര സന്തോഷമുള്ള പശുക്കളാണ്. ಆಗ ಯಹೂದ್ಯರು ಪ್ರತ್ಯುತ್ತರ ನೀಡಿದರು, ನಮ್ಮ ಹಸುಗಳು ಬಹಳ ಸಂತೋಷವುಳ್ಳ ಹಸುಗಳಾಗಿದೆ. ആദ്യം ഇത് കേട്ടപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. ಪ್ರಥಮವಾಗಿ ಕೇಳಿದಾಗ ಯಾರಿಗೂ ಅದು ಇಷ್ಟವಾಗಲಿಲ್ಲ. അവര് വിചാരിച്ചു വേറെ എന്തോ രഹസ്യമുണ്ട്, അതുകൊണ്ട് ഇവര് മറച്ചു വെക്കുകയാണെന്ന് വിചാരിച്ചു. ಅವರು ಅರ್ಥ ಮಾಡಿಕೊಂಡರು ಬೇರೆ ಏನೋ ರಹಸ್ಯಗಳಿದೆ, ಅದನ್ನು ಮರೆ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ ಎಂಬುದಾಗಿ. അപ്പോൾ ലോകരാജ്യങ്ങളിലെ പലരും പിന്നെ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി ഇസ്രായേലിലെ ഡയറി ഫാമുകളിൽ ചെന്നു. ಈ ಲೋಕದ ಅನೇಕ ಗಣ್ಯ ವ್ಯಕ್ತಿಗಳು ಉನ್ನತ ವ್ಯಾಸಂಗಕ್ಕೋಸ್ಕರ ಇದರ ಕುರಿತಾಗಿ ಕಲಿಯುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಇಸ್ರಾಯೇಲಿಗೆ ಭೇಟಿ ನೀಡಿದರು. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഭക്ഷണം കൊടുക്കുന്നത് നോക്കി എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെയാണ് യഹൂദന്മാരും ഭക്ഷണം കൊടുക്കുന്നത്. ಅವರು ಆಹಾರವನ್ನು ಅದಕ್ಕೆ ಒದಗಿಸುವಂತದ್ದು ಎಲ್ಲರೂ ನೀಡುವ ಹಾಗೆ. പക്ഷേ പശുക്കളെ സന്തോഷത്തോടെ പരിപാലിക്കാൻ ഉള്ളൊരു പ്രത്യേക കഴിവ് യഹൂദന്മാർക്കുണ്ട്. ಆದರೆ ಹಸುಗಳನ್ನು
ಆನಂದ ನೀಡುವಂತ ಕೆಲವೊಂದು ವಿಷಯ ತರಬೇತಿಗಳು ಯಹೂದರಲ್ಲಿದೆ. അപ്പൊ പശുക്കൾക്ക് സന്തോഷമുണ്ടെങ്കിൽ കൂടുതൽ പാല് തരുന്നു. ಆಮೇನ್. ಹಸುಗಳಿಗೆ ಸಂತೋಷವಿದ್ದರೆ ಅದು ಹೆಚ್ಚಾಗಿ ಇಳುವರಿಯನ್ನು ಕೊಡುತ್ತದೆ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം സന്തോഷത്തോടെ കഴിച്ചാൽ, സ്തോത്രം, നന്ദിയോടെ കഴിച്ചാൽ, തൃപ്തിയോടെ കഴിച്ചാൽ, സ്തോത്രം, നല്ല ആരോഗ്യം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേരുന്ന പകൽക്കാലം ആമേൻ പറയും? ನಾವು ಉಣ್ಣುವಂತ ಆಹಾರವನ್ನು ಗುಣಗುಟ್ಟದೆ ತಿಂದರೆ, ಆಮೇಲೆ ಕೃತಜ್ಞತೆಯೊಂದಿಗೆ ತಿಂದರೆ, ಆಮೇಲೆ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿ ತಿನ್ನುವುದಾದರೆ ಎಷ್ಟು ಆರೋಗ್ಯ ಉಂಟಾಗಬಹುದು. ചിലര് പറയും ഇത് എന്തോ പച്ചക്കറി, ഇത് എന്തോ അരി, ഇതെന്തോ ടേസ്റ്റ്, ഇതെന്തോ കൂട്ടാൻ, എങ്ങനെ കൊടുത്താലും ഒരു തൃപ്തിയില്ലാത്ത മനുഷ്യരുണ്ടല്ലോ, അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകില്ലെന്ന് ವೈದ್ಯಶಾಸ್ತ್ರ പറയുന്നു. ಕೆಲವರು ಹೇಳುತ್ತಾರೆ ಇದೆಂತ ತರಕಾರಿ, ಇದೆಂತ ಅಕ್ಕಿ ಎಂಬುದಾಗಿ ಗುಣಗುಟ್ಟುತ್ತಾ ಆಮೇಲೆ ತಿನ್ನುತ್ತಾರೆ. ವೈದ್ಯಶಾಸ್ತ್ರ ಹೇಳುತ್ತದೆ ಅವರಿಗೆ ಉತ್ತಮ ಆರೋಗ್ಯ ಉಂಟಾಗುವುದಿಲ್ಲ. നിന്റെ മുമ്പിൽ വരുന്ന ആഹാരം, ആമൻ ഏത് ആഹാരമായാലും സ്വോത്രം പറഞ്ഞ് കഴിച്ചാൽ നിനക്കത് നല്ലത്, നിനക്ക് ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടാൻ കഴിയും. ನಿನ್ನ ಮುಂದೆ ಬರುವಂತ ಆಹಾರವನ್ನು ಸ್ತೋತ್ರ ಮಾಡಿ ಕೃತಜ್ಞತೆ ತಿನ್ನುವುದಾದರೆ ಉತ್ತಮ ಆರೋಗ್ಯವನ್ನು ಹೊಂದುತ್ತೀರಾ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ಲೂಕನ ಸುವಾರ್ತೆ 15ನೇ ಅಧ್ಯಾಯದ 15 ಮತ್ತು 16ನೇ ವಾಕ್ಯವನ್ನು ಓದುವಾಗ, സ്തോത്രം, തിരക്കുള്ള സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ബിസി ടൈം. ಆಮೇಲೆ ತುಂಬಾ ಒತ್ತಡ ಇರುವ ಸಮಯಗಳಲ್ಲಿ ನಾವು ಪ್ರಾರ್ಥಿಸಬೇಕು. ആർക്കും ഒന്നിനും സമയമില്ല. സ്തോത്രം. ಇವತ್ತು ಯಾರಿಗೂ ಯಾವುದಕ್ಕೂ ಸಮಯವಿಲ್ಲ. ആൾക്കാർക്ക് ആരാധനയ്ക്ക് വരാൻ സമയമില്ല. ಜನರಿಗೆ ಆರಾಧನೆ ಬರುವುದು ಸಮಯವಿಲ್ಲ. സ്തോത്രം. പിന്നെ മക്കളോട് സംസാരിക്കാൻ സമയമില്ല. ಮಕ್ಕಳೊಂದಿಗೆ ಸಂಭಾಷಿಸೋದಕ್ಕೆ ಸಮಯವಿಲ್ಲ. എല്ലാവർക്കും ഭയങ്കര ബിസിയാണ്. ಎಲ್ಲರೂ ಒತ್ತಡದ ಜೀವಿತ ನಡೆಸ್ತಾ ಇದ್ದಾರೆ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലായിടവും എത്തണം. 5 ನಿಮಿಷದಲ್ಲಿ ಎಲ್ಲವನ್ನು ಮಾಡಬೇಕು. ഇവിടെ 5 മിനിറ്റ് കൊണ്ട് അമേരിക്കയിൽ എത്തുന്ന സംവിധാനം ഉണ്ടോ എന്ന് ആൾക്കാർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ಇಲ್ಲಿಂದ 5 ನಿಮಿಷದಲ್ಲಿ ಅಮೆರಿಕ ತಲುಪುವಂತ ಆ ಒಂದು ಮಾಧ್ಯಮಗಳು ಇದೆಯೋ ಎಂಬುದಾಗಿ ನೋಡ್ತಾ ಇದ್ದಾರೆ. കാരണം 24 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരിക്കാൻ ആൾക്കാർക്ക് സമയമില്ലെന്ന്. ಕಾರಣ 24 ಗಂಟೆಗಳು ವಿಮಾನದಲ್ಲಿ ಪ್ರಯಾಣ ಮಾಡೋದಕ್ಕೆ ಜನರಿಗೆ ಸಮಯವಿಲ್ಲ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. ആൾക്കാർക്ക് സമയമില്ലാത്ത കാലത്ത് മനുഷ്യൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. ಜನರಿಗೆ ಸಮಯವಿಲ್ಲದ ಸಮಯದಲ್ಲಿ ಆಮೇಲೆ ಮನುಷ್ಯನು ಬಿಟ್ಟುವಂತ ಅಥವಾ ಕಳಕೊಳ್ಳುವಂತ ಒಂದು ವಿಷಯವಾಗಿದೆ ಪ್ರಾರ್ಥನೆ. ഇന്ന് പകൽക്കാലം തിരക്കുള്ള സമയത്ത് നീ തിരക്കുകളെ മാറ്റിവെച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദിവസങ്ങളും കാലങ്ങളും സമയങ്ങളും വേർതിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മളോട് പറയുകയാണ്. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ನಿನ್ನ ಒತ್ತಡವಿರುವಂತ ದಿನಗಳಲ್ಲಿ ಆ ಒತ್ತಡವನ್ನು ಬದಿಗಿರಿಸಿ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕೆಂಬುದಾಗಿ ದೇವರ ಆತ್ಮನು ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಮಾತನಾಡುತ್ತಾರೆ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ಕರ ಮೇಲಕ್ಕೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ಕರ ಮೇಲಕ್ಕೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ಸ್ವರವೆತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. കരങ്ങളും അടിച്ചു എല്ലാവരും ಎರಡು ಕರಗಳು ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ಯಾಕೋಬ 5ನೇ ಅಧ್ಯಾಯದ 13ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ನಾವು ಓದ್ತೇವೆ. ദുഃഖത്തോടെ ഇരിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കണം. ആമേൻ. ദുഃഖದಲ್ಲಿರುವಾಗಲೂ ನೀನು ದೇವರೊಂದಿಗೆ നിന്റെ ಪ್ರಾರ್ಥನೆ മനസ്സിനെ ಮಾಡಬೇಕು. ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും ഭാരങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലല്ല, നീ ദൈവത്തിന്റെ ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണം. ಆಮೇನ್. ಇವತ್ತು ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಏನಾದರೂ ದುಃಖ ನಿನ್ನಲ್ಲಿ ಇರುವುದಾದರೆ ಪಂಚಾಯತ್ ಆಫೀಸಿನ ಮುಂದುಗಡೆ ಅಲ್ಲ, ದೇವರ ಮುಂದುಗಡೆ ಬಂದು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 24-ാം അധ്യായം 52-53 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നു. ಲೂಕನ ಸುವಾರ್ತೆ 24ನೇ ಅಧ್ಯಾಯದ 52-53ನೇ ವಾಕ್ಯವನ್ನು ಓದುವಾಗ ಈ ರೀತಿಯಾಗಿ ಓದ್ತೇವೆ. സന്തോഷ വേളകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ಸಂತೋಷ ವೇಳೆಗಳಲ್ಲಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. വീട്ടിനകത്തൊരു സന്തോഷമുണ്ടായാൽ, കുടുംബത്തൊരു സന്തോഷമുണ്ടായാൽ സന്തോഷത്തിൽ നമ്മൾ മതിമറന്ന് ജീവിക്കരുത്. ആമേൻ. സന്തോഷ കാലത്തും പ്രാർത്ഥിക്കേണ്ട ഒരു നിയോഗവും ദൈവഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ನಮ್ಮ ಮನೆಯಲ್ಲಿ ನಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿ ಸಂತೋಷವಿರುವಾಗ ಮೈಮರೆತು ನಾವು ಸಂತೋಷಿಸುತ್ತಲ್ಲ, ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಸಂತೋಷಿಸುವಂತ ಪ್ರಾರ್ಥಿಸುವಂತ ಅನುಭವ ಇರಬೇಕು. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ಕರ ಮೇಲಕ್ಕೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷ
സന്തോഷത്തിന് സമയം വരുമ്പോൾ പ്രാർത്ഥനയും ആരാധനയും കുറഞ്ഞു പോകരുത്. സ്തോത്രം. നന്മ കിട്ടും തോറും ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കണം. ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಒಂದು ಸಂತೋಷವು ಕಾರಣವಾಗಿ ಬರುವಾಗ ಆ ಸಂತೋಷದಲ್ಲೇ ನೀನು ಕಾಲ ಕಳೆಯಬಾರದು. ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆಗೂ ಆರಾಧನೆಗೂ ಸಮಯವನ್ನು ಬೇರ್ಪಡಿಸಬೇಕು. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. ഇന്ത്യൻ ക്രിസ്ത്യൻസിനും വെസ്റ്റേൺ ക്രിസ്ത്യൻസിനും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങളിൽ ഒരു വ്യത്യാസം ഞാൻ പറയാൻ പോകുകയാണ്. ಇಂಡಿಯಾ ಭಾರತ ಆಮೇಲೆ ಜನರಿಗೂ ಮತ್ತು ಪಾಶ್ಚಾತ್ಯ ಜನರಿಗೂ ಇರುವಂತ ವ್ಯತ್ಯಾಸ ನಾನು ಹೇಳ್ತೇನೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. ഇന്ത്യൻ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ ಇಂಡಿಯನ್ ಕ್ರೈಸ್ತರು ಎಂದರೆ കഷ്ടത വരുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കും. ಕಷ್ಟವು ಅವರ ಜೀವಿತದಲ್ಲಿ ಅನುಭವವಾಗುವಾಗ ದೇವರಲ್ಲಿ ಸಮೀಪಿಸ್ತಾರೆ. അത്യാവശ്യം സാലറിയും അത്യാവശ്യം സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാസ്റ്ററോ ഫോണോ പിന്നെ സഭയോ ചർച്ചോ പ്രാർത്ഥനയോ ഫാസ്റ്റിങ്ങോ ഒന്നും ഓർമ്മ കാണില്ല. സ്തോത്രം. ಸಾಧ್ಯವಾಗುವಷ್ಟು ಅನುಕೂಲತೆಗಳು ಸಂಬಳವು ನಮಗೆ ಬರುವುದಾದರೆ, ವರಮಾನಗಳು ನಮಗೆ ಇರುವುದಾದರೆ ಪಾಸ್ಟ್ರೋ ಫೋನೋ ಆರಾಧನೆಯೋ ಎಂಬಂತ ಯಾವ ಆಲೋಚನೆ ನಮಗೆ ಬರುವುದಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബാങ്കിൽ നിന്ന് വീട്ടിൽ നോട്ടീസ് കൊണ്ടൊട്ടിക്കുകയാണ്, വരുന്ന മാസം 22-ാം തീയതി ഈ ബാങ്ക് ഈ വീട് നമ്മൾ പിന്നെ ലേലം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു ബോർഡ് കൊണ്ടുവച്ചാൽ പിന്നെ ഒരു സമാധാനമില്ല. പാസ്റ്റർക്ക് സമാധാനമില്ല, വിശ്വാസിക്ക് സമാധാനമില്ല. എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, ഒരു ദൈവ പ്രവൃത്തി ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയും. സ്തോത്രം. ಬ್ಯಾಂಕಿನಿಂದ ಒಂದು ನೋಟಿಸ್ ಅಥವಾ ಭಿತ್ತಿ ಪತ್ರವನ್ನು ತಂದು ಅಂಟಿಸಿ ಇಂಥ ತಾರೀಕಿನಂದು ಈ ಮನೆಯು ಏಲಂ ಆಗಿ ಮಾಡಲಾಗುವುದು ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿರುವುದಾದರೆ ಆಗ ಪಾಸ್ಟರ್ಗಳಿಗೆ ಸಮಯವಿರುವುದಿಲ್ಲ, ಅವರನ್ನು ಸ್ವಲ್ಪ ಕೂಡ ಕೆಳಗೆ ನಿಲ್ಲಿಸುವುದಿಲ್ಲ, ಪ್ರಾರ್ಥಿಸಬೇಕು ಎಂಬುದಾಗಿ ಒತ್ತಡಗಳು ಬರುತ್ತದೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. വെസ്റ്റേൺ ക്രിസ്ത്യൻസ് അങ്ങനെയല്ല. ವೆಸ್ಟರ್ನ್ ಕ್ರಿಶ್ಚಿಯನ್ಸ್ ಹಾಗೆ ಅಲ್ಲ. കഷ്ടത വരുമ്പോൾ അവർ ദൈവത്തോട് അകന്നു പോകും, അനുഗ്രഹം വരുമ്പോൾ ദൈവത്തോട് അടുക്കും അവർ. ಕಷ್ಟಗಳು ಬರುವಾಗ ದೇವರೊಂದಿಗೆ ದೂರವಾಗುತ್ತಾರೆ, ಆಶೀರ್ವಾದ ಬರುವಾಗ ದೇವರನ್ನು ಸಮೀಪಿಸುತ್ತಾರೆ. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. സ്തോത്രം. ಎರಡೂ ಭಾಗಗಳಲ್ಲಿಯೂ ತಪ್ಪು ಇದೆ. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് സന്തോഷകാലത്തും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ನಾನು ಹೇಳುವಂತದ್ದು ಸಂತೋಷದ ಸಮಯಗಳಲ್ಲಿಯೂ ಪ್ರಾರ್ಥಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗಬೇಕು. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 തെസ്സലോനിಕ 5ನೇ ಅಧ್ಯಾಯ ಅದರ 17ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಓದ್ತೇವೆ. ഇടവിടാതെ പ്രാർത്ഥിക്കണം. ಎಡಬಿಡದೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. ಎಡಬಿಡದೆ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. ബൈബിൾ പറയുന്നു പിശാചിന് ഇടം കൊടുക്കരുത്. ಬೈಬಲ್ ಸತ್ಯವೇದ ಹೇಳುತ್ತದೆ ಸೈತಾನನಿಗೆ ಅವಕಾಶ ಕಲ್ಪಿಸಿಕೊಡಬಾರದು. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. നമ്മൾ ഇടവേള ഇട്ടാൽ പിശാച് കയറിയിരിക്കും എന്നുള്ള സത്യമാണ്. ನಾವು ಅವಕಾಶ ಕಲ್ಪಿಸಿಕೊಟ್ರೆ ಸೈತಾನನು ಕಾರ್ಯ ಮಾಡುತ್ತಾನೆ. ബൈബിളിൽ പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കണം. ಬೈಬಲ್ ಸತ್ಯವೇದ ಹೇಳುತ್ತದೆ ಎಡಬಿಡದೆ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ಲೂಕ 18:1 ಈ ರೀತಿಯಾಗಿ ಓದ್ತೇವೆ. എപ്പോഴും പ്രാർത്ഥിക്കണം. ಯಾವಾಗಲೂ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം. ಕರಗಳ ಮೇಲೆ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ಕರಗಳ ಮೇಲೆ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ದೇವರು ನಿನ್ನಲ್ಲಿ ಬಯಸುವಂತದ್ದು ನೀನು ಯಾವಾಗಲೂ ಪ್ರಾರ್ಥಿಸುವನಾಗಿರಬೇಕು. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളിനോട് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കും. ನಮಗೆ ಇಷ್ಟ ಇರುವಂತ ವ್ಯಕ್ತಿಯೊಂದಿಗೆ ನಾವು ಹೆಚ್ಚು ಕಾಲ ಸಂಭಾಷಿಸುತ್ತೇವೆ. സ്തോത്രം. നമ്മളോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ അടുത്തിരിക്കാൻ താല്പര്യപ്പെടും. ನಮ್ಮ ಸಂಗಡ ಒಡನಾಟವಿರುವವರು ಹೆಚ್ಚಿನ ಕಾಲ ನಮ್ಮೊಂದಿಗೆ ಕಾಲ ಕಳೆದಕ್ಕೆ ಬಯಸುತ್ತಾರೆ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಆತ್ಮನಿಂದ ನಾನು ಒಂದು ಸಂಗತಿಯನ್ನು ಹೇಳುತ್ತೇನೆ. നമുക്ക് ദൈവത്തോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ನಮಗೆ ದೇವರಲ್ಲಿ ಪ್ರಿಯವಾಗಿರುವುದಾದರೆ ನಮಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് എന്റെ മേൽ പകരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ಈ ಹಗಲ ವೇಳೆಯಲ್ಲಿ ದೇವರ ಆ ಪ್ರಾರ್ಥನೆ ಆತ್ಮನಿಂದ ನಾನು ತುಂಬಿಸಲ್ಪಡಬೇಕು ಎಂಬುದಾಗಿ ಬಯಸುವವರು ಕರಗಳನ್ನು ಮೇಲೆ ಕೆತ್ತಿರಿ. സ്തോത്രം. ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ നാളെ ചിന്തിക്കും. സ്തോത്രം. ನಂತರದ ಭಾಗವನ್ನು ನಾಳೆ ನಾವು ಧ್ಯಾನಿಸುವ. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിന് പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങാൻ പോകുകയാണ്. ಇವತ್ತು ನಾವು ಧ್ಯಾನಿಸಿ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿ ಸಂತೋಷದಿಂದ ನಾವು ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ മാറ്റിമറിക്കുന്നവര് പ്രാർത്ഥനയുടെ ആത്മാവിനെ കർത്താവിന് ആവശ്യമാണ്. ಇವತ್ತು ನಮ್ಮನ್ನೇ ಬದಲಾಯಿಸುವಂತ ಒಂದು ಪ್ರಾರ್ಥನೆ ಆತ್ಮನು ನಮಗೆ ಬೇಕಾಗಿದೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. 4 തലമുറ കൊണ്ട് ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ്. സ്തോത്രം. 4 ತಲೆಮಾರುಗಳಿಂದ ಸೇವಕರು ಪೆಂತೆಕೋಸ್ಟ್ ಅನುಭವಕ್ಕೆ ಬಂದಿದ್ದಾರೆ. I am not a converted Pentecost.
ನಾವು ಮತ ಬದಲಾದಂತ ಪೆಂತಕೋಸ್ ಅಲ್ಲ. മനസ്സിലാവുന്നുണ്ടോ? 4 തലമുറ കൊണ്ട് ഞാൻ നിങ്ങൾ പെന്തക്കോസ്തുകാരാണ്. 4 ತಲೆಮಾರುಗಳಿಂದ ನಾವು ಪೆಂತಕೋಸ್ ಅನುಭವದಲ್ಲಿದ್ದೇವೆ. എന്റെ പപ്പ പാസ്റ്ററാണ്. ನನ್ನ ಸೇವಕರ ತಂದೆ ಪಾಸ್ಟರ್ ಆಗಿದ್ದಾರೆ. പപ്പയുടെ പപ്പ പാസ്റ്ററാണ്. ತಂದೆಯ ತಂದೆ ಪಾಸ್ಟರ್ ಆಗಿದ್ದಾರೆ. സ്തോത്രം പറഞ്ഞാണ്ടേ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ನಾನು ಅನೇಕ ವಿಚಾರಗಳನ್ನು ಇದರಲ್ಲಿ ಗಮನಿಸಿದ್ದೇನೆ. കഴിഞ്ഞ തലമുറയിലെ ദൈവസഭ പ്രാർത്ഥിച്ചതുപോലെയും ദൈവസന്നിധിയിൽ അവന് ഉണ്ടായിരുന്ന ദാഹം ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല എന്നുള്ളത് 100% സത്യമാണ്. ಕಳೆದು ಹೋದಂತ ತಲೆಮಾರಿನಲ್ಲಿ ದೇವ ಸಭೆಗೂ ಸೇವಕರಿಗೂ ಇದ್ದಂತ ಪ್ರಾರ್ಥನೆ ಈ ತಲೆಮಾರಿನಲ್ಲಿ ನಮಗೆ ಕಾಣುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತಾ ಇಲ್ಲ. പണ്ടത്തെക്കാളും നമുക്ക് സൗകര്യങ്ങളും വാഹനങ്ങളും നല്ല സഭാഹാളുകളും സ്തോത്രം നല്ല സാമ്പത്തികം ഒക്കെ ഇപ്പോഴുണ്ട്. ಇಂದಿನ ಕಾಲದಲ್ಲಿ ಇದ್ದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಿನ ಸೌಲಭ್ಯಗಳು, ಆರ್ಥಿಕ ಸುವ್ಯವಸ್ಥೆಗಳು, ಸಂಚಾರ ವ್ಯವಸ್ಥೆಗಳು ಇವತ್ತು ಇದೆ. സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കാൻ ആളില്ല. ಆದರೆ ಸಭೆಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕೆ ಜನವಿಲ್ಲ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿ. ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കാൻ ആളില്ല. ಜನರಿಗೋಸ್ಕರ ಮಧ್ಯಸ್ಥಿಕೆ ವಹಿಸುವುದಕ್ಕೆ ಆಮೇಲೆ ಪ್ರಾರ್ಥನಾ ವೀರರಿಲ್ಲ. ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളില്ല. ಸೇವಕರ ಸೇವೆಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸುವುದಕ್ಕೆ ಜನರಿಲ್ಲ. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ്. ಈ ಹಗಲು ವೇಳೆಯಲ್ಲಿ ದೇವರು ನಿನ್ನನ್ನು ಇಲ್ಲಿಗೆ ಕರೆತಂದದು ಅಂತ ಸೇವೆಯನ್ನು ನಿನಗೆ ಕೊಡುವುದಕ್ಕೋಸ್ಕರ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. എല്ലാവരെയും ദൈവം പ്രസംഗിക്കാനായിട്ട് വിളിച്ചിട്ടില്ല. ಎಲ್ಲರನ್ನು ಪ್ರಸಂಗ ಮಾಡುವುದಕ್ಕೆ ದೇವರು ಕರೆದಿಲ್ಲ. എല്ലാവർക്കും ഈ വേദിയിൽ വരാനുള്ള വിളിയില്ല. ಎಲ್ಲರಿಗೂ ವೇದಿಕೆಯ ಮೇಲೆ ಬರುವಂತ ಕರೆ ಇಲ್ಲ. അങ്ങനെ പറയാതെ നിയോഗമില്ലാതെ വേദിയിൽ കയറിയവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ಅಂತ ನಡೆಸಿಲ್ಲದಂತ ವ್ಯಕ್ತಿಗಳು ವೇದಿಕೆಯ ಮೇಲೆ ಹತ್ತಿದ್ದರಿಂದ ಅನೇಕ ಸಂಕಷ್ಟಕ್ಕೆ ಅವರು ಒಳಗಾದರು. സ്തോത്രം. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയാണ് പ്രാർത്ഥനയുടെ ശുശ്രൂഷ. ಎಲ್ಲರಿಗೂ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಿರುವಂತದ್ದು ಸೇವೆಯಾಗಿದೆ ಪ್ರಾರ್ಥನೆ. നീ ഏത് ജോലിക്കാരനായാലും എവിടെ നീ ജോലി ചെയ്യുന്ന വ്യക്തിയായാലും ആമേൻ ഏത് അവസ്ഥയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിനക്ക് പ്രാർത്ഥനയുടെ ശുശ്രൂഷ നിനക്ക് ചെയ്യാനായിട്ട് കഴിയും. ನೀನು ಯಾವ ವೃತ್ತಿಯಲ್ಲಿ ತೊಡಗಿದವನಾದರೂ, ಎಲ್ಲಿ ಕೆಲಸ ಮಾಡುವವನಾಗಿದ್ದರೂ, ಯಾವ ಸ್ಥಿತಿಯಲ್ಲಿ ನೀನು ಇರುವವನಾದರೂ ನಿನಗೆ ಪ್ರಾರ್ಥಿಸೋದಕ್ಕೆ ಸಾಧ್ಯತೆ ಉಂಟು. നിന്റെ പ്രാർത്ഥന വർദ്ധിക്കും തോറും ദേശത്തിൽ ദൈവപ്രവർത്തികൾ വർദ്ധിക്കുന്നതെന്ന് കാണാൻ കഴിയും. ನಿನ್ನ ಪ್ರಾರ್ಥನೆ ಹೆಚ್ಚಾಗುತ್ತಿರುವಾಗಲೇ ದೇಶದಲ್ಲಿ ದೇವರ ಕಾರ್ಯಗಳು ಹೆಚ್ಚಾಗುತ್ತವೆ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ಎಲ್ಲರೂ ಎದ್ದು ನಿಂತುಕೊಳ್ಳುವ. മുൻപോട്ട് വന്നാട്ടെ. ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ. എല്ലാവരും മുൻപോട്ട് വന്നാട്ടെ. ಮುಂದಕ್ಕೆ ಬನ್ನಿರಿ. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿರಿ. എല്ലാവരും മുൻപോട്ട് വന്നാട്ടെ. ಸ್ತೋತ್ರ ಹೇಳಿ. ഹല്ലേലൂയ. കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ಕರಗಳನ್ನು ನಾವು ಮೇಲಕ್ಕೆ എല്ലാ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാൽ ಎಲ್ಲ ಕರಗಳು ಪರಲೋಕದ ಕಡೆಗೆ ನಾವು ಎತ್ತಿಕೊಳ್ಳುವ. ഹല്ലേലൂയ. എല്ലാ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാൽ ಎಲ್ಲ ಕರಗಳನ್ನು ಪರಲೋಕದ ಕಡೆಗೆ ನಾವು ಎತ್ತುವ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കട്ടെ. ಈ ಹಗಲಿನಲ್ಲಿ ಪ್ರಾರ್ಥನಾ ವೀರರು ಇದರ ಮಧ್ಯದಿಂದ ಎದ್ದು ಹೇಳಲಿ. ഇതിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന വീരന്മാർ എഴുന്നേൽക്കട്ടെ. ಇದರ ಮಧ್ಯದಲ್ಲಿ ಪ್ರಾರ್ಥನಾ ವೀರರು ಎದ್ದು ಹೇಳಲಿ. ആ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറഞ്ഞിട്ട് പ്രാർത്ഥനയുടെ ആത്മാവിനെ നിറയ്ക്കണമേ. ಆ ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವ, ಎಳೆಯುವ ಪ್ರಾರ್ಥನೆಯ ಆತ್ಮನಿಂದ ನಾನು ತುಂಬಿಸಬೇಕು. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. എല്ലാവരും കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ಎಲ್ಲರೂ ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. പ്രാർത്ഥനയുടെ ആത്മാവ് പകരപ്പെടട്ടെ. ಪ್ರಾರ್ಥನೆಯ ಆತ್ಮನು ಸುರಿಸಲ್ಪಡಲಿ. പ്രാർത്ഥനയുടെ ആത്മാവ് പകരപ്പെടട്ടെ. ಪ್ರಾರ್ಥನೆಯ ಆತ್ಮನಿಂದ ತುಂಬಲ್ಪಡಲಿ. Receive in the name of Jesus. ಹೊಂದಿಕೊಳ್ಳಿರಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. Receive in the name of Jesus. ಹೊಂದಿಕೊಳ್ಳಿರಿ ಯೇಸುವಿನ ഒരു ನಾಮದಲ್ಲಿ. പ്രാർത്ഥനയുടെ ആത്മാവ് പകരപ്പെടട്ടെ. ಪ್ರಾರ್ಥನೆಯ ಆತ್ಮನಿಂದ ತುಂಬಲ್ಪಡಲಿ. ഇന്ന് പകൽക്കാലം ആത്മാവ് നിന്നെ നോക്കി പ്രവചിച്ചു പറയുന്നു. ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಆತ್ಮನು ಈ ರೀತಿಯಾಗಿ ಪ್ರವಾದಿಸ್ತಾ ಇದ್ದಾನೆ. നിന്റെ കുടുംബത്തിലുള്ള ചില കെട്ടുകൾ ഇന്ന് പകൽക്കാലം പൊട്ടിക്കാൻ വിശ്വസ്തനാണ്. ನಿನ್ನ ಕುಟುಂಬದ ಕೆಲವು ಕಟ್ಟುಗಳನ್ನು ದೇವರು ಬಿಚ್ಚುವುದಕ್ಕೆ ನಂಬಿಗಸ್ತನಾಗಿದ್ದಾನೆ. നിന്നെ ശൂന്യമാക്കി നശിപ്പിക്കാൻ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെ ಶೂನ್ಯ ಮಾಡಿ ನಿನ್ನನ್ನು ಆಮೇಲೆ ಸದೆಬಡಿಯುವುದಕ್ಕೆ ಪ್ರಯತ್ನಿಸುವಂತ ಎಲ್ಲ ಪ್ರಯತ್ನಗಳು തകർത്തു മാറ്റി നിന്റെ ഭവനം ഒരു പ്രാർത്ഥനാ ഭവനമാക്കി മാറ്റപ്പെടാൻ പോകുകയാണ്. ಅದನ್ನು ನಾಶಪಡಿಸಿ ನಿನ್ನ ಮನೆಯನ್ನು ಪ್ರಾರ್ಥನಾ ಮನೆಯನ್ನಾಗಿ ಮಾರ್ಪಡಿಸ್ತಾನೆ. നിന്റെ ഭവനാന്തരീക്ഷത്തിലെ മന്ത്രവാദ കെട്ടുകളെ ആത്മാവ് കാണിക്കുകയാണ്. ಕುಟುಂಬದ ಮಂತ್ರವಾದ ಶಕ್ತಿಯನ್ನು ಆತ್ಮನು ತೋರಿಸ್ತಾ ಇದ್ದಾನೆ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അതിനെല്ലാം കെട്ടുപൊട്ടിച്ച് ആമേൻ നിന്നെ ഒരു ദൈവവൈതലാക്കി പുറത്തെടുക്കുകയാണ്. ಅಂತ ಬಂಧನಗಳನ್ನು ಪವಿತ್ರ ಆತ್ಮನು ಒಡೆದು ಹಾಕಿ ನಿನ್ನನ್ನು ದೇವರ ಮಗುವಾಗಿ ಹೊರಗೆ ತರುತ್ತಾನೆ. ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തോട് വെല്ലുവിളിക്കുന്ന സകല വിഗ്രഹ സേവകളുടെ കെട്ടുകൾ ഇന്ന് പകൽക്കാലം തകിടം മറിയുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ಈ ಹಗಲಿನ ವೇಳೆಯಲ್ಲಿ ನಿನ್ನ ಮನೆಯೊಂದಿಗೆ ಇರುವಂತ ಸವಾಲುಗಳನ್ನು ದೇವರಾತ್ಮನು ಅದನ್ನು ಪೂರ್ಣವಾಗಿ
ಸದೆ ಬಡಿದು ನಿನ್ನನ್ನು ಬಿಡುಗಡೆಗೊಳಿಸುವಂತದ್ದು ಹಗಲವಾಗಿದೆ. എല്ലാവരും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ಎಲ್ಲರೂ ಸ್ವರವೆತ್ತಿ ಪ್ರಾರ್ಥನೆ എല്ലാവരും ಮಾಡುವ. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ಎಲ್ಲರೂ ಸ್ವರವೆತ್ತಿ ಪ್ರಾರ್ಥನೆ യേശുവിന്റെ ಮಾಡುವ. നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അഭിഷേകത്തിന് തീ വെളിപ്പെടട്ടെ. ಅಭಿಷೇಕದ ಬೆಂಕಿಯು ಪ್ರಕಟವಾಗಲಿ. പ്രാർത്ഥനയുടെ ആത്മാവ് പകരപ്പെടട്ടെ. ಪ್ರಾರ್ಥನೆಯ ಆತ್ಮವು ಸುರಿಯಲ್ಪಡಲಿ. Receive the mighty anointing. ಹೊಂದಿಕೊಳ್ಳಿರಿ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. പ്രാർത്ഥനയുടെ ആത്മാവ് പകരപ്പെടട്ടെ. ಪ್ರಾರ್ಥನೆಯ ಆತ್ಮನಿಂದ പ്രാർത്ഥനയുടെ ആത്മാവ് പകരപ്പെടട്ടെ. ಪ್ರಾರ್ಥನೆಯ ಆತ್ಮನಿಂದ പ്രാർത്ഥനയുടെ ആത്മാവ് പകരപ്പെടട്ടെ. ಪ್ರಾರ್ಥನೆಯ പ്രാർത്ഥനയുടെ ആത്മാവ് പകരപ്പെടട്ടെ. ಪ್ರಾರ್ಥನೆಯ Receive the power of the Lord. ಹೊಂದಿಕೊಳ್ಳಿರಿ ಯೇಸುವಿನ പ്രാർത്ഥനയുടെ ആത്മാവ് ಶಕ್ತಿಯನ್ನು. പകരപ്പെടട്ടെ. Yes. ഉഡാലബരബ ശബലധരം ശകലരബദിമാനബ ധരാ. ഉദരബരദലരബരിയ രകലബ ആംഡോലോറബോലോകോറബശിയ. ധരാ. നിന്നെ ഒരു പ്രാർത്ഥനാവീരനാക്കി മാറ്റുന്ന അഭിഷേകം വ്യാപരിക്കുന്നു. നീ ഒരു പ്രാർത്ഥനാവീരനായി മാറ്റപ്പെടുകയാണ്. പ്രാർത്ഥനാവീരനായി മാറ്റപ്പെടുത്തി. മാറ്റപ്പെടുകയാണ്. പ്രാർത്ഥനാവീരനായി മാറ്റപ്പെടുത്തി. ശബരബരഘടക അതരഘടകധരനമ ശബ്ദരാധര സ്വർഗത്തിലെ തീ ഇറങ്ങട്ടെ. പരലോകದ ಬೆಂಕಿ ಇಳಿಯಲಿ. സ്വർഗത്തിലെ തീ ഇറങ്ങട്ടെ. പരലോകದ ಬೆಂಕി ಇಳಿಯಲಿ. പ്രാർത്ഥനയുടെ തീ ഇറങ്ങട്ടെ. പ്രാർത്ഥನೆಯ ಬೆಂಕಿ പ്രാർത്ഥനയുടെ ಇಳಿಯಲಿ. തീ ഇറങ്ങട്ടെ. പ്രാർത്ഥನೆಯ ಬೆಂಕി പ്രാർത്ഥനയുടെ ಇಳಿಯಲಿ. തീ ഇറങ്ങട്ടെ. പ്രാർത്ഥനയുടെ ಬೆಂಕി പ്രാർത്ഥനയുടെ തീ ಇಳಿಯಲಿ. ഇറങ്ങട്ടെ. പ്രാർത്ഥನೆಯ ಬೆಂಕಿ പ്രാർത്ഥനയുടെ ಇಳಿಯಲಿ. അഭിഷേകം വ്യാപരിക്കട്ടെ. പ്രാർത്ഥನೆಯ ಬೆಂಕಿ ಇಳಿಯಲಿ. പ്രാർത്ഥനയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ಪ್ರಾರ್ಥನೆಯ ಅಭಿಷೇಕವು ಇಳಿಯಲಿ. എല്ലാവരും രണ്ട് കരങ്ങളും അടിച്ചൊരുമിച്ച് ಎಲ್ಲ ಕರಗಳು ತಟ್ಟಿ ದೇವರನ್ನು എല്ലാവരും ಘನಪಡಿಸುವ. കരങ്ങളെ അടിച്ചൊരുമിച്ച് പ്രാർത്ഥിച്ചു. ಎಲ್ಲರೂ ಕರಗಳು ತಟ್ಟಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ശബ്ദരാധനാദലം ഇന്ന് പകൽക്കാലം ആത്മാവ് ദൂത് പറയുന്നു. ದೇವರಾತ್ಮನು ಈ ರೀತಿಯಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ. നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ ദൈവം നിന്നേക്ക് വേണ്ടി എഴുന്നള്ളാൻ പോകുകയാണ്. ನೀನು ಪ್ರಾರ್ಥಿಸುವಂತ ವಿಷಯದಲ್ಲಿ ದೇವರು ಕಾರ್ಯ ಮಾಡಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದಾನೆ. ഇന്ന് പകലിൽ ആത്മാവ് നിന്നോട് പറയുന്നു, ಈ ಹಗಲ ವೇಳೆ ದೇವರಾತ್ಮನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ഞാൻ നിന്റെ ശത്രുക്കളുടെ മുന്നിൽ മേശ ഒരുക്കി, ನಾನು ವೈರಿಗಳ ಮುಂದೆ ಔತಣವನ್ನು ಸಿದ್ಧಪಡಿಸಿ, കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ಜೊತೆಗಾರರಿಗಿಂತಲೂ ಪರಮಾನಂದ ತೈಲದಿಂದ ಅಭಿಷೇಕಿಸ್ತಾನೆ. ചില സാമ്പത്തിക മേഖലകളിൽ ഒരു വിടുതൽ ഇന്ന് പകൽക്കാലം ആത്മാവ് നിനക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ಆರ್ಥಿಕ ಕ್ಷೇತ್ರದಲ್ಲಿ ಒಂದು ಬಿಡುಗಡೆಯನ್ನು ದೇವರು ಕೊಡ್ತಾ ಇದ್ದಾನೆ. ദൈവസഭ കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞു ದೇವರ ಸಭೆಯು ആത്മನಿಂದ ತುಂಬಿ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ ശരീരത്തിൽ രോഗങ്ങളെ കൊണ്ടിട്ട് വെല്ലുവിളിക്കുന്ന കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുകയാണ്. ಶರೀರದಲ್ಲಿ ರೋಗವನ್ನು ತಂದಾಕಿ ಆಮೇಲೆ ನಿನ್ನನ್ನು ಬಂಧನಕ್ಕೊಳಪಡಿಸಿದ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡ್ತಾ ಇದೆ. രോഗങ്ങൾ കൊണ്ടിട്ട് ആയുസ്സിനെ നഷ്ടപ്പെടുമെന്ന് വെല്ലുവിളിക്കുന്ന പോരുകൾ ഇന്ന് പകൽക്കാലം കർത്താവ് ഉടച്ചു മാറ്റുകയാണ്. ರೋಗವನ್ನು ತಂದಾಕಿ ಆಯುಷ್ಯವನ್ನು ಕೊನೆಗೊಳಿಸ್ತೇನೆ ಎಂಬುದಾಗಿ ಹೋರಾಡುವಂತ ಹೋರಾಟವನ್ನು ದೇವರು ಮುರಿಯುತ್ತಾ ಇದ್ದಾನೆ. ഇന്ന് പകലിൽ ആത്മാവ് നിന്നോട് പറയുന്നു, നീ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ಆತ್ಮನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನೀನು ಜೀವದಿಂದಿರುವುದು ಒಂದು ಅದ್ಭುತವಾಗಿದೆ. നിന്റെ ജീവിതം തന്നെ ഒരു അത്ഭുതമാണ്. ಜೀವಿಸುವುದೇ ಒಂದು ಅದ್ಭುತವಾಗಿದೆ. ഇന്ന് പകലിൽ ദൈവം നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ನಿನ್ನ ಮೇಲೆ ಆನಂದ ತೈಲವನ್ನು ನೀಡಿ ಅಭಿಷೇಕಿಸ್ತಾ ಇದ್ದಾನೆ. Receive the mighty anointing in the name of Jesus. Receive the mighty anointing in the name of Jesus. Receive. Amen. എല്ലാവരും കരങ്ങൾ അടിച്ച് അന്യഭാഷകൾ ദൈവത്തിന്റെ ಎಲ್ಲರೂ ಕರಗಳ ತಟ್ಟಿ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ದೇವರ ಮಹಿಮೆಪಡಿಸುವ. ചില വെല്ലുവിളികളുണ്ട്. അവൻ വെല്ലുവിളികളെ ജയിക്കണമെങ്കിൽ ശക്തമേറിയ പ്രാർത്ഥന വെളിപ്പെടണമെന്ന് ആത്മാവ് പറയുകയാണ്. സവാലുകളിದೆ, ആ സവാലുಗಳನ್ನು ಎದುರಿಸಬೇಕಾದ ಪ್ರಾರ್ಥನೆಯ ಜೀವಿತದಿಂದ ತುಂಬಲ್ಪಡಬೇಕು. കഴിഞ്ഞ നാളുകളെ പോലെയല്ല ശക്തിയോടെ നീ പ്രാർത്ഥിക്കണം. ಕಳೆದ ದಿನಗಳ ಹಾಗೆ ಅಲ್ಲ, ಬಲವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. നിന്റെ മേലുള്ള പ്രാർത്ഥനാ വരത്തെ നീ ജ്വലിപ്പിക്കണം. ನಿನ್ನಲ್ಲಿರುವಂತಹ ಪ್ರಾರ್ಥನಾ ವರವನ್ನು ಹೆಚ್ಚಿಸಬೇಕು. സ്തോത്രം. ദൈവത്തിന് സന്നി പ്രാർത്ഥനയിൽ ജ്വലിക്കാൻ കഴിയാതെ ആമേൻ ആമേൻ മുരടിപ്പിക്കുന്ന ദുരാത്മാവിനെ ഇന്ന് പകൽക്കാലം പൊട്ടിച്ചു മാറ്റുകയാണ്. ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಕ್ಕೆ ಅಸಾಧ್ಯವಾಗಿ ನಿದ್ದೆಯನ್ನು ತರುವಂತ ಆ ಬಲಹೀನತೆಯನ್ನು ದೇವರು ಮುರಿಯುವಾತನಾಗಿದ್ದಾನೆ. നാവിനെ കെട്ടുന്ന ചില കെട്ടുകൾ ഇന്ന് പകൽക്കാലം പൊട്ടിക്കുകയാണ്. ನಾಲಿಗೆಯ ಬಂಧನಗಳು ದೇವರು ಮುರಿತಾ ಇದ್ದಾನೆ. ഒരു ആനന്ദ തൈലത്തിന്റെ അഭിഷേകം, ಒಂದು ಆನಂದ ತೈಲದ ಅಭಿಷೇಕ യേശുവിന്റെ നാമത്തിൽ പകരപ്പെടുന്നു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸುರಿಯಲ್ಪಡುತ್ತದೆ. യേശുവിന്റെ നാമത്തിൽ പകരപ്പെടുന്നു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಸುರಿಯಲ್ಪಡುತ್ತದೆ. സ്വർഗീയ തീ വ്യാപരിക്കട്ടെ. ಪರಲೋಕದ ಬೆಂಕಿ ಇಳಿಯಲಿ. സ്വർഗീയ തീ വ്യാപരിക്കട്ടെ. ಪರಲೋಕದ ಬೆಂಕಿ ಇಳಿಯಲಿ. സ്വർഗത്തിലെ തീ വ്യാപരിക്കട്ടെ. പരലോകದ ಬೆಂಕಿ ಇಳಿಯಲಿ. നശിപ്പിച്ചു കളയാൻ വെല്ലുവിളിക്കുന്ന പോരുകൾ ഇന്ന് പകൽക്കാലം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേടുണ്ടുಂಟು ಮಾಡುವಂತ ಎಲ್ಲ ಬಂಧನಗಳು ದೇವರು ಬಿಚ್ಚುತ್ತಾ ಇದ್ದಾನೆ. എല്ലാവരും കരങ്ങളെ അടിച്ചു ദൈവത്തിന് ಕರಗಳು ತಟ್ಟಿ ದೇವರ ಮಹಿಮೆಪಡಿಸುವ. Praise the Lord.
Praise the Lord. Thank you Jesus. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. ದೇವರಿಗೆ ಮಹಿಮೆಯಾಗಲಿ. ഇന്ന് പകൽക്കാലം എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ കരമുയർത്തി പിടിച്ചാണ്. ಇವತ್ತು ನನಗೆ ಒಂದು ಪ್ರಾರ್ಥನಾ ಬೇಡಿಕೆ ಇದೆ, ನನಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕೆಂಬುದಾಗಿ ಬಯಸುವವರು ತಮ್ಮ ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿರಿ. സ്തോത്രം. അങ്ങനെ ഭാരപ്പെടുന്നവർ കരമുയർത്തി പിടിച്ചാട്ടെ. ಹಾಗೆ ಪ್ರಯಾಸದಲ್ಲಿ ಇರುವವರು ಕರಗಳನ್ನು ಮೇಲಕ್ಕೆತ್ತಿರಿ. ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ. ಬಲವಾಗಿ ഇന്ന് ಪ್ರಾರ್ಥನೆ പകൽക്കാലം ಮಾಡಿರಿ. നിന്റെ പകലാണ്. ಈ ಹಗಲು ನಿನ್ನ ಹಗಲಾಗಿದೆ. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ തൊടുന്ന പകലാണ്. ಇವತ್ತು ನಿನ್ನನ್ನು ಮುಟ್ಟುವಂತಹ ಒಂದು ಹಗಲಾಗಿದೆ. ഹല്ലേലൂയ. വായ് തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ಬಾಯಿಗಳು ತೆರೆದು ಪ್ರಾರ್ಥನೆ ಮಾಡಿ. വായ്കളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ಬಾಯನ್ನು ತೆರೆದು ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ಸ್ವರವೆತ್ತಿ 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 ಪ್ರಾರ್ಥನೆ ಮಾಡಿ. ദൈവിക മറുപടി ഉണ്ടാകട്ടെ. ദൈവിക മറുപടി ഉണ്ടാകട്ടെ. ದೇವರ ಪ್ರತ್ಯುತ್ತರ മറുപടി ഉണ്ടാകട്ടെ. ದೇವರ ಪ್ರತ್ಯುತ್ತರ മറുപടി ഉണ്ടാകട്ടെ. ದೇವರ ಪ್ರತ್ಯುತ್ತರ ಉಂಟಾಗಲಿ. ആത്മാവിന്റെ പകൽക്കാല സഭയോട് പ്രവചനാത്മാവിൽ ദൂത് പറയുന്നു. ಆತ್ಮನು ಸಭೆಯೊಂದಿಗೆ ಪ್ರವಾದನ ರೂಪದಲ್ಲಿ ಮಾತನಾಡ್ತಾ ಇದ್ದಾನೆ. സഭയിലെ കുട്ടികളെ ദൈവം തൊടാൻ പോകുന്നു. ಸಭೆಯ ಸಣ್ಣ ಮಕ್ಕಳನ್ನು ದೇವರು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. സ്തോത്ര. സഭയിലെ കുട്ടികളെ ദൈവം തൊടാൻ പോകുന്നു. ದೇವರು ಸಣ್ಣ ಮಕ್ಕಳನ್ನು ಮುಟ್ಟುತ್ತಾ ಇದ್ದಾನೆ. ചില കുട്ടികൾ പ്രവചിക്കാൻ പോകുന്നു. ಸಣ್ಣ ಮಕ್ಕಳು ಪ್ರವಾದಿಸಲಿಕ್ಕೆ ചില കുട്ടികൾ കണ്ണുനീരോട് ആരാധിക്കാൻ പോകുന്നു. ಕೆಲವು ಮಕ್ಕಳು ಆ ಕಣ್ಣೀರಲ್ಲಿ ಆರಾಧಿಸುವುದನ್ನು ചില ನೋಡುತ್ತೀರಿ. കുഞ്ഞുങ്ങൾ രോഗികളെ സൗഖ്യമാക്കാൻ പോകുന്നു. ಕೆಲವು ಮಕ್ಕಳು ರೋಗಿಗಳಿಗೆ ಸ್ವಸ್ಥತೆಯನ್ನು ಕೊಡುವವರಾಗಿರುತ್ತಾರೆ. സ്കൂളിൽ പോകുമ്പോൾ അവർ സുവിശേഷം പറയാൻ പോകുന്നു. ಶಾಲೆಗೆ ಹೋಗುವಾಗ ಸುವಾರ್ತೆಯನ್ನು ಸಾರುವವರಾಗಿರುತ್ತಾರೆ. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ದೇವರ ಶಕ್ತಿಯು യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഈ ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ಕರ ಮೇಲೆ ಕೆತ್ತಲ್ಪಟ್ಟಂತ ವ್ಯಕ್ತಿಗಳ ಮೇಲೆ ದೇವರ ಶಕ್ತಿಯು ತುಂಬಲ್ಪಡಲಿ. ദൈവിക ഉണർവും ദൈവിക മറുപടിയും ഉണ്ടാകട്ടെ. ದೇವರಿಂದ ಉಜ್ಜೀವನವು ಪ್ರತ್ಯುತ್ತರ ಉಂಟಾಗಲಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ രണ്ട് ನಾಮದಲ್ಲಿ. കരങ്ങളും അടിച്ച് ദൈവം അയക്കുന്ന മറുപടിക്കായി സ്തോത്രം. ಎರಡು ಕರಗಳನ್ನು ತಟ್ಟಿ ಪ್ರತ್ಯುತ್ತರಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವ. ಶಬಲದರಂ ಧರ ರಿಗಲದರಂ ಧರ ಅಂತರಾದರ ರಿಬರ സ്വർഗ്ഗത്തിലെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ. Thank you Jesus. Oh Jesus. Hallelujah. 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 ಕರಗಳನ್ನು ಮೇಲೆ ಕೆತ್ತು ನಾವು ಹಾಡುವ. Hallelujah. 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 ನನ್ನ ಹತ್ತಿರವಿರು, ನನ್ನ ಹತ್ತಿರವಿರು. ಆಮೇ ಓ ಯೇಸುವೇ, ನಾನಿನ್ನನು ಬಿಟ್ಟು ಬಾಳಲಾರೆನು. ನನ್ನ ಹತ್ತಿರವಿರು ಓ ಯೇಸುವೇ, ನಾನಿನ್ನನು ಬಿಟ್ಟು ಬಾಳಲ. ಸ್ವರವೆತ್ತಿ ಹಾಲೆಲೂಯ ಹಾಲೆಲೂಯ ಆಮೆನ್. ಹಾಲೆಲೂಯ 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 Hallelujah. ಯೇಸುವೇ ಹಾಲೆಲೂಯ ಹಾಲೆಲೂಯ ಹಾಲೆಲೂಯ. ಕಣ್ಣೀರ ಸಮಯದ ತಾಯಿಯಾಗಿರು. ಕಣ್ಣೀರಿನ ಸಮಯದ ತಾಯಿಯಾಗಿರು. ಸಾಲದ ಸಮಯದ ತಂದೆಯಾಗಿರು. ಕಣ್ಣೀರಿನ ಸಮಯದ ತಾಯಿಯಾಗಿರು. ಸಾಲದ ಸಮಯದ ತಂದೆಯಾಗಿರು. ನನ್ನ ಹತ್ತಿರವಿರು. ಆಮೇ ಓ ಯೇಸುವೇ, ನಾನಿನ್ನನು ಬಿಟ್ಟು ಬಾಳಲಾರೆನು. ನನ್ನ ಹತ್ತಿರವಿರು ಓ ಯೇಸುವೇ, ನಾನಿನ್ನನು ಬಿಟ್ಟು ಬಾಳ ವಾಕ್ಯ ಓದುವ ಸಮಯದ ಗುರುವಾಗಿರು.
ಪ್ರಾರ್ಥಿಸುವ ಸಮಯದಿ ದೇವರಾಗಿರು. ನಿನ್ನ ವಾಕ್ಯ ಓದುವ ಸಮಯದಿ ಗುರುವಾಗಿರು. ಪ್ರಾರ್ಥಿಸುವ ಸಮಯದಿ ದೇವರಾಗಿರು. ನನ್ನ ಹತ್ತಿರ ಯಥಾರ್ಥವಾಗಿ ನಾವು ಆಡುವ ಓ ಯೇಸುವೆ, ನಿನ್ನನ್ನು ಬಿಟ್ಟು ಬಾಳಲಾರೆನು. ನನ್ನ ಹತ್ತಿರವಿರೋ ಓ ಯೇಸುವೆ, ನಿನ್ನನ್ನು ಬಿಟ್ಟು ಬಾಳಲಾರೆನು. ಹಾಲೆಲೂಯಾ. Jesus, thank you, Lord. Hallelujah. 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 Oh, hallelujah. Hallelujah, hallelujah, hallelujah. ಓ ಚುರಬರಬರ ಶಮನದರಂ ಧರಾಧರ. ಸ್ವಲ್ಪ ಸಮಯ ನಾವು ಅನ್ಯ ಭಾಷೆಗಳ ದೇವರೊಂದಿಗೆ ಮಾತನಾಡುವ, ನಮ್ಮ ಕರಗಳು ತಟ್ಟಿ ದೇವರನ್ನು ಘನಪಡಿಸುವ.